ഓം നമഃ ശിവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. പല്ലാരിമംഗലത്തപ്പനെയും ശ്രീനാരായണനെയും മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ഒരുപാട് സന്തോഷം ഈ ഒരു ധന്യമായിട്ടുള്ള ക്ഷേത്ര സന്നിധിയിലെത്താൻ സാധിച്ചതിൽ. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഭയങ്കരമായിട്ടുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും എന്നെ കാത്തിരുന്ന് കുറച്ച് സമയം എന്താ വരാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കണം. വന്നപ്പോൾ വളരെയധികം ഉണ്ടായൊരു സന്തോഷം. ഇത്രയും ശാന്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിന്റെ സമീപത്ത് താമസിക്കാനുള്ള ഭാഗ്യം കിട്ടിയ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ നമസ്കരിക്കുന്നു. കാരണം ഇത്ര നല്ലൊരു അമ്പലം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കായിട്ട് കിട്ടിയത് നിങ്ങളുടെ സുഹൃതമായി കണക്കാക്കുക എന്നാണ് ആമുഖമായിട്ട് തന്നെ പറയാനുള്ളത്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്, എൻ്റെ നാട് പാലക്കാടാണ്. ഒന്ന് ഒരു ഒരു അമ്മ പറഞ്ഞൊരു അനുഭവം ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും നിങ്ങൾ മനസ്സിൽ കാണുന്ന ഒരു പാലക്കാടല്ല യഥാർത്ഥത്തിൽ പാലക്കാട് കേട്ടോ. ഈ ഗ്രാമീണത ഇങ്ങനെ തുളുമ്പുന്ന, എപ്പോഴും കൊറ്റിയും കാക്കയൊക്കെ പറക്കുന്ന, ഇപ്പോഴും ഈ ഞാറ് കൊയ്തും അങ്ങനെ പാട്ടൊക്കെ പാടി നടക്കുന്ന അങ്ങനെ ഒരു പാലക്കാടല്ല അത്. ഒരു സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ ഭഗവാന്റെ 1000 നാമാണുള്ളത്. അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ട്, 1000 നാമം ചൊല്ലുന്നതിന്റെ കൂടെ മിനിമം ഒരു 100 തവണ ഹോണിന്റെ ശബ്ദം കേൾക്കുന്നു ഇത് ചൊല്ലണതിന്റെ ഇടയിൽ. ചിലപ്പോ ആംബുലൻസ് പോണതിന്റെ ശബ്ദം കേൾക്കും, ചിലപ്പോ അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അതിന്റെ അഡ്വർടൈസ്മെന്റുകൾ കേൾക്കും. ഇതൊക്കെ കേട്ടിട്ട് വേണം നമഃശിവായ എന്ന് ചൊല്ലിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ. ഇവിടെ പ്രകൃതി പോലും ധ്യാനിക്കുന്ന, അല്ലെങ്കിൽ പഞ്ചാക്ഷരം മാത്രം പ്രകൃതിയുടെ ഈ ഒരു ശൂന്യതയിൽ പോലും മുഴങ്ങുന്ന ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വന്ന് ജനിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചതിന് ഈ പല്ലാരിമംഗലത്തപ്പനോട് നമുക്ക് ഒന്ന് നന്ദി പറയാം തുടക്കത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ നാട്ടിലുള്ള ക്ഷേത്രത്തെക്കുറിച്ച് എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. നിങ്ങളുടെ സ്വന്തം ഭഗവാനാണ്. അദ്ദേഹത്തെ എല്ലാ ദിവസവും വന്ന് തൊഴാൻ സാധിക്കുന്ന ഭാഗ്യം ചെയ്ത ആളുകളാണ് നിങ്ങൾ. ഒപ്പം തന്നെ ഏറ്റവും അടുത്ത് മഹാവിഷ്ണുവിന്റെ ഒരു പ്രതിഷ്ഠയും കൂടെ. അപ്പൊ ഞാൻ തിരുമേനിയോട് ചോദിക്കുകയായിരുന്നു, ഇവിടുത്തെ മഹാദേവന്റെ ഭാവം എന്താണെന്ന്. ഞാൻ തന്നെ മുമ്പ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും ഉള്ളത് ഒരു ശിവനല്ല. ഓരോ സ്ഥലത്തുമുള്ള ശിവൻ ഓരോ ഭാവത്തെ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഭാവത്തിനനുസരിച്ചിട്ടാണ് അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺ. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ ഭാവം യഥാർത്ഥത്തിൽ എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഗുരുവായൂരപ്പനെ യഥാർത്ഥത്തിൽ എന്തിനാണ് ഭജിക്കേണ്ടത്? എന്തിനും ഭജിക്കാം, ഭഗവാൻ കൽപ്പവൃക്ഷാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പനെ ഭജിക്കേണ്ടത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കുട്ടികളുണ്ടാവാനാണ്. ഏറ്റവും നല്ല അനുഗ്രഹം ഗുരുവായൂരപ്പൻ എന്ത് തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ്. എല്ലാം തരാനുള്ള കഴിവുണ്ട്, എല്ലാം ബെസ്റ്റ് ആണ്. അതിൽ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള കഴിവ് എന്താ? നല്ല കുട്ടികളെ തരും ഗുരുവായൂരപ്പൻ. ഞാനത് എടുത്തു പറയാൻ കാരണം ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിന്റെ മഹത്വതാണ്. നിങ്ങൾ ഗുരുവായൂർ വന്ന് തൊഴുന്ന, എനിക്ക് ഇവിടെ വന്നപ്പോൾ പോലും ഭയങ്കര സന്തോഷം ഉണ്ടായി. ഞാൻ ആ മഹാവിഷ്ണുവിന്റെ നടയിൽ നിന്ന് തൊഴുമ്പോൾ ആരോ ഒരാൾ അവിടെ ഒരു ഗുരുവായൂർ കേശവന്റെ ഫോട്ടോ അതിന്റെ മുകളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ പറയുന്നത് ഞാൻ തന്നെയാണ് ഇവിടെയും എന്നുള്ളൊരു ഭാവം. ഗുരുവായൂരപ്പന്റെ വിഗ്രഹം, നിങ്ങൾ ഗുരുവായൂർ പോയി തൊഴുന്ന വിഗ്രഹത്തിന്റെ കഥ ഒറ്റയടിക്ക് നമ്മൾ പറയുമ്പോൾ നമ്മൾ എല്ലാവരും പറയും ദ്വാരകയിൽ കൃഷ്ണൻ വെച്ച് പൂജിച്ചിരുന്ന വിഗ്രഹം. അതല്ല ആ വിഗ്രഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള മഹത്വം. അത് യഥാർത്ഥത്തിൽ ആ വിഗ്രഹത്തിന് ഒരു ഒരുപാട് കാലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള വിഗ്രഹം. അത് എന്തിനു വേണ്ടിയിട്ട് ഉണ്ടായി എന്നുള്ളതാണ് അതിന്റെ കോസ്, അതിന്റെ കാരണം. ആ വിഗ്രഹം ഉണ്ടായിട്ടുള്ളത് ബ്രഹ്മാവിന് സൃഷ്ടി നടത്താൻ ഒരു തടസ്സം ഉണ്ടായ സമയത്ത് മഹാവിഷ്ണു കൊടുത്ത വിഗ്രഹമാണത് ബ്രഹ്മാവിന്. നോക്കൂ, അത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തത്? സൃഷ്ടി നടത്താൻ തടസ്സം ഉണ്ടായപ്പോൾ കൊടുത്ത വിഗ്രഹം. വെച്ചാൽ നല്ല സൃഷ്ടി നടത്താൻ ഉപാസിക്കേണ്ട വിഗ്രഹം. ആ വിഗ്രഹത്തിനെയാണ് പിന്നീട് സുതപസ്, പ്രശ്നി എന്ന് പറയുന്ന 2 ദമ്പതിമാർ ഭജിച്ചത്. പിന്നീട് ആ വിഗ്രഹം കിട്ടിയ അവർക്കും കുട്ടികളുണ്ടായിരുന്നില്ല. അവരാ വിഗ്രഹത്തെ പൂജിച്ചു. അവർക്ക് പ്രശ്നി ഗർഭൻ എന്ന പേരിൽ ഭഗവാൻ തന്നെ ജനിച്ചു. അടുത്ത ജന്മത്തിൽ അവർ കശ്യപനും അതിഥിയായിട്ട് ജനിച്ചു. ആ സമയത്ത് അവർ ആ വിഗ്രഹത്തെ പൂജിച്ചു. ആ സമയത്ത് അവർക്ക് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ മകനായിട്ട് ജനിച്ചു. അടുത്ത ജന്മത്തിൽ അവർ ദേവകിയും വസുദേവരുമായിട്ട് ജനിച്ചു. അപ്പോഴും അവർ ആ വിഗ്രഹത്തെ പൂജിച്ചു. അപ്പൊ അവർക്ക് ഭഗവാൻ കൃഷ്ണൻ മകനായിട്ട് ജനിച്ചു.
സൃഷ്ടിയാണ് ആ വിഗ്രഹത്തിന്റെ മഹത്വം എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ ഭജിച്ചു കഴിഞ്ഞാൽ നല്ല ഉണ്ണികൾ ഉണ്ടാവും എന്ന് എല്ലാവരോടും പറയുന്നത്. ഗുരുവായൂരപ്പനെ പോലുള്ള ഉണ്ണികൾ, അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, വാശി പിടിക്കരുത്. ഗുരുവായൂരപ്പൻ ഉണ്ണി മാത്രമാണ്, ആൺകുട്ടി മാത്രം ശരി, എനിക്ക് അഭിപ്രായമില്ല. പരാശക്തിയായിട്ടുള്ള ഭഗവതിയും ഗുരുവായൂരപ്പനിൽ കാണാൻ പഠിക്കുക, ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പനായിട്ടും കാണാൻ പഠിക്കുക. അതുപോലെ ഓരോ സ്ഥലത്തും ഓരോ ഭാവമുണ്ട്. പൊതുവിൽ ഗുരുവായൂരിലെ വിഗ്രഹത്തിന്റെ ഭാവം പറയാം, കാരാഗ്രഹത്തിൽ ദേവകി വസുദേവന്മാർക്ക് ദർശനം കൊടുത്ത 4 കൈയുള്ള വിഷ്ണു, അതാണ് ആ വിഗ്രഹം. പാതാളാഞ്ജനശിലയിലുള്ള വിഗ്രഹം. ഞാൻ നിങ്ങളുടെ മകൻ മാത്രമല്ല, ഞാൻ ബ്രഹ്മം കൂടിയാണ് എന്ന് സ്വന്തം അച്ഛനെയും അമ്മേനെയും ഉപദേശിക്കുന്ന ഭാവത്തിലുള്ള വിഗ്രഹമാണ് നിങ്ങൾ പോയി തൊഴുന്നത്. 4 കൈയുണ്ട് അതിന്. അത് ഓടക്കോയിൽ വായിക്കുന്ന വിഗ്രഹമോ അല്ലെങ്കിൽ പാമ്പിന്റെ മുകളിൽ കയറി നൃത്തം ചെയ്യുന്ന വിഗ്രഹമല്ല, ചതുർബാഹു വിഷ്ണുവാണ് ആ വിഗ്രഹം. പക്ഷെ നമ്മളതിൽ കാണുന്നത് ഗുരുവായൂരപ്പനെയാണ്, കൃഷ്ണനെയാണ്. അതുപോലെ ഓരോ സ്ഥലത്തും ഓരോ ഭാവമുണ്ട്. പ്രത്യേകമായിട്ട് മഹാദേവനും പലയിടത്തും പല ഭാവമുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ അറിയപ്പെടുന്ന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് വടക്കുംനാഥൻ, അല്ലെ? വടക്കുംനാഥനിലിരിക്കുന്ന ഭഗവാന്റെ ഭാവം ഏതാ? ഞാൻ ഇപ്പോഴേ പറയാം, ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കില്ല, നമുക്ക് പരസ്പരം സംസാരിക്കാം, അതാണ് അതിന്റെ രസം. വടക്കുംനാഥനിലിരിക്കുന്ന ശിവന്റെ ഭാവം ഏതാ? നോക്കൂ, ഇവിടെ ആരും, ഞാൻ ഈ 1.5 മണിക്കൂർ മാത്രമേ ഇതിന്റെ മുകളിൽ കയറിയിരിക്കുന്നുള്ളൂ. നമ്മളൊക്കെ ഒരുമിച്ചിരിക്കുന്നവരാണ്, ഒരുമിച്ച് സംസാരിക്കുന്നവരാണ്. ഇവിടെ ഒരാൾക്കും ഒരറിവിന്റെ മഹത്വമില്ല. നമ്മളൊക്കെ ഭഗവാന്റെ മക്കൾ, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഉത്തരം പറഞ്ഞു തെറ്റിച്ചിട്ട് ആരും നിങ്ങളെ കളിയാക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാം, അത് ഗുരുവായൂരപ്പൻ ക്ഷമിക്കട്ടെ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ മഹാദേവൻ ക്ഷമിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എന്തും ഓപ്പൺ ആയിട്ട് ഇവിടെ പറയാം. നിങ്ങൾ എപ്പോഴും കേൾക്കാറില്ലേ, വടക്കുംനാഥ സർവം നടത്തും നാഥ, അല്ലെ? വടക്കുംനാഥന്റെ ഭാവം എന്താ? ഏത് ഭാവത്തിലുള്ള ശിവനാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലുള്ളത്? ആരെങ്കിലും ഒരാൾ പറയൂ, എനിക്ക് ഒന്നും തരാമൊന്നുമില്ല. മഹാദേവന് ഒരുപാട് ഭാവങ്ങളുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ 1-2 ഭാവങ്ങൾ പറയാം. വടക്കുംനാഥൻ ഇരിക്കുന്ന ഭഗവാൻ പറഞ്ഞോളൂ. ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഭാവമാണ് കിരാതഭാവം. അർജുനന് പാശുപതം എന്ന് വിളിക്കപ്പെടുന്ന അസ്ത്രം കൊടുക്കാനായി ഭഗവാൻ വന്ന ഭാവം, ആ ഭാവമാണ് വടക്കുംനാഥനിലിരിക്കുന്നത്. ആ ഭാവം തന്നെയാണ് എറണാകുളത്തപ്പൻ, കിരാതനാണ്. മറിച്ച് ഏറ്റുമാനൂർക്ക് വന്നു കഴിഞ്ഞാലോ ഭഗവാന്റെ ഭാവം ഏതായിട്ട് മാറി? അവർക്ക് പറയൂ. അക്ബാരമൂർത്തി, എക്സാക്ട്ലി. ആ ചേട്ടന് നല്ലൊരു കൈയ്യടി കൊടുക്കൂ. അങ്ങനെ വേണം. നമ്മുടെ നാട്ടിലുള്ള ആചാര്യന്മാരെ കണ്ടെത്തുകയാണ് ഈ പ്രഭാഷണത്തിന്റെ ഉദ്ദേശം. പുറത്തുനിന്ന് ആരും വരേണ്ട ആവശ്യമില്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഏറ്റുമാനൂർ അപ്പൻ എന്ന് പറഞ്ഞാൽ ശരഭമൂർത്തിയാണെന്നും അഘോരമൂർത്തിയാണെന്നും സങ്കല്പമുണ്ട്. എന്നാൽ വൈക്കത്തേക്ക് വരുമ്പോൾ ഭഗവാൻ തന്റെ ഭാര്യയോടും മക്കളോടൊപ്പം കുടുംബസമേതത്തിൽ ഭാവത്തിലിരിക്കുന്ന ഭാവത്തിലാണ്. ഉദയനാപുരത്തപ്പന്റെ അച്ഛന്റെ ഭാവം ഒരു കുടുംബ ഗൃഹസ്ഥന്റെ ഭാവത്തിലാണ് വൈക്കത്ത് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയാതെ തന്നെ. കൊട്ടിയൂരിരിക്കുന്ന ഭഗവാന്റെ ഭാവം സതി നഷ്ടപ്പെട്ട ഭഗവാന്റെ ഭാവം, അല്ലെ? അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ ഭാവത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ ഓരോ ഭാവത്തിലുള്ള ആൾക്കാരോട് പെരുമാറുന്നതിലും ശ്രദ്ധ വേണം. നമ്മൾ ഒരാളോടൊരു കാര്യം ചോദിക്കുമ്പോൾ അയാളുടെ മൂഡ് എങ്ങനെയാണ് നോക്കില്ലേ? നല്ല മൂഡിലിരിക്കുമ്പോൾ ആവശ്യമുള്ളതൊക്കെ കിട്ടും. ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ അയാളെ ഒന്ന് തണുപ്പിച്ച്, അയാളെ ഒന്ന് സോഫ്റ്റ് ആക്കി, ഒന്ന് ബട്ടർ ചെയ്തിട്ട് പിന്നെ പറയുമ്പോഴാണ് എളുപ്പത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക. നിങ്ങളുടെ ഭാഗ്യം കൊണ്ട്, നിങ്ങളുടെ പൂർവികർ ചെയ്ത സുഹൃതം കൊണ്ട് നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ഭഗവാന്റെ ഭാവം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളുടെ ഭഗവാനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എനിക്കും അറിയില്ല, ഞാൻ തിരുമേനോട് ചോദിച്ചാണ്. നമുക്ക് നമ്മുടെ സനാതന ധർമ്മത്തില് ഒന്നും നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണെന്ന് ആരോ പറഞ്ഞു, അത് ഞാൻ അനുസരിക്കുന്നു, അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഓരോരുത്തർക്കും അറിയാനുള്ള സ്രോതസ്സുകൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ, നമ്മുടെ നാടുകളിലൊക്കെ ലഭ്യമാണ്. അതിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നിങ്ങൾ എപ്പോഴെങ്കിലും തിരുമേനോട് പോയി ചോദിക്കുക, ഇവിടുത്തെ ശിവന്റെ ഭാവം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും. ഇവിടെ സകുടുംബം ഗൃഹസ്ഥാശ്രമ ഭാവത്തിൽ പുത്രഭാര്യമാരോട് കൂടി ഇരിക്കുന്ന ശിവനാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സർവാഭീഷ്ടങ്ങളും തരാൻ തയ്യാറായി നിൽക്കുന്ന ഭാവത്തിലാണ് ഭഗവാന്റെ ഭാവം ഇവിടെ ഉള്ളതെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്ത് ചോദിക്കുന്നോ അത് കിട്ടും. ആ ഭാവത്തിലുള്ള ഒരു ശിവനെ കിട്ടിയതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ചെയ്തത് സുകൃതമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലായിടത്തും ഗുരുവായൂരപ്പനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. ഗുരുവായൂരപ്പൻ ഞാൻ എൻ്റെ ജീവൻ, ഗുരുവായൂരപ്പൻ ഇല്ലെങ്കിൽ ഞാനില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വയസ്സാം കാലത്ത് ഗുരുവായൂർ ഫ്ലാറ്റ് വാങ്ങലല്ല ഹന്തഭാഗ്യം ജനാന. അത് സ്വന്തം ദേശത്തെ ക്ഷേത്രത്തെ
ഗുരുവായൂരായും ശബരിമലയായും മൂകാംബികയായും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു അകക്കണ്ണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഹന്തഭാഗ്യത്തിലാണ്. ഗുരുവായൂർ വന്ന് ജനിക്കാൻ സാധിച്ചില്ലല്ലോ, ഓഫ് കോഴ്സ് ആ വിഷമം ഉണ്ടാവാൻ പല ആളുകൾക്കും. പക്ഷെ എവിടെയോ നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ അമ്പലത്തിൽ നമ്മുടെ മുറ്റത്തിരിക്കുന്ന ഭഗവാനേക്കാൾ വലുതാണ് ഗുരുവായൂരപ്പൻ. നമ്മുടെ പൈതൃകത്തെ, നമ്മുടെ പാരമ്പര്യത്തെ നമ്മൾ സെക്കൻഡറി ആയിട്ട് കാണുന്നു, രണ്ടാം തരമായിട്ട് കാണുന്നു. നമുക്ക് ഏറ്റവും മഹത്വം എപ്പോഴും എന്താണ്? മഹാക്ഷേത്രങ്ങളായിട്ട് പതിയെ പതിയെ ആ സംസ്കാരം മാറുന്നു. തീർച്ചയായിട്ടും മഹാക്ഷേത്രങ്ങൾ ആദരിക്കണം, തീർച്ചയായിട്ടും അവിടെ നമ്മൾ ദർശനം നടത്തണം. സാധിക്കുന്നത്ര നിങ്ങൾക്ക് ഗുരുവായൂർ പോകാൻ സാധിക്കുമെങ്കിൽ എത്ര വേണമെങ്കിൽ പോകണം. പക്ഷെ നമ്മുടെ വേരുകൾ ഉറങ്ങുന്നത് ഈ മണ്ണിലാണ്. ഇപ്പൊ നിങ്ങൾ ഈ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിൽ. അതിനെ മറന്നുകൊണ്ട്, അത് രണ്ടാം തരമാണെന്ന് കണ്ടുകൊണ്ട് ഏത് ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയിട്ട് അഭയം പ്രാപിച്ചിട്ടും എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പൂർവികർ നമുക്ക് തന്നിട്ടുള്ള ഈ ഇതുപോലുള്ള മഹത്തായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ പാരമ്പര്യത്തെ ഉയർത്തി കാണിക്കാൻ നമ്മൾ ശ്രമിക്കുക എപ്പോഴും. അതിൽ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഇവിടെ ഒരേ സമയം ഞാൻ നോക്കുമ്പോൾ പൊതുവിൽ എല്ലായിടത്തും പറയുക, ഈ ശിവന് കുറച്ച് ഭഗവാന് ദേഷ്യമാണ് എന്നുള്ളൊരു എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മഹാദേവൻ എന്ന് പറഞ്ഞാൽ തന്നെ ദേഷ്യക്കാരെന്നാണ്. വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശാന്തമായിട്ടുള്ള ഭാവത്തിലിരിക്കുന്ന, അല്ലെ, എപ്പോഴും ചിരിക്കുന്ന, വെണ്ണ മാത്രം കഴിക്കുന്ന, തമാശ പറയുന്ന, ബാലാമണിയുടെ ചുരിദാറിലേക്ക് മഞ്ചാടിക്കുരു വാരി എറിയുന്ന, എപ്പോഴും ചിരിക്കുന്ന ഭഗവാൻ. ഇവിടെ ഇരിക്കുന്ന വിഷ്ണുവിന്റെ ഭാവം എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ മഹാദേവന്റെ ഭാവം ഏറ്റവും സൗമ്യനായി തന്റെ ഭാര്യയോടും മക്കളോടുമൊപ്പം തന്നെ കാണാൻ വരുന്ന ഭക്തരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കാൻ തക്ക ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന വിഷ്ണുവിന്റെ ഭാവം എന്താ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഏത് ഭാവത്തിലുള്ള വിഷ്ണു ഇവിടെ ഉള്ളത്? ഇവിടെയുള്ള വിഷ്ണുവിന്റെ ഭാവം ഭഗവാൻ യുദ്ധത്തിന് സന്നദ്ധനായിട്ട് ക്രോധഭാവത്തിൽ തന്റെ പൂണൂലെടുത്ത് മാറ്റി ആ യുദ്ധത്തിന് ഇറങ്ങാൻ പോകുന്ന ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. എന്നുവെച്ചാൽ സ്വയമേവ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന ശിവൻ ഇവിടെ ശാന്തനാണ്, സ്വയമേവ എപ്പോഴും സൗമ്യനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നാരായണൻ ഇവിടെ രൗദ്രഭാവത്തിലാണ്. ഒരുപാട് സവിശേഷതകൾ നമ്മൾ നോക്കിയാൽ തന്നെ ഈ അമ്പലത്തിന് കണ്ടുപിടിക്കാൻ പറ്റും. ശിവനും വിഷ്ണുവിനും തുല്യ പ്രാധാന്യം കൽപ്പിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ ഭദ്രകാളി പ്രതിഷ്ഠയുണ്ട്, സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠയുണ്ട്. അതും രുരുചിത്ത് വിധാനത്തിൽ നിന്ന് വിളിക്കപ്പെടുന്ന വിശേഷപ്പെട്ട വിധാനത്തിലാണ് ഇവിടെ പൂജ നടക്കുന്നത്. അതൊന്നും അധികം അമ്പലങ്ങളിൽ ഇല്ല, രുചിത്തൊന്നും. ഇപ്പൊ ഞാൻ വരുന്ന എന്റെ നാട്ടിലുണ്ട്. കേരളത്തിൽ 13 കാവുകളിൽ രുചിത് വിധാനത്തിലുള്ള ആരാധന നടക്കുന്നുണ്ട്. ദേവിയെ, ഭദ്രകാളി ആരാധിക്കുന്ന രീതിയാണ്. ദേവിയെ പ്രധാനമായിട്ട് 3 രീതിയിൽ ആരാധിക്കുക. ഒന്ന് ദാരിക ചിത്ത്, ഒന്ന് മഹിഷാസുര ചിത്ത്, 3 രുരുചിത്ത്. ഇവിടെ നടക്കുന്നത് രുരുചിത്താണ്. രുരു എന്ന് വിളിക്കപ്പെടുന്ന അസുരനെ വധിച്ച ഭാവം, അതുകൊണ്ടാണ് രുരുജിത്ത് എന്ന് വിളിക്കുന്നത്. ഇത് നടക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട് ഇതൊക്കെ, എന്നിട്ട് നമ്മൾ ഓടുകയാണ്. നിങ്ങൾക്ക് രുരുജിത്ത് വിധാനം പിന്നെ പോയാൽ കാണാൻ സാധിക്കും. ഇവിടെ അടുത്തിപ്പോ ജില്ല കോട്ടയം ആയതുകൊണ്ട് ഞാൻ പറയാം, കോട്ടയത്ത് പനയനാർക്കാവിലാണ്. എന്റെ നാട്ടിൽ നിങ്ങൾക്ക് വന്ന രുചിത്ത് കാണാൻ സാധിക്കുക തിരുമാന്താകുന്നാണ്. തൃശ്ശൂർ പോയാൽ നിങ്ങൾക്ക് രുചിത്ത് കാണാൻ സാധിക്കുക സാക്ഷാൽ കൊടുങ്ങല്ലൂരാണ്. കണ്ണൂർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രുചിത്ത് കാണാൻ സാധിക്കുക സാക്ഷാൽ മാടായിക്കാവിലാണ്, കളരിവാതുക്കലാണ്. ഇവിടെയൊക്കെയുള്ള ആ ഭാവത്തിൽ ഇവിടെ നമ്മുടെ അടുത്ത് നമ്മുടെ അമ്മയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, നിങ്ങൾ എല്ലാവരും ഇവിടെ എല്ലാ ദിവസവും വരുന്ന ആൾക്കാരാണ് ഞാൻ കരുതുന്നു. എപ്പോഴും ക്ഷേത്രവുമായിട്ട് നിരന്തരം ബന്ധമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ആ ചെയ്യുന്ന പരിശ്രമത്തെ ഗുരുവായൂരപ്പൻ കാണട്ടെ, അതിന് വേണ്ട അനുഗ്രഹം നിങ്ങൾക്ക് തരട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഞാൻ ഇവിടെ സംസാരിക്കുന്നത് മുഴുവൻ കുഞ്ഞു മക്കൾ കേൾക്കാനും അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളോട് പോയി പറയാനുമാണ്. എനിക്ക് എന്നേക്കാൾ മുതിർന്ന ആളുകളോട് ഒന്നും പറയാനില്ല. ഇന്ന് ഈ ക്ഷേത്രത്തെ എങ്ങനെയാണ്, ഇപ്പൊ വിഷ്ണു എന്നോട് പറഞ്ഞു ഞാൻ വളരെ പ്രായം കുറഞ്ഞ പ്രസിഡന്റാണ്, പക്ഷെ അദ്ദേഹത്തിന് വഴി കാണിക്കാൻ നിങ്ങളെ പോലുള്ള സജ്ജനങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം പ്രായം ഒരു വിഷയമേ അല്ല. അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞ് ഇനി അടുത്ത തലമുറ വരുമ്പോ അവർക്കൊക്കെ മനസ്സിലാവണം നമ്മുടെ ക്ഷേത്രത്തിന്റെ മഹത്വം എന്താണെന്നും ഇവിടെ നടക്കുന്ന വിധാനങ്ങൾ എന്താണെന്നും ഇവിടുത്തെ ഭാവം എന്താണെന്നും ഈ ക്ഷേത്രത്തെ എൻ്റെ പൂർവികർ എങ്ങനെയാണോ അവരുടെ കാലത്ത് നന്നായി നോക്കിയത് അതുപോലെ ഞാനും എൻ്റെ ഈ ഒരു ജീവിത കാലയളവിൽ ഈ ക്ഷേത്രത്തെ നന്നായി നോക്കും എന്ന് നമ്മുടെ കുട്ടികൾ എന്ന് കരുതുന്നു, അന്നാണ് ഭഗവാൻ യഥാർത്ഥത്തിൽ സന്തോഷിക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനം ഇനിയും ഇതുപോലെ തന്നെ തുടരുക. അടുത്ത തലമുറയെ ഈ ക്ഷേത്രത്തിന്റെ സംസ്കാരം പഠിപ്പിക്കുക.
മഹാദേവൻ അതുപോലെ തന്നെ നാരായണൻ, രണ്ട് പ്രപഞ്ച ശക്തികളാണ് ഒരൊറ്റ ഭാഗത്ത് നമ്മളെ കാണാനായി ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു മഹത്വം മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു നാമം അറിയില്ല എന്നുണ്ടെങ്കിലും നാരായണാന്നോ നമശിവായോ എന്നോ അവരുടെ കുഞ്ഞു നാവിൽ നമുക്ക് ഇപ്പൊ പകർന്നു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ അവർക്ക് ഗുണം ചെയ്യും. കാരണം പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയുടെയും സംഹാരത്തിന്റെയും ഈശ്വരന്മാരെ ഒരൊറ്റ ക്ഷേത്രവളപ്പിൽ പ്രധാന ദേവതാ പരിവേഷത്തോടു കൂടി ചെന്ന് കണ്ട് തൊടാൻ സാധിക്കുന്ന ക്ഷേത്രങ്ങൾ കുറവാണ് കേരളത്തിൽ. ഗുരുവായൂർ പോലും നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കണ്ടു കഴിഞ്ഞാൽ മമ്മിയൂരപ്പനെ കാണാൻ പോണം കുറച്ചു ദൂരം. ഇവിടെ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെയും തൊട്ടടുത്ത് കാണാം, മമ്മിയൂരപ്പനെയും കാണാം. അപ്പൊ ആ മഹത്വം മനസ്സിലാക്കി ക്ഷേത്രത്തിന്റെ പാരമ്പര്യത്തെ എപ്പോഴും ഉയർത്തിപ്പിടിക്കുവാനും നമ്മളാലാവുന്ന തരത്തിലുള്ള പരിപോഷിപ്പിക്കൽ ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിനും ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനും നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്. ഈ മഹാദേവൻ നിങ്ങൾ ഇന്ന് സ്വീകരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന കുവളമാലയാണോ? ആണ്, തീർച്ചയായിട്ടും. നിങ്ങൾ കൊടുക്കുന്ന പിൻവിളക്ക് തീർച്ചയായിട്ടുമാണ്. നിങ്ങൾ കൊടുക്കുന്ന പായസങ്ങൾ ഭഗവാൻ സ്വീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ് നിങ്ങൾ അടുത്ത തലമുറയെ ഭഗവാൻ കൊടുക്കുക. വരാൻ പോകുന്ന കുട്ടികളെ, ഇവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെയാണ് ആ നടന്നു വരുന്നതൊക്കെ, അടുത്ത വരും തലമുറയിലെ. ഞാൻ തമാശ പറഞ്ഞല്ല. ആ കുട്ടികളാണ് നാളെ ഈ ക്ഷേത്രത്തെ കൊണ്ടു നടക്കേണ്ടത്. അപ്പൊ അവർക്ക് ആ സംസ്കാരം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇന്നത് പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇന്നിങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ പൂർവികർ നമുക്ക് തന്നുകൊണ്ടാണ്. അപ്പൊ അവർ നമുക്ക് തന്നിട്ടുള്ള ആ നിധിയെ ഉത്തരവാദിത്ത ബോധ്യത്തോടു കൂടി അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെ നമ്മൾ ഈ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് എനിക്ക് ഇനി ഒരു 1.5 മണിക്കൂർ നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ ആയതുകൊണ്ട് ആ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഈ കൈലാസനാഥൻ ഫാൻസ് ഉണ്ടോ? മഹാഭാരതം കണ്ടിട്ട് കൃഷ്ണന്റെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ, ഈ അടി ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രഭാഷണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്ന് ഒരു വിളക്ക് വെക്കുമ്പോൾ എത്ര തിരിടണം ഏട്ടാന്നും, ഏത് തിരിയാണ് ആദ്യം കത്തിക്കേണ്ടത്, ഇതൊക്കെ സാധാരണ പതിവുണ്ട്. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ശരിക്കും ഈ വിഷ്ണു ആണോ ശിവനാണോ കൂടുതൽ ശക്തി? ചില ആൾക്കാർ പറയുന്നു മഹാദേവനാണ് സംഹാരത്തിന്റെ ദേവൻ, അദ്ദേഹത്തെയാണല്ലോ ദേവന്മാരുടെ ദേവനായതുകൊണ്ട് മഹാദേവൻ എന്ന് വിളിക്കുന്നത് അല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തെ അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ മുകളിൽ കൊണ്ടുവയ്ക്കേണ്ടത്. അപ്പൊ മറ്റേ ആൾക്കാർ പറയും നിങ്ങളുടെ ശിവൻ എവിടെയായിരുന്നു ഭസ്മാസുരൻ ഓടിച്ചപ്പോൾ? നിങ്ങളുടെ ശിവൻ എവിടെയായിരുന്നു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായപ്പോൾ? ഞങ്ങളുടെ വിഷ്ണു അല്ലേ വന്ന് രക്ഷിച്ചത്? ഇങ്ങനെയൊക്കെ പറയും. ദയവായി നമ്മൾ അങ്ങനെ കരുതുന്നുണ്ടോ അത് നിങ്ങളുടെ താല്പര്യം, ഞാൻ അതിനെ നിഷേധിക്കാൻ, ഞാൻ നിങ്ങളെക്കാൾ പ്രായത്തിൽ കുറഞ്ഞായതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ദയവായി അടുത്ത തലമുറയ്ക്ക് ഈ ശിവനും വിഷ്ണുവും ഭേദഭാവം ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത്. നിങ്ങൾ ഇവിടെ 2 ശ്രീകോവിലിൽ ചെന്ന് തൊഴുന്നത് ഒരൊറ്റ വസ്തുവിനെ തന്നെയാണ്, ഒരേ ബ്രഹ്മവസ്തു തന്നെയാണ് 2 ഭാവത്തിൽ ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ വലിപ്പം അളക്കാൻ നമ്മൾ ആരും അല്ല എന്ന് മനസ്സിലാക്കുക. ശിവനാണോ വിഷ്ണുവാണോ വലുതെന്ന് നമ്മൾ അടികൂടുമ്പോൾ അവർ വളരെ സൗഹൃദത്തിലാണ് അവിടെ കഴിയുന്നത്. എന്തിനാണ് നമുക്കിടയിൽ ഈ ഫൈറ്റ്? ഇത് ഇപ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുവരുന്നത്. പിന്നെയും പണ്ട് കാലത്ത് ഇത് ഉണ്ടായിരുന്നു. ഇത് എറണാകുളം ജില്ലയല്ലേ അല്ലേ? പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന അടികളിൽ ഒന്നായിരുന്നു ശിവനാണോ വിഷ്ണുവാണോ വലുത് എന്നുള്ളത്. അത് ആ അടി തീർന്നത് ഒരു മഹാത്മാവിന്റെ ഇടപെടലുകൊണ്ടാ. ആ മഹാത്മാവ് ഈ ഭാരതം മുഴുവൻ നടന്ന് പഠിപ്പിച്ചു, നിങ്ങൾ ശിവൻ എന്നും വിഷ്ണു എന്നും ഗണപതി എന്നും സൂര്യൻ എന്നും ദേവി എന്നും മുരുകൻ എന്നൊക്കെ ചൊല്ലി വിളിക്കുന്ന പേര് ഒരു വസ്തുവിനെ തന്നെയാണെന്ന്. അദ്ദേഹം ജനിച്ച ജില്ലയിലാണ് നമ്മൾ ഇരിക്കുന്നത്, ശങ്കര ഭഗവത്പാദർ. അദ്ദേഹത്തിന്റെ പാരമ്പര്യമാണ് നമ്മൾ പിന്തുടരേണ്ടത്, അല്ലാതെ ശിവനാണോ വിഷ്ണുവാണോ വലുതെന്ന് നിർണ്ണയിക്കുന്നതല്ല. ഇന്ന് പല ക്ഷേത്രങ്ങളിലും 2 ഫാൻസ് അസോസിയേഷൻ ആയിട്ട് ഇവര് തമ്മിലുള്ള അടിയാണ്. ശിവന്റെ വഴിപാടുകൾ കുറഞ്ഞു പോയി, അത് കുറച്ചും കൂടെ കൂട്ടണം. വിഷ്ണുവിന് ഇവിടെ മുഴുക്കാപ്പ് എല്ലാ ദിവസവും വേണം. എന്തിനാണ് നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കുന്നത്? അതൊരു വസ്തുവാണ്, അവർ തമ്മിൽ യാതൊരു കുഴപ്പമില്ല.
കഥയിൽ പലതും പറയും. വിഷ്ണു ശിവനോട് യുദ്ധം ചെയ്തു, ശിവൻ വിഷ്ണുവിനോട് യുദ്ധം ചെയ്തു, ശിവൻ തോറ്റു, വിഷ്ണു ജയിച്ചു. അതൊക്കെ കഥ എന്ന് കരുതി ശിവനെയും വിഷ്ണുവിനെയും രണ്ടായി കാണുന്നവർക്ക് ആത്യന്തികമായിട്ടുള്ള ബ്രഹ്മബോധമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആ ശ്രീകോവിൽ രണ്ടിടത്ത് പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറി വിളിക്കണം, നിങ്ങൾ വിളിച്ചോളൂ. അന്യമന്ത്രേചനമൊക്കെ ഉണ്ട്, ദോഷമുണ്ട്, പോട്ടെ. ഒരു കുട്ടി നമശിവായ എന്ന് നാരായണന് മുമ്പ് പോയി ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ സുദർശനായിരിക്കും നിങ്ങൾ കരുതുന്നുണ്ടോ? മഹാദേവന്റെ മുമ്പ് പോയിട്ട് നാരായണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മഹാദേവൻ മൂന്നാമത്തെ കണ്ണ് തുറക്കും നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു കുട്ടി ഇല്ല. അതിനൊന്നും ആവശ്യമില്ല. അവർ വളരെ സൗഹൃദത്തിൽ അതൊറ്റ വസ്തുവായിട്ട് കഴിയുന്ന ആ ഭാവത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഒരു കാരണവശാലും ശിവനെയും വിഷ്ണുവിനെയും രണ്ടായി കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് വേണം എനിക്ക് തുടങ്ങാൻ. ഞാൻ തന്നെ ഇത് പല ഇന്റർവ്യൂസിലും എനിക്കൊന്നും ഷൂട്ട് ചെയ്യുന്നുണ്ട്. പൂനെയിൽ ഒരു പ്രഭാഷണത്തിന് പോയി. അപ്പൊ ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, കേട്ട ആൾക്കാർ ക്ഷമിക്കുക. അപ്പൊ അവിടെ താമസം ഏർപ്പാടാക്കിയിരുന്ന വീട്ടിലിരുന്നിട്ട് വിശ്രമിക്കുന്ന സമയത്ത് ആ വീട്ടിലെ മുത്തശ്ശിയുടെ പേരക്കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ ഫോണിൽ ഇങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, റീൽസ് കാണും എന്തോ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ എന്നോട് വന്നിട്ട് ആ കുട്ടി പറഞ്ഞു, ഏട്ടാ ഐ യൂസ്ഡ് ടു സീ യുവർ റീൽസ് ഇൻ ഇൻസ്റ്റാഗ്രാം. യു ആർ ടോക്കിംഗ് വെരി ഗുഡ് അബൌട്ട് ലോർഡ് കൃഷ്ണ. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഞാൻ പറഞ്ഞു താങ്ക് യു മോനെ. അവന് മലയാളം അറിയില്ല കാര്യമായിട്ട്. അവിടെ പഠിക്കുന്ന കുട്ടിയാ, പൂനെയിലുള്ള കുട്ടിയാ. അപ്പൊ ഞാൻ അവൻ വന്നതല്ലേ, നമ്മൾ ഒരാൾക്ക് ഒരു പരിഗണന കൊടുക്കണ്ടേ? ഒരു കുട്ടി വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ പിന്നെയും താങ്ക് യു, അത് ശരിയല്ല. അപ്പൊ ആ കുട്ടി വന്ന സമയത്ത് അവനോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഫോൺ ലോക്ക് ചെയ്ത്, പറ മോനെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നുള്ളത് ഞാൻ ചോദിച്ചു. ഇംഗ്ലീഷിൽ ചോദിക്കുന്ന സമയത്ത് അവൻ നോക്കുന്നത് എൻ്റെ ഫോണിലേക്കാണ്. എൻ്റെ ഫോൺ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ലോക്ക് ചെയ്ത സമയത്ത് അതിന്റെ വാൾപേപ്പർ അവൻ കണ്ടു. ആ സമയത്ത് എന്താ അറിയില്ല, അവിടെ മമ്മിയൂരപ്പന്റെ ഒരു ഫോട്ടോ, ഗുരുവായൂർ മഹാദേവന്റെ ഭംഗിയുള്ള ഒരു ഫോട്ടോ ആയിരുന്നു എന്റെ വാൾപേപ്പർ. എടുത്ത വഴിക്ക് കുട്ടി ഫോണിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഹൂ ഈസ് ദിസ്? അപ്പൊ ഞാൻ പറഞ്ഞു, ദിസ് ഈസ് ലോർഡ് ശിവ. ഞാൻ ഈ വാക്ക് പറഞ്ഞ ഉടനെ ആ കുട്ടിയുടെ പുരികം വല്ല ഈ മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെ ഒക്കെ ധനുസ് വളയില്ല, അതുപോലെ വളയണത്. ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, വൈ യു ആർ ഗെറ്റിംഗ് അപ്സെറ്റ്? എന്തിനാണ് അപ്സെറ്റ് ആവുന്നത്? ഉടനെ അവൻ എന്നോട് പറഞ്ഞു, ഹീ ഈസ് നോട്ട് എ ലോർഡ്, ഹീ ഈസ് നോട്ട് എ ഭഗവാൻ. ഇത് ഈശ്വരനല്ല എന്ന കുഞ്ഞുകുട്ടി, 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാട്ടോ, ആലോചിക്കണം. 7 വയസ്സാണ് അതിന് പ്രായം. അപ്പൊ ഞാൻ ചോദിച്ചു, ദെൻ ഹൂ ഈസ് ദിസ്? പിന്നെ ഇതാരാണ്? അവൻ പറഞ്ഞ വാക്ക് ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ തലയിൽ ഇത് കയറാൻ യാതൊരു സാധ്യതയില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ജനിച്ചു വന്നൊരു അച്ഛനും അമ്മയും അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കില്ല ആ കുട്ടിക്ക്. അപ്പൊ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, നിനക്ക് ആര് പറഞ്ഞു? ഹൂ ടോൾഡ് യു ദിസ്? അപ്പൊ അവൻ്റെ വാക്ക് പറഞ്ഞു, മൈ സ്വാമിജി ടോൾഡ് ദിസ്. എന്റെ ഗീതാ ക്ലാസ്സിൽ എന്റെ സ്വാമി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ പാരമ്പര്യം അതല്ല. ഞാൻ ഇപ്പോഴേ പറയാം. ശിവനെയും വിഷ്ണുവിനെയും ഭേദഭാവത്തിൽ കാണുന്ന ആളുകൾക്ക് ഞാൻ പറയുമ്പോൾ ഒരു പഞ്ചാക്ഷരം പോയിട്ട് അഷ്ടാക്ഷരം പോയിട്ട് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങനെ കൈകൂപ്പാനുള്ള അവസരമില്ലെന്ന് ഞാൻ പറയും. ശിവനെയും വിഷ്ണുവിനെയും രണ്ടായിട്ട് കാണുന്നവർ ദേവതാ ചൈതന്യത്തിന്റെ ഭാവത്തിൽ കണ്ടോളൂ, 2 സഹസ്രനാമം ചൊല്ലിക്കോളൂ, 2 പേർക്കും ഇഷ്ടപ്പെട്ട വഴിപാടുകൾ കഴിച്ചോളൂ, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ വലിപ്പച്ചെറുപ്പം കാണുന്നവർ ദയവായിട്ട് അങ്ങനെ ചെയ്യരുത്. നമ്മുടെ സനാതനധർമ്മം ഇന്ന് കാണുന്ന തരത്തിൽ മാറുന്നതിന് മുമ്പ് ഇവിടെ ശൈവമതവും വൈഷ്ണവ മതവും ഉണ്ടായിരുന്നു. ശൈവരും വൈഷ്ണവരും തമ്മിൽ ഗംഭീരമായിട്ടുള്ള അടി നടന്നിട്ടുണ്ട്. പല ആൾക്കാർക്കും ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ അടിയുടെ ഭാഗമായിട്ട്. പക്ഷെ അത് നിർത്തിച്ച മനുഷ്യന്റെ നാട്ടുകാരാണ് നമ്മൾ എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. ഞാൻ കാലടി കൂടെ അങ്ങോട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ ഈ ഭേദഭാവം ഉണ്ടാക്കുന്ന തരത്തിൽ കഥകൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക. ചില അമ്മമാരൊക്കെ പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ട് ഇങ്ങനെ സ്തംഭിച്ചു പോയിട്ടുണ്ട്. കാളകൂടം വിഷം വന്ന സമയത്ത് മഹാദേവൻ പോയിട്ട് അത് കുടിച്ചു. അപ്പൊ കുട്ടി ചോദിച്ചു, വിഷ്ണു എവിടെ പോയ അമ്മേ? വിഷ്ണുവിന് അതൊക്കെ പേടിയാണ് കുട്ടി, അതുകൊണ്ട് മഹാദേവൻ കുടിച്ചതെന്ന്. ഇങ്ങനെയുള്ള കഥകളാണ് നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദയവായി അങ്ങനെയുള്ള സംസ്കാരം നമുക്ക് വേണ്ട. ഒരാളെ ഉയർത്താനായിട്ട് മറ്റൊരാളെ താഴ്ത്തുക പറഞ്ഞാൽ വലിയ അപരാധം. നിങ്ങൾ ഈ ഭഗവാന്റെ നാട്ടുകാരായതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾക്ക് 2 ഒരുപോലെ കാണുന്ന മെന്റാലിറ്റി ഉള്ള ആൾക്കാരാ. പക്ഷെ നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല. അവർ ആ സംസ്കാരത്തിലേക്ക് വരുന്നേ ഉള്ളൂ. അവർ പലതരത്തിലുള്ള കഥകൾ കേൾക്കും, പുസ്തകങ്ങൾ വായിക്കും,
TV സീരിയൽ കാണും, അവരുടെ മനസ്സിലും ഫാൻസ് അസോസിയേഷൻ മെമ്പർഷിപ്പ് വരും ഒരു കാലത്തുമ്പോ. അതില്ലാണ്ടിരിക്കുക എന്നുള്ളതാ. വീണ്ടും പഴയ കാലത്തിലേക്ക് ഒരു വീട്ടിൽ തന്നെ 2 കുട്ടികൾ, ചേട്ടനും അനിയനും, ഒരാൾ ശൈവനായിട്ടും ഒരാൾ വൈഷ്ണവായിട്ടും വളരണോ? അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ എത്ര പേര് മണിരത്നം എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള സംവിധാനം ചെയ്യുന്ന മഹാത്മാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊക്കെ ഞാൻ വളരെയധികം ആദരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ അടുത്ത് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഒരു സിനിമ ഉണ്ടായിരുന്നു, തമിഴിന്റെ ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ കൾച്ചർ ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന പൊന്നിയൻ സെൽവൻ എന്ന് പറഞ്ഞൊരു സിനിമ. കണ്ട ആൾക്കാരുണ്ടാവും. കുന്തവൈ ഒക്കെ ഉണ്ടായിരുന്നു. ഐശ്വര്യ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അങ്ങനത്തെ സിനിമ ഉണ്ടെന്ന് ആൾക്കാർ മനസ്സിലാക്കണുള്ളൂ. അതില് ഈ നമ്മുടെ ജയറാമേട്ടൻ, പെരുമ്പാവൂരല്ല അദ്ദേഹത്തിന്റെ വീട് അല്ലെ, ജയറാമേട്ടൻ ചെയ്തൊരു കഥാപാത്രമുണ്ട്. നിങ്ങൾ സിനിമ ഒന്നുകൂടെ കാണുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ. അദ്ദേഹം അതിൽ വലിയ വൈഷ്ണവനാണ്, വിഷ്ണു ഭക്തനാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും നാരായണ നാരായണ എന്നുള്ള നാമം മാത്രമേ ജപിക്കുകയുള്ളൂ. നാരായണ നാമം ജപിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. നമശിവായ ജപിക്കരുതെന്ന് പറയുന്നതാണ് പ്രശ്നം. അത്രേ ഉള്ളൂ. അന്നുണ്ടായിരുന്ന അടി അനുസരിച്ച് ഒരു നാമം മാത്രം കേൾക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നാരായണ മാത്രം ജപിക്കുന്ന ആള് ശൈവന്റെ ഇടയിൽ പെട്ടപ്പോ അടിയായി. ആ സിനിമയിലുണ്ടായ രംഗം നിങ്ങൾ പോയാൽ നോക്കി കാണാം. അപ്പൊ വിഷ്ണുവാണ് വലുതെന്ന് പറഞ്ഞ് തല്ലുകൂടുന്ന കുറച്ച് ആൾക്കാർ, ശിവനാണ് വലുതെന്ന് പറഞ്ഞ് തല്ലുകൂടുന്ന കുറച്ച് ആൾക്കാർ, ഇവർ തമ്മിലുള്ള അടി. ഈ അടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തമിഴിലൊക്കെ കുറച്ച് സിനിമയൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ കുറച്ചുകൂടെ ഞാൻ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. സൂര്യ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് നടനുണ്ട്. ഒരു മുത്തശ്ശിയോടൊക്കെ ഞാൻ പറഞ്ഞപ്പോ സൂര്യ എന്ന് പറഞ്ഞ പണ്ട് ഏതോ പറങ്കിമല എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു സൂര്യ ഉണ്ട്, അവർ ഉദ്ദേശിച്ചത് ദാ സൂര്യല്ല. അദ്ദേഹത്തിന്റെ അനുജൻ കാർത്തി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ആ സിനിമയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സിനിമ കഥ പറയാനല്ലോ അവിടെ വന്നത്. ഈ തല്ലുകൂടുന്ന ആൾക്കാരെ പിടിച്ചു മാറ്റിയിട്ട് തമിഴിലുള്ള ഒരു പഴഞ്ചൊല്ല് അദ്ദേഹം ആ സിനിമയിൽ പറയുന്നുണ്ട്. ശിവനാണ് വിഷ്ണുവാണ് വലുതെന്ന് പറഞ്ഞ് അടികൂടുന്ന ആൾക്കാരെ 2 ഭാഗത്തേക്ക് മാറ്റി നിർത്തി തമിഴിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോവർബ്, തമിഴിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പഴഞ്ചൊല്ല് ആ സിനിമയിൽ കോട്ട് ചെയ്തിട്ടുണ്ട് മണിരത്നം. അത് ആ സിനിമയിൽ കോട്ട് ചെയ്തല്ല, അത് മുമ്പേ ഉള്ള പഴഞ്ചൊല്ല, പണ്ടേ ഉണ്ട്. തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും വളരെ പ്രചാരത്തിലുള്ള ഒരു പഴഞ്ചൊല്ല. എന്താണെന്ന് അറിയുന്നത്? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? തമിഴ് കുറച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന. ഹരിയും ഹരനും ഒன்று അത് തെരിയാതവൻ വായിലെ മണ്ണ് എന്നാണ്. സിമ്പിളാണ്. ഹരിയും ഹരനും ഒன்று അത് തെരിയാതവൻ വായിലെ മണ്ണ്. ശിവനും വിഷ്ണു ഒന്നാണ്, അത് മനസ്സിലാക്കാത്തവന്റെ വായിൽ മണ്ണാണെന്നാണ് സാരം. എപ്പോഴാണ് വായിൽ മണ്ണ് പറ്റുക? ശിവനെയും വിഷ്ണുവിനെയും 2ആയി കണ്ട് ഭേദഭാവത്തോടുകൂടി ജീവിക്കുന്നവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നുള്ള മെന്റാലിറ്റി ഉള്ളവനാണെന്നാണ് ഞാൻ പറയുന്നത് സാരം. അതുകൊണ്ട് ദയവായി നമ്മുടെ സംസ്കാരം അതല്ല. നോക്കൂ, നമ്മൾ ഈ കേരളത്തെ വിളിക്കുക, ഞാനിതിപ്പോ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, നമ്മൾ ഈ കേരളത്തെ വിളിക്കുക ഭാർഗവ ക്ഷേത്രം എന്നാണ്, പരശുരാമ ഭൂമി എന്നാണ്. ആ പരശുരാമസ്വാമിയായിട്ടുള്ള ഭഗവാൻ നാരായണൻ, അദ്ദേഹത്തിന്റെ അവതാരമാണ് പരശുരാമൻ. അദ്ദേഹമാണ് ഈ പ്രദേശത്തെ വീണ്ടെടുത്തതെന്നാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹം വീണ്ടെടുത്തതെന്ന മണ്ണിലാണ് ഈ കാല് നമ്മളിങ്ങനെ ചവിട്ടുന്നത്. ആ പരശുരാമസ്വാമിയായിട്ട് ഭഗവാൻ സ്വയം നാരായണൻ അവതരിച്ച സമയത്ത് അദ്ദേഹം ഗുരുസ്ഥാനത്ത് കണ്ടത് ആരെയായിരുന്നു? സാക്ഷാൽ മഹാദേവനെയാണ്. പരശുരാമസ്വാമിയുടെ ഗുരുനാഥനായിരുന്നു ശിവൻ. ശങ്കര ഭഗവത്പാദരുടെ പാരമ്പര്യമുള്ള നമ്മള്, പരശുരാമസ്വാമിയുടെ പാരമ്പര്യമുള്ള നമ്മള്, നമുക്ക് ഈ അടിയുടെ ആവശ്യമുണ്ടോ? നമ്മൾ ഈ അടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും അവരിതൊക്കെ കണ്ട് തമാശയായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പേരും പറഞ്ഞ ആൾക്കാർ അടി കൂടുതൽ കണ്ടില്ലേ എന്ന് പറഞ്ഞ് അവർ ചിരിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ദയവായി കുട്ടികൾക്ക് വിഷ്ണുവിന്റെയും ശിവന്റെയും ഭേദഭാവമുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക. എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. പല സപ്താഹവേദികളിലും ഈ വൃത്രാസുര ചരിത്രം പറയുന്ന സമയത്ത്, ഈ ഭസ്മാസുരന്റെ കഥ പറയുന്ന സമയത്ത് ചില ആചാര്യന്മാര് മഹാദേവനെ ഇങ്ങോട്ട് ഇൻസൾട്ട് ചെയ്യുന്ന കാണാം. ശിവൻ പുറകെ ഓടിയ സമയത്ത് ഭസ്മാസുരൻ ശിവന്റെ പുറകെ ഓടി. ആരെയാണ് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞിട്ട്? ഏത് വലിയ ആചാര്യനും ആയിക്കോട്ടെ, എന്ത് അധികാരമാണ് അദ്ദേഹത്തിനുള്ളത്? വിഷ്ണുവിനെ ഉയർത്താനായിട്ട് മഹാദേവനെ താഴ്ത്താനുള്ള അധികാരം ആർക്കാണുള്ളത്? ഒരാൾക്കുമില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകും വിഷ്ണുവിന്റെയാണ്. ഞാൻ പറയാം, വിഷ്ണുവിനെ ഉയർത്താനായിട്ട് മഹാദേവനെ താഴ്ത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരെ വിഷ്ണുവിന്റെ കോപമാണ്. തിരിച്ചും ഗുരുവായൂരപ്പനെ കുറിച്ച് ഗുരുവായൂരപ്പൻ എത്ര നല്ല രീതിയിലാണ് അത് കൊണ്ടു നടക്കുന്നത്.
ഗുരുവായൂരപ്പൻ നോക്കൂ, ശൈവരും വൈഷ്ണവരും ഭേദഭാവത്തോടുകൂടി എപ്പോഴും നിലനിൽക്കണം എന്നുള്ള ചിന്താഗതി നിലനിന്നിരുന്ന കാലത്ത് പോലും ഗുരുവായൂരപ്പൻ പറയുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു കഴിഞ്ഞാൽ എന്നെ മാത്രം കണ്ടാൽ പോരാ, എന്റെ മമ്മിയൂരപ്പനെ പോയി കാണണം. തീർന്നിട്ടില്ല. ഗുരുവായൂരപ്പന്റെ ആ ചതുർബാഹു വിഗ്രഹം ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്തുകൊണ്ടാണ് നമുക്കൊരു ഗുരുവായൂർ കിട്ടിയത്? ഗുരുവായൂർ നമുക്ക് കിട്ടിയത് മഹാദേവനുള്ളതുകൊണ്ടാണ്. ഗുരുവും വായുവും കൂടെ കൊണ്ടുവന്നിരുന്ന ആ വിഗ്രഹം താഴേക്ക് ഇറക്കാൻ ഒറ്റ റീസണേ ഉള്ളൂ, അത് മഹാദേവന്റെ പാദസ്പർശം പതിഞ്ഞ മണ്ണാണെന്നുള്ളതാണ്. അവിടെ വന്നിറങ്ങി ഇതിവിടെ പ്രതിഷ്ഠിക്കട്ടെ എന്ന് ചോദിച്ചു, സ്വന്തം സ്ഥലം വിട്ടുകൊടുത്ത് മാറിയിരുന്നു. ആ മാറിയിരുന്ന മഹിമ, ആ മഹിമയുള്ള ഊര് പിന്നീട് മമ്മിയൂരായിട്ട് മാറി. നമുക്ക് ഗുരുവായൂർ കിട്ടിയത് മഹാദേവൻ കാരണമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഗുരുവായൂരപ്പനെ കണ്ടു കഴിഞ്ഞാൽ മമ്മിയൂടെ പോയി തൊഴണമെന്ന്. നമ്മുടെ എനിക്ക് നിങ്ങളോടൊക്കെ വലിയ ആദരവാണുള്ളത് ആ കാര്യത്തിൽ. ഇപ്പൊ ഞങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ കണ്ടു കഴിഞ്ഞാൽ മമ്മിയൂരിന്റെ മുമ്പ് കൂടെ പോകുമ്പോ അങ്ങനെ ഈ ദൂരപ്രദേശത്ത് വരുന്ന ആൾക്കാരൊക്കെ എന്തായാലും പോകും. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ്, മറ്റേ ഭഗവതിർ അവിടെ തൊഴുമ്പോ അങ്ങോട്ട് നോക്കി തൊഴുതു കഴിഞ്ഞാൽ മമ്മിയൂരുണ്ട്. അദ്ദേഹത്തെ നമുക്ക് കിട്ടിയത് അവിടെ ഇരിക്കുന്ന ആളുള്ളത് കൊണ്ടാണല്ലോ എന്നുള്ള ബോധ്യമുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് ഓടും. ഇനി അവിടെയും പോകാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഭഗവാൻ ഈ പല്ലാരിമംഗൽ തപ്പൻ കാരണമാണല്ലോ ഞങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കിട്ടിയെന്ന് ചിന്തിച്ചാൽ മതി. ധാരാളം, മോർ ദാൻ ഇനഫ്. ഇതേ ഭഗവാൻ തന്നെ അവിടെയുള്ളത്. നിങ്ങൾക്ക് ഇനിയിപ്പോ ഒരു തവണ മമ്മിയൂര് പോകാൻ പറ്റിയില്ല, ഗുരുവായൂരപ്പൻ വിഷമിക്കോ, ഗുരുവായൂരപ്പൻ കോപിക്കോ, എന്തിനാ അതിന്റെ വിഷമം? ഇവിടെ വന്നു തൊഴുക. ഞാനതാ പറഞ്ഞത്, ഗുരുവായൂരപ്പൻ ഒട്ടും ഈ ഭേദഭാവം ഇല്ല. അത് ശൈവ വൈഷ്ണവ ശാക്തേയ ഭേദഭാവം ഒട്ടുമില്ലാത്തൊരു സ്ഥലമാണ് ഗുരുവായൂർ. ശിവനാണോ വലുത്, വിഷ്ണു ആണോ വലുത്, ദേവിയാണോ വലുത്, ഈ ചിന്തയ്ക്ക് ഒരു അടിസ്ഥാനം ഇല്ലാത്ത ആരാധനാലയം കേരളത്തിലുണ്ടെങ്കിൽ ഏറ്റവും വലിയ സ്ഥാനം ഞാൻ എപ്പോഴും കൊടുക്കുക ഗുരുവായൂരിനാണ്. നമുക്ക് ഗുരുവായൂരപ്പന്റെ ആറാട്ട് നടക്കുന്ന, നമ്മളൊക്കെ പ്രസാദം ഇട്ട് കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന, നമ്മൾ തീർത്ഥമായിട്ട് കാണുന്ന ആ ഗുരുവായൂരപ്പന്റെ കുളത്തിന്റെ പേരെന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ? എന്താ അതിന്റെ പേര്? ഗുരുവായൂരിലെ കുളം എന്നോ? എന്താ അതിന്റെ പേര്? രുദ്രതീർത്ഥം എന്നാണ് അതിന്റെ പേര്. മഹാദേവന്റെ പേരിലാണ് ഭഗവാന്റെ സാക്ഷാൽ തീർത്ഥം അറിയപ്പെടുന്നത്. ഭഗവാൻ ഉച്ചപൂജ ആറാട്ട് ദിവസം നടക്കുന്നത് ഭഗവതിയുടെ വാതിൽക്കെട്ടിലാണ്. പൂജിക്കപ്പെടുന്ന വിഷ്ണുവാണ്. നോക്കൂ, ഒരേ സമയം ശിവൻ, ഒരേ സമയം വിഷ്ണു, ഒരേ സമയം ദേവി. നമുക്കിതാണ് നമ്മുടെ പാരമ്പര്യം. ഇതിനൊക്കെ ഒരുപോലെ കാണുക എന്നുള്ളതാണ്. ഫാൻ ഫൈറ്റിനുള്ള സ്ഥലമല്ല അതൊന്നും. മഹാദേവന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ ഭജിക്കുക എന്ന് പറയും ചില ആൾക്കാർ. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ഉണ്ടാവണമെങ്കിൽ മഹാദേവനെ ഭജിക്കാൻ പറയും ചില ആളുകൾ. കാരണം അതൊരു ഒറ്റ വസ്തുവാണ്. പിന്നെ അവര് തമ്മിൽ കലഹം ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ വെറും ലീല എന്നുള്ള ഭാവത്തിൽ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നമ്മൾ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്, ഓരോരുത്തരുള്ള ഗുണങ്ങൾ വ്യത്യസ്തമാണ്. അപ്പൊ ഓരോ ഗുണങ്ങൾക്കനുസരിച്ചും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ദേവതാഭാവങ്ങൾ വേണം. അതിനാണ് ശിവൻ, വിഷ്ണു, ദേവി, ഗണപതി, മുരുകൻ എന്നൊക്കെ പറഞ്ഞ ഓരോ ദേവതകളെ നമുക്ക് തന്നിട്ടുള്ളത്. അതൊക്കെ ഒറ്റ വസ്തു തന്നെയാണ്. നിങ്ങൾ ഏത് നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയൊക്കെ നടക്കുന്ന അമ്പലങ്ങളിൽ പോയിട്ട് അവിടെ കലശാഭിഷേകം ചെയ്യുമ്പോൾ ചോദിക്കും, ഇവിടെ അഭിഷേകം ചെയ്യുന്ന കലശത്തിന്റെ പേര് മുരുകൻ കലശം, കൃഷ്ണ കലശം എന്നൊന്നുമില്ല, എല്ലാം ബ്രഹ്മകലശ. എല്ലാതും ബ്രഹ്മകലശാഭിഷേകം. എല്ലാത്തിലുള്ളത് ബ്രഹ്മവസ്തുവാണ്. നമ്മൾ അതിനെ പല പല പേരിട്ട് വിളിക്കുന്നു. എങ്ങനെയാണോ പാലിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ നമ്മൾ ഐസ്ക്രീം എന്നും പേട എന്നും ചീസ് എന്നും മോരെന്നും തൈര് എന്നൊക്കെ വിളിക്കുന്നത്, എല്ലാം ഒറ്റ വസ്തുവാ, അതൊന്നും ഉണ്ടാക്കിയെടുത്തുള്ളതാ. അതിൽ തന്നെ ഏറ്റവും വിശേഷപ്പെട്ട രണ്ട് ഭാവങ്ങൾ ശിവൻ, വിഷ്ണു. അതിൽ തന്നെ ഭഗവാന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ മറ്റൊരു വശത്തേക്ക് പോവാം. ഇനി ഇവർ തമ്മിൽ ഭേദഭാവം കണ്ട ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ശിവനെയും വിഷ്ണുവിനെയും രണ്ടായി കാണുന്നവർ. തമിഴില് നന്ദനാർ എന്ന് പറഞ്ഞിട്ടൊരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കഥ നമുക്ക് പറ്റുമെങ്കിൽ അവസാനം ഒന്ന് പറയാം. നന്ദനാര് കവിയായിരുന്നു. നന്ദനാര് ഭഗവാനെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. മഹാദേവനെ കുറിച്ച് വലിയ ശിവഭക്തനായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരിക്കൽ വഴിവക്കിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രേ, അലമുറയിട്ട് കരയുക. അപ്പൊ അദ്ദേഹത്തിന്റെ സമീപത്തൂടെ പോയിരുന്ന അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ചോദിച്ചു തരാം നന്ദനാരോട്, എന്തിനാണ് കരയുന്നത് എന്ന്. അപ്പൊ അദ്ദേഹം, നോക്കൂ, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാം, പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ ആ ഒരു സംസ്കാരം വളരെ കൂടുതലാണ്. എന്റെ നാട്ടില് വെച്ചാൽ തൃശ്ശൂരിൽ നിന്ന് അങ്ങട്, തൃശ്ശൂരും ഒരു പരിധി വരെ, തൃശ്ശൂർ തൊട്ട് മുകളിലേക്ക് എടുത്തോളൂ. തൃശ്ശൂർ തൊട്ട് മുകളിലേക്ക് ശിവൻ ആരാന്നറിയൂ? തൃശ്ശൂർ തൊട്ട് മുകളിലേക്ക് ശിവൻ
ഭഗവാനാണ്, അല്ലെങ്കിൽ മഹാദേവനാണ്, ഭഗവാനെ എന്ന് വിളിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇങ്ങോട്ട് വരുന്തോറും എറണാകുളം തൊട്ടിട്ട് ഇങ്ങോട്ട് ശിവൻ ആരെന്ന് ചോദിച്ചാൽ അവരൊക്കെ പറയും അച്ഛനാണെന്ന്. അച്ഛാന്ന് വിളിക്കുന്ന ആൾ. കോട്ടയത്തൊക്കെ ഞാൻ പോകുമ്പോൾ എല്ലാവരും അച്ഛനാണ്. വൈക്കത്ത് പോയിട്ട് അച്ഛനെ കണ്ടുവരാം, ഏറ്റുമാനൂർ പോയിട്ട് അച്ഛനെ കണ്ടുവരാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. യഥാർത്ഥത്തിൽ ഭഗവാന്റെ സ്ഥാനം ഈ ലോകത്തിന്റെ മുഴുവൻ പിതാവിന്റെ സ്ഥാനമാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ അച്ഛനാണ്. ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള മുത്തശ്ശി ഉണ്ടെങ്കിൽ മുത്തശ്ശിയുടെയും ഇവിടെ ഇന്നലെ ജനിച്ചു വീണ കുട്ടിയുടെയും പിതാവിന്റെ സ്ഥാനം അലങ്കരിക്കുന്ന ഭഗവാനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് രഘുവംശത്തിന്റെ 1-ാമത്തെ ശ്ലോകത്തിൽ കാളിദാസൻ എഴുതിയത്, വാക്കും അർത്ഥവും എങ്ങനെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നുവോ അതുപോലെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ജഗത്തിന്റെ മുഴുവൻ മാതാപിതാക്കളായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരെ ഞാൻ നമസ്കരിക്കുന്നു. ശിവൻ എന്ന് പറഞ്ഞ അച്ഛനാണ്. നമ്മളാണ് ഇവിടെ ഭഗവാനെ എന്ന് വിളിക്കുക. നിങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ട് ശിവനെ ആൾക്കാർ വിളിക്കുന്നത് അപ്പനെ വിളിക്കുള്ളൂ. അവര് എന്നപ്പനല്ലവ എന്തായുമല്ലവ എന്ന് പറഞ്ഞിട്ട് നന്ദഗോവിന്ദം പാട്ടൊക്കെ പാടുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പനാണ്, എന്റെ അച്ഛനാണ്, എന്റെ അച്ഛനോട് എന്റെ അമ്മയാണ്. തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു ഒരു അമ്പലമുണ്ട്, അമ്മയപ്പൻ ക്ഷേത്രം എന്നുണ്ട്. മഹാദേവനാണ്. അച്ഛനും അദ്ദേഹമാണ്, അമ്മ അദ്ദേഹമാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള നന്ദനാര് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്ന് ചോദിച്ചു അത്രേ, നന്ദനാര് എന്തിനാണ് കരയുന്നത് എന്ന്. അപ്പൊ അദ്ദേഹം അലമുറയിട്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത്രേ, എന്റെ അച്ഛന് ശരീരം ഇല്ലാണ്ടായി പോയല്ലോ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് വിഷമിക്കുന്നത്? ശിവന് ശരീരമില്ലെന്ന് ആര് പറഞ്ഞു? ശിവന് ശരീരമുണ്ട്. ചന്ദ്രശേഖരനായിട്ടുള്ള, നാഗഭൂഷിതനായിട്ടുള്ള, നീലകണ്ഠനായിട്ടുള്ള ശിവനുണ്ടല്ലോ, അദ്ദേഹത്തിന് ശരീരം ഉണ്ടല്ലോ. നന്ദനാര് പറഞ്ഞു, അത് വെറും അവന്റെ കളിക്കുന്ന നമ്മളെ കളിപ്പിക്കുന്ന അവൻ, ശരിക്കും അവന് ശരീരമില്ല എന്ന്. അവൻ എന്നൊക്കെ വിളിക്കണം, അദ്ദേഹത്തിന്റെ ലൈസൻസ് ആണ് ഞാൻ പറഞ്ഞത്. തമിഴിലൊക്കെ അങ്ങനെയാ, ദൈവങ്ങളൊക്കെ നീ എന്നൊക്കെ പണ്ടാ വിളിക്കുക അല്ലേ. അപ്പൊ അദ്ദേഹം നമ്മളോട് വെറുതെ പറ്റിക്കുകയാണ് നമ്മൾ, അദ്ദേഹത്തിന് ശരീരം യഥാർത്ഥത ഇല്ല എന്ന് പറഞ്ഞു നന്ദനാര്. അപ്പൊ അതെങ്ങനെ ശരിയാവും നന്ദനാര്? അപ്പൊ നമ്മൾ ഈ കാണുന്ന ശരീരം എന്താന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു വരിയാണ് അദ്ദേഹം വെറുതെ ഒരു പാട്ടായിട്ട് പറഞ്ഞു പോയത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിന്റെ തമിഴ് വേർഷൻ അല്ല പറയുന്നത്, മലയാളം വേർഷൻ ഇങ്ങനെയാണ് ഏകദേശം. അദ്ദേഹം പറഞ്ഞു അത്രേ, എന്റെ അപ്പന് ശരീരമില്ല, എന്റെ അപ്പന്റെ ശരീരത്തിന്റെ പകുതി പാർവതി എന്ന് പറയുന്ന ഒരു ശീമാട്ടി വന്ന് കട്ടുകൊണ്ട് പോയി. ബാക്കി പകുതി എന്റെ അപ്പൻ ഉണ്ടായിരുന്നു, അവളുടെ ആങ്ങള ഒരുത്തൻ അത് വന്ന് ബാക്കിയും കൊണ്ടുപോയി. ഒരേ സമയം ഭഗവാൻ അർദ്ധനാരീശ്വരനുമാണ്, അതേസമയം ഭഗവാൻ ശങ്കരനാരായണനുമാണ് മഹാദേവൻ. പല ആളുകളും പറയുന്നത് ഭഗവാൻ സ്വന്തമായിട്ട് ശരീരം പോലും ഇല്ല. നമുക്ക് പകുതി ശിവൻ, പകുതി ദേവി, പകുതി വിഷ്ണു. ആ ഭാവത്തിരിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ രണ്ടായിട്ട് കാണാൻ ശ്രമിക്കുന്നത്. ദയവായിട്ട് അങ്ങനെ കാണാതിരിക്കുക. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭക്തനാണ് അപ്പുറത്തിരിക്കുന്നത് എന്നാ പറയാ. ഇപ്പൊ ഞാൻ ഇത് കോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ കുറച്ച് പുറകിലിരിക്കുന്നുണ്ട്. അവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കണക്ട് ആവും. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ മക്കളെ, ഈ ചന്ദ്രചൂട ശിവശങ്കര പാർവതി രമണ, കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അത് ഞങ്ങൾ കേട്ടിട്ടുണ്ടേ. ആ പാട്ടിലൊരു വരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എനിക്ക് പാടാനൊന്നും അറിയില്ല, ഞാൻ പാടില്ല. ഖൊരലരി ഭസ്മ രുദ്രാക്ഷ ധരിസിത പരമ വൈഷ്ണവനു നീനെ, ഗരുഡ ഗമന നമ്മ പുരന്ധര വിട്ടലന പ്രാണപ്രിയനും നീനെ എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? അങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. ഖൊരലരി ഭസ്മ രുദ്രാക്ഷ ധരിസിത പരമ വൈഷ്ണവനു നീനെ എന്നാ പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? രുദ്രാക്ഷം ധരിച്ചിട്ടുള്ളവനും ത്രിപുണ്ഡം ധരിച്ചിട്ടുള്ളവനുമായിട്ടുള്ള ഭഗവാനെ. നോക്കൂ, വൈഷ്ണവ സമ്പ്രദായം ഫോളോ ചെയ്യുന്ന ആൾക്കാർ സാധാരണ രുദ്രാക്ഷം ധരിക്കാറില്ല. അവർ സാധാരണ തുളസി മാലയാണ് ധരിക്കുക. തുളസി, ആ പാട്ടില്ലേ അത്. സാധാരണ അവർ ത്രിപുണ്ഡം ധരിക്കാറില്ല, അവര് ഗോപീചന്ദനമാണ് ധരിക്കാറുള്ളത്. എന്നാൽ ലോകത്ത് ഒരാൾ മാത്രം കഴുത്തിൽ രുദ്രാക്ഷം ധരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ മാത്രം ത്രിപുണ്ഡം ഭസ്മം ധരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ആളാണ് പരമമായിട്ടുള്ള വൈഷ്ണവൻ. അതാരാണ്? ശിവൻ. സാധാരണ വൈഷ്ണവരൊന്നും ചെയ്യാത്ത സാധനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഭഗവാനെ അങ്ങാണ് ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വിഷ്ണുഭക്തൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട മഹാദേവനെ ഒന്ന് താഴ്ത്തി വിഷ്ണുവിനെ ഉയർത്തി, അങ്ങനെയല്ല. അടുത്ത വരിയിൽ പറയുന്നു, ഗരുഡ ഗമന നമ്മ പുരന്ധര വിട്ടലന പ്രാണ പ്രിയനും നീനേന്നാണ്. ഗരുഡന്റെ പുറത്തേറി സഞ്ചരിക്കുന്ന ആ ഭഗവാൻ പ്രാണനായിട്ട് കാണുന്നത് ഭഗവാനെ അങ്ങയല്ലേ എന്ന് ആണ് വരിയുടെ അർത്ഥം.
അത്രയധികം ഭേദഭാവം ഇല്ലാത്ത രണ്ട് ചൈതന്യങ്ങളാണ് ശിവനും വിഷ്ണു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാണാം. മഹാദേവന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭക്തന്മാരുടെ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കൃഷ്ണനെ കോട്ട് ചെയ്യാതെ പറ്റില്ല. പ്രത്യേകിച്ച് ഭഗവാൻ നാരായണൻ കൃഷ്ണാവതാരം എടുത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ പൂജിച്ചിരുന്ന ദേവത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ദേവിയും രണ്ട് മഹാദേവനുമാണ്. എത്രയോ സന്ദർഭങ്ങളിലും മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു കൊല്ലപ്പെടുന്ന സമയത്ത് ജയദ്രഥനെ നാളെ സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് ഞാൻ വധിക്കും, ഇല്ലെങ്കിൽ ഞാൻ എന്റെ ശരീരം ഉപേക്ഷിക്കും എന്ന് അർജുനൻ തപസ് ചെയ്യുന്ന സമയത്ത് ഒരു രാത്രി മുഴുവൻ ജലത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ശ്രീരുദ്രം ജപിക്കുന്ന കൃഷ്ണനെ നിങ്ങൾക്ക് മഹാഭാരതത്തിൽ കാണാം. എന്തിനാണ്? ഭഗവാനല്ലേ, അദ്ദേഹത്തിന് വേണമെങ്കിൽ അർജുനെ രക്ഷിക്കായിരുന്നല്ലോ, എന്തിനാണ് ശിവനെ പൂജിച്ചതെന്ന് ചോദിക്കാനുള്ള വിഡ്ഢിത്തം നമുക്ക് ഉണ്ടാവരുതെന്നാണ് ഞാൻ പറഞ്ഞത്. എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞു, ഗുരുവായൂരപ്പൻ നല്ല ഉണ്ണികളെ തരുന്നു, മഹാദേവന് നല്ല ഉണ്ണികളെ തരും കേട്ടോ. മഹാദേവന്റെയും പാരമ്പര്യമാണ് നല്ല മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുക എന്ന്. ഭഗവാന്റെ മക്കളൊക്കെ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ തൊട്ടിപ്പുറത്ത് ഭഗവാന്റെ ഒരു മകൻ ഇരിക്കുന്നുണ്ട്. സാക്ഷാൽ കൃഷ്ണന് പോലും ഒരു മകൻ ഉണ്ടായത് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണ്. ജാമ്പവതി എന്ന് വിളിക്കപ്പെടുന്ന ഭാര്യയിൽ ഭഗവാന് പുത്രന്മാരുണ്ടായില്ല. രുക്മിണിയിൽ പ്രദ്യുമ്നൻ തുടങ്ങിയിട്ടുള്ള കുട്ടികളുണ്ടായി, സത്യഭാമയിൽ ഉണ്ടായി, ബാക്കിയുള്ള ഭാര്യമാരിലൊക്കെ ഉണ്ടായപ്പോ ഈ പെൺകുട്ടിക്ക് ഒരു വിഷമം, എനിക്ക് മാത്രം അമ്മയാവാൻ സാധിക്കുന്നില്ലല്ലോ. ഭഗവാനോട് പറഞ്ഞു, എനിക്കൊരു ഉണ്ണി വേണം. അപ്പൊ ഭഗവാൻ എന്താ ചെയ്ത്? അദ്ദേഹം സ്വയം നാരായണനായതുകൊണ്ട് ജാമ്പവതി ഗർഭിണിയാവട്ടെ, അതല്ല രീതി. അദ്ദേഹം ജാമ്പവതിയെ കൊണ്ട് ഉപമന്യു എന്ന് വിളിക്കപ്പെടുന്ന മഹർഷിയുടെ ആശ്രമത്തിൽ പോയി. ഉപമന്യു വലിയ ശിവഭക്തനായിരുന്നു. ഉപമന്യുവിനെ നമസ്കരിച്ചു ഭഗവാൻ. എന്നിട്ട് പറഞ്ഞു, നല്ല ഒരു ഉണ്ണി ഉണ്ടാവാനുള്ള വ്രതത്തെ ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നാലും. ഇദ്ദേഹം ഗുരുവായൂരപ്പം വന്ന് നമസ്കരിക്കേണ്ടപ്പോ ഉപമന്യു ചാടി എണീറ്റ് പറഞ്ഞു, ഭഗവാൻ അങ്ങ് സ്വയം നാരായണൻ, അങ്ങ് വിളിച്ച മഹാദേവൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും, എന്നെ പരീക്ഷിക്കരുതെന്ന്. അപ്പൊ ഭഗവാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് ഞാൻ എല്ലായിടത്തും പറയാറുള്ളത്. ഞാൻ ഒരു മനുഷ്യ ശരീരത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് മാതൃകയാവാൻ വേണ്ടി ഞാൻ അത് അനുഷ്ഠിക്കാൻ തയ്യാറാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അല്ലാണ്ട് എനിക്കായിട്ട് സ്പെഷ്യലായിട്ടൊന്നും വേണ്ട. അങ്ങനെ ഉപമന്യു എന്ന് വിളിക്കപ്പെടുന്ന മഹർഷി പാശുപതം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്രതം, പാശുപത അസ്ത്രം മാത്രമല്ല, പാശുപത വ്രതം ഉണ്ട്. ആ പാശുപത വ്രതം ഒരു വർഷക്കാലം കൃഷ്ണനും ജാമ്പവതിയും നോറ്റുവെന്നും ആ ജാമ്പവതിക്ക് ആ പാശുപത വ്രതത്തിന്റെ ഒരു ലഭ്യത കൊണ്ട് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടായെന്നും ആ പുത്രന് മഹാദേവന്റെ പേരിട്ടു ഭഗവാൻ എന്നാണ്. എന്താ പേര്? സാമ്പൻ. സാമ്പൻ എന്ന് വിളിക്കപ്പെടുന്ന കൃഷ്ണന്റെ മകൻ ശിവന്റെ പ്രീതി കൊണ്ടുണ്ടായതാണ്. എന്നിട്ട് നമ്മൾ അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, സ്വന്തം മകന് ശിവന്റെ പേരിട്ട ആളെയാണ് നമ്മൾ ശിവവിരോധിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പൻ എന്ന പദത്തിന്റെ തന്നെ അർത്ഥം എന്താണ്? അമ്പയോട് കൂടിയവൻ എന്നാ, അമ്മയോടൊപ്പം ഇരിക്കുന്നവൻ ശിവൻ. ആ സാമ്പനാണ് കുറച്ച് കഴിഞ്ഞപ്പോ വയറില് തലയണയൊക്കെ കെട്ടിവെച്ചിട്ട് മഹർഷിമാരോട് ചോദിച്ചത്, ഞാൻ പ്രസവിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന്. ആ സാമ്പനാണ് ശാപം കിട്ടിയത്, ഇത് രണ്ടുമല്ല ഇരുമ്പൊലക്കെ പ്രസവിക്കട്ടെ എന്ന്. ആ ഇരുമ്പൊലക്കയുടെ അഗ്രഭാഗം കൊണ്ടാണ് ഭഗവാൻ നാരായണന്റെ പോലും സ്വർഗാരോഹണം പിന്നീട് ഉണ്ടാവുന്നത്. അദ്ദേഹം നിങ്ങൾക്ക് അറിയാം. നോക്കൂ, മഹാദേവൻ അനുഗ്രഹിച്ചുണ്ടായിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടിയിൽ പോലും നോക്കൂ, ആ കുട്ടിയിൽ നിന്നാണ് യാദവ വംശത്തിന്റെ മുഴുവൻ സംഹാരം തുടങ്ങുന്നത്. ആ ഒറ്റ കുട്ടിയിൽ നിന്ന്, സാമ്പനിൽ നിന്ന്. മഹാദേവന്റെ സ്വഭാവം ആ കുട്ടിയിലുണ്ടായിരുന്നു, സംഹാരത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം കുടുംബം മുടിക്കുന്ന കുട്ടികളാവുന്നല്ല ഞാൻ പറഞ്ഞത്. നല്ല സന്താനങ്ങൾ ഉണ്ടാവാൻ മഹാദേവനെ ഭജിക്കുന്ന അത്യുത്തമമാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ള മഹാത്മാക്കൾ എത്ര പേരാണുള്ളത് നോക്കൂ. ഞാൻ പറയുമ്പോൾ നിങ്ങളൊക്കെ എത്ര സുഹൃതം ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. ഈ ദയവായിട്ട്, എനിക്ക് അങ്ങനെ ഒരു മോശം സ്വഭാവമുണ്ട്. ഈ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി വന്നിട്ട് നിങ്ങൾ ആരോടെങ്കിലും അയാളെ ഒരു വിഷമം പറയുന്ന സമയത്ത്, അയാളുടെ കുട്ടിയുടെ ഒരു ദേഹവിയോഗം ഉണ്ടായി, അല്ലെങ്കിൽ അയാൾക്ക് ഒരു അസുഖം വന്നു, അയാളുടെ കുറെ പൈസ പോയി, അപ്പൊ ദയവായിട്ട് ഈ അമ്പലത്തിന്റെ ഒരു ഉള്ളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ പറയരുത് ഇതൊക്കെ വിധിയാണ്. വിധിയാണ് ശരി എന്നുണ്ടെങ്കിൽ മാർക്കണ്ഡേയൻ 16-ാമത്തെ വയസ്സിൽ മരിക്കണമായിരുന്നു. ആണോ അല്ലയോ? വിധിയാണ് നടക്കേണ്ടതെന്നുണ്ടെങ്കിൽ 16-ാമത്തെ വയസ്സിൽ ദേഹം പോണ്ട ആളായിരുന്നു മാർക്കണ്ഡേയൻ. ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം യമനെ തന്നെ വധിച്ചു.
മഹാദേവന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് പാക്കേജ് പോലെയാണ്. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല. മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ സ്വയം യമനെ വധിക്കുന്നു, മാർക്കണ്ഡേയനെ അനുഗ്രഹിക്കുന്നു. ആര് പറഞ്ഞു നിനക്ക് 16 വയസ്സാണ് ആയുസ് എന്ന്? ലോകമുള്ള കാലം മുഴുവൻ നീ ചിരഞ്ജീവി ആയിട്ടിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. വിധിയാണോ ശരി, വിധാതാവിന്റെ തീരുമാനമാണോ ശരി? നിങ്ങൾ സ്വയം പരിശോധിക്കുക. ചില ആൾക്കാരുടെ ഇപ്പോഴത്തെ ചില കണ്ടുപിടുത്തമുണ്ട്, എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, വിധിച്ചതേ നടക്കൂ. നിങ്ങൾ ആ ഭഗവാനെ ആശ്രയിക്കൂ, മഹാദേവനെ, നിങ്ങൾ ഗുരുവായൂരപ്പനെ ആശ്രയിക്കൂ. വിധിയെ മാറ്റുന്നല്ല ഞാൻ പറഞ്ഞത്, വിധി ഉണ്ടാവും. ആ വിധിയെ നേരിടാനുള്ള മെന്റാലിറ്റി, അല്ലെങ്കിൽ ആ വിധിയെ എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു അകക്കണ്ണ് നിങ്ങൾക്ക് ഭഗവാൻ തരും. നോക്കൂ, പൂന്താനത്തിന്റെ കുട്ടി മരിച്ചു, അത് വിധിയായിരുന്നു. ഭഗവാൻ തടഞ്ഞോ? ഇല്ലല്ലോ. പക്ഷെ ആ കുട്ടി മരിച്ച വിഷമത്തിലും ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് എഴുതാനുള്ള, തോന്നിക്കാനുള്ള അകക്കണ്ണ് ഭഗവാൻ കൊടുത്തു. ഞാൻ വിധിയെ മുഴുവൻ ഭഗവാൻ മാറ്റുന്നല്ല പറഞ്ഞത്. ആ വിധിയെ എങ്ങനെ നേരിടണമെന്ന് ഭഗവാൻ നിങ്ങളെ പഠിപ്പിക്കും. അതിനൊക്കെ ഈ ഒരു ക്ഷേത്രം ധാരാളമാണ് എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭഗവാനായിട്ട് കാണുന്നതിലുപരി സ്വന്തം പിതാവിന്റെ സ്ഥാനത്തിൽ അദ്ദേഹത്തെ കാണുക. അത് ഗുരുവായൂരപ്പനായാലും ശരി, മഹാദേവനായാലും ശരി. മഹാദേവൻ അത് കൂടുതൽ യോജിക്കും. ദയവായിട്ട് കുട്ടികളോട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ ഭഗവാന്റെ ഈ ക്ഷിപ്രകോപി എന്ന് പറയുന്ന ഭാവത്തെ ഉയർത്തി കാണിക്കാതിരിക്കുക കുട്ടികളുടെ മുമ്പിൽ. ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കട്ടെ, നിങ്ങൾ ഗുരുവായൂരപ്പനോട് എടുക്കുന്ന ലൈസൻസ് മഹാദേവനോട് എടുക്കുന്ന എത്ര പേരുണ്ട്? ഗുരുവായൂരപ്പനാവുമ്പോ നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാം, മഹാദേവനാവുമ്പോ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും. ആര് പറഞ്ഞു? നിങ്ങൾക്ക് മഹാദേവനെ കുട്ടിയായിട്ട് കാണും, നിങ്ങൾ കണ്ടോളൂ. എത്രയോ പേരുണ്ട് ഇപ്പോഴും അങ്ങനെ കാണുന്ന ആൾക്കാർ. അദ്ദേഹത്തിന്റെ ഒരു പൊതുഭാവം നമ്മൾ പറയുമ്പോൾ പിതാവിന്റെ സ്ഥാനം കൊടുക്കണമെന്നേ ഉള്ളൂ. ദയവായിട്ട് അദ്ദേഹത്തെ ഭയക്കരുത്. ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ ഈ സനാതന ധർമ്മത്തിൽ ഉണ്ടാവുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈശ്വരന്മാരെ പേടിപ്പിച്ച് ആരാധിപ്പിക്കുക. അതിന്റെ ആവശ്യമില്ല. മഹാദേവൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കണ്ണ് തുറക്കുന്ന ആളുമല്ല. അദ്ദേഹത്തെ ഫയർഫോഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കണ്ട നമുക്ക്. ഇന്ന് പൊതുവിൽ ചിത്രീകരിച്ച് തിരുത്തി അങ്ങനെ ആയിട്ടുണ്ട്. എനിക്ക് വലിയ വിഷമമാണ് ആ കാര്യത്തിൽ. ഞാൻ ഭഗവാന്റെ മെന്റാലിറ്റിയിൽ ചിന്തിക്കുന്നത്. സ്വന്തം മക്കളുടെ അച്ഛനെ പേടിയാണെന്ന് പറയുമ്പോൾ ഉണ്ടാവുള്ള അച്ഛന്റെ മെന്റാലിറ്റിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാനൊക്കെ ചില പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോഴേ അവിടെ, ഇപ്പൊ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാവുന്നു, ചില സ്ഥലത്ത് ഞാൻ വളരെ നേരത്തെ എത്താറുണ്ട്, ദുർലഭമായിട്ടെങ്കിലും. അപ്പോ ആ സമയത്ത് ഒരു വീട്ടിൽ വിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാദ്യം കുടിക്കാൻ നാരങ്ങ വെള്ളം തരും, ഇത് കുടിച്ചിട്ട് ഇവിടെ ഇരുന്നോളൂ, ഇപ്പൊ വരാം. പിന്നെയും സമയം ബാക്കിയുണ്ടെങ്കിൽ അവർ ഉഗാണ്ടയിലോ അമേരിക്കയിലോ പോയതിന്റെ ആൽബം തന്നിട്ട് പറയും, ഇത് നോക്കിക്കോളൂ. അതും നോക്കിയിട്ടും സമയം ഉണ്ടെങ്കിൽ ചെറിയൊരു കുട്ടി അവിടെ ഉണ്ടെങ്കിൽ അതിനെടുത്ത് മടിയിൽ വെച്ചിട്ട് ഇതിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നോളൂ. ഒരു ദിക്കിൽ അങ്ങനെ പോയ സമയത്ത് ഒരു ചെറിയ കുട്ടിയെ പിടിക്കാനായിട്ട് അതിന്റെ അച്ഛൻ ഓടിയൊരു കഥ ഉണ്ട്. അച്ഛനാണെങ്കിൽ ഇത്തിരി പെന്നെ പോലെ ഇത്തിരി തടിയൊക്കെ ഉണ്ട്, കുട്ടിയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ആ സാധനം. അത് മേശയുടെ ഇടയിൽ കൂടെ പോണ പോലെയും അടുക്കളയിൽ ഗ്രൈൻഡറിന്റെ ഇടയിൽ കൂടെ പോണ പോലെ ഇദ്ദേഹത്തിന് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കുറെ നേരം ഇദ്ദേഹത്തിട്ട് ഓടിച്ച ഒരു പരിവായ സമയത്താണ് അമ്മ കുടുംബശ്രീയോ അംഗനവാടിന്നോ എവിടെന്നോ വരണത്. അമ്മയ്ക്ക് കണ്ട ഉടനെ കുട്ടിക്ക് സ്വർഗം കിട്ടിയതുപോലെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് കുട്ടി കെട്ടിപ്പിടിച്ചങ്ങനെ നിന്നു. അപ്പൊ ഇവിടെ അച്ഛന്റെ കുട്ടി വരൂ, സ്വത്ത് വരൂ, ഉണ്ണി വരൂ എന്നൊക്കെ പറഞ്ഞങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണെങ്കിൽ ഈ അമ്മയുടെ കൂടെ കുടുംബശ്രീ കഴിഞ്ഞ് വരണ സ്ത്രീകൾ വേറെ ഉണ്ട് കുറച്ചെണ്ണം. ചെക്കനാണെങ്കിൽ ഇതന്നെയാണ് ഗ്യാപ്പ് എന്ന് കരുതിയിട്ട് നാട്ടുകാർ മൊത്തം കേക്കട്ടെ എന്ന് കരുതിയിട്ട് ഉറക്കം കണ്ട് അലറിയിട്ട് പറഞ്ഞു, എനിക്ക് അച്ഛനെ പേടിയാണ്. ആ സമയത്ത് ആ അച്ഛന്റെ മുഖം മാറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് അച്ഛനെ ഭയമാണ് എന്നൊരു കുട്ടി പറയുന്നത് ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇൻസൾട്ടാണ്. തിരിച്ചും അമ്മേ, കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കണം, കണ്ടോ, കണ്ടു പഠിക്ക്. ഭയമല്ല നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനം. സനാതന ധർമ്മം നിലനിൽക്കുന്ന അറിവിന്റെ മുകളിലാണ് പ്രിയപ്പെട്ടവരെ, ഭയത്തിന്റെ മുകളിലല്ല. ഭക്തിജ്ഞാന വൈരാഗ്യ സിദ്ധ്യത്വം ഭാഗവതം ഉണ്ടായിരുന്നതാണ്. ഭക്തിജ്ഞാന വൈരാഗ്യമാണ് എല്ലാ ഗുണങ്ങളുടെയും മുകളിൽ നിൽക്കുന്ന 3 ഗുണങ്ങൾ. അതിനെവിടെയും ഭയത്തിന് സ്ഥാനമില്ല. നിങ്ങൾ ഭയന്നിട്ട് ഭഗവാനെ ആരാധിക്കണ്ട, മഹാദേവനെ. ഞാൻ ഈ കൂവളമാല കൊടുത്തില്ലെങ്കിൽ ശിവൻ കോപിക്കുമോ? ഞാൻ പിൻവിളക്ക് കൊടുത്തില്ലെങ്കിൽ ശിവൻ 3ാമത്തെ കണ്ണ് തുറക്കുമോ? എന്തിനാണ് ഭഗവാനെ നിങ്ങൾ അങ്ങനെ ഒരു കോപത്തിന്റെ മൂർത്തിയാക്കിയിട്ട് ചിത്രീകരിക്കുന്നത്? അദ്ദേഹത്തെ പോലെ വാത്സല്യമുള്ളവർ ആരാണുള്ളത്?
നമ്മൾ എപ്പോഴും ഈ ചാർത്തിക്കൊടുത്തൊരു ഇമേജ് ഉണ്ടല്ലോ, വിഷ്ണു പരമശാന്തൻ, ശിവൻ ക്ഷിപ്രകോപി. അങ്ങനെയല്ല, രണ്ടുപേർക്കും ദേഷ്യം വന്ന സന്ദർഭങ്ങളുണ്ട്. നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ നാരായണൻ വന്ന സമയത്ത് സ്വന്തം ഭാര്യ പോലും അടുത്തേക്ക് പോയിട്ടില്ല. ഇതെന്റെ ഭർത്താവൊന്നുമല്ല എന്നാ പറഞ്ഞത്. തിരിച്ചും ഏറ്റവും സൗമ്യനായിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ മഹാദേവൻ ഏറ്റവും ശാന്തനായിരിക്കുന്നു അദ്ദേഹം തന്നെയാണ്, ഏറ്റവും ഘോരനായിരിക്കുന്നു അദ്ദേഹം തന്നെയാണ്. ഇതൊക്കെ ബ്രഹ്മത്തിന്റെ ഭാവമായിട്ട് മനസ്സിലാക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ശിവനെ പേടിപ്പിക്കാതിരിക്കുക. കുട്ടികളൊക്കെ ഇന്ന് ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിൽ പാമ്പ് ധരിച്ച്, പുലിത്തോല് ധരിച്ച്, ആനത്തോൽ ഉടുത്ത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഏറ്റവും ക്രോധഭാവത്തിലുള്ള വളരെ മസ്കുലൈൻ ആയിട്ടുള്ള ഒരു ഭഗവാൻ. അദ്ദേഹത്തിനെ സ്നേഹത്തോടെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ശാന്തനായിട്ടുള്ള ഒരാൾ ലോകത്ത് ആരുമില്ല. നമ്മളിങ്ങനെ ഉയർത്തും. ഗുരുവായൂരപ്പനെ ഭൃഗു ചവിട്ടി, ഭൃഗുവിന്റെ ചവിട്ട് ഭഗവാൻ ശ്രീവത്സാക്കി. അതുകൊണ്ട് വിഷ്ണുവാണ് പരമശാന്തൻ. ആര് പറഞ്ഞു ശിവനെ ചവിട്ടിയിട്ടില്ല എന്ന്? ശിവനെയും ചവിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ. എത്രയോ ആളുകളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്, നിങ്ങൾ എത്ര പേര് ഭഗവാന്റെ വായുലിംഗം ഇരിക്കുന്ന സ്ഥലം ശ്രീകാളഹസ്തിയിൽ പോയിട്ടുണ്ട്? പോയ ആൾക്കാരുണ്ടോ? ഒന്ന് കൈപ്പൊക്കൂ. ശ്രീകാളഹസ്തിക്ക് അടുത്തൊരു കാട്ടാളൻ താമസിച്ചിരുന്നു. നിങ്ങൾക്ക് കഥ അറിയാമല്ലോ അല്ലേ? ഞാനത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം ഒരിക്കൽ വേട്ടയൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് കാടിന് നടുവിലായിട്ടൊരു ശിവലിംഗം കണ്ടു. ആ ശിവലിംഗത്തോട് എന്തെന്നില്ലാത്ത പ്രേമം ഉള്ളിലുണ്ടായി. അതിനെ ഭജിക്കണമെന്ന് തോന്നി. ആ കാടൊക്കെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി. ആ ശിവലിംഗത്തിന്റെ മുകളിൽ കൂടിയിരുന്ന കരിയിലകളൊക്കെ മാറ്റി വളരെ വൃത്തിയാക്കി സൂക്ഷിച്ചു. അപ്പൊ അദ്ദേഹം കണ്ടിട്ടുണ്ട്, നാട്ടിലെ അമ്പലത്തിൽ രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ വീട്ടിലെ കാട്ടിലെ ഊരിലെ അമ്പലത്തിൽ രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ നിർമാല്യം മാറ്റി കഴിഞ്ഞാൽ പിന്നെ ധാരയാണ് പതിവ്, അഭിഷേകം. അദ്ദേഹം തന്റെ കയ്യിലുള്ള കുടം കൊണ്ട് തൊട്ടടുത്തുള്ള ജലാശയത്തിൽ പോകുന്നു, വെള്ളം സ്വീകരിക്കുന്നു, തിരിച്ച് ശിവലിംഗത്തിന്റെ അടുത്തേക്ക് വരുന്നു. ഒരു തുള്ളി വെള്ളം അതിൽ കാണുന്നില്ല. കുടത്തിൽ ഓട്ടയുണ്ടായിരുന്നു. കുട എടുത്ത് വലിച്ചെറിയുന്നു. കൈക്കുമ്പിളിൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് ധാര കഴിപ്പിക്കാൻ നോക്കുന്നു. കൈക്കുമ്പിളിലെ വെള്ളവും ഇറ്റിറ്റി മുഴുവൻ ജലവും പാഴായി പോകുന്നു. എങ്ങനെ ഞാൻ നിനക്ക് ധാര കഴിക്കും ശിവനെ എന്ന് ശിവന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. ഭഗവാൻ ആ വേടന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നു. എനിക്ക് ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞ് ഓടി വെള്ളത്തിൽ ചാടി വായയിൽ മുഴുവൻ വെള്ളവും സ്വീകരിച്ചു കൊണ്ടുവന്ന് ഓടി വന്ന് ശിവലിംഗത്തിന്റെ മുകളിലേക്ക് നീട്ടി തുപ്പിയിട്ട് പറഞ്ഞു, ഭഗവാനെ എന്റെ ധാര സ്വീകരിച്ചാലും. സിമ്പിളാണ്. അത്രേ ഉള്ളൂ ബാബുസ്വാമി. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരാളെയാണ് നിങ്ങൾ ഇങ്ങനെ പേടിപ്പിക്കാൻ നോക്കുന്നത്. അഭിഷേകം കഴിഞ്ഞാൽ പറഞ്ഞു, ഇനി ഭഗവാൻ അങ്ങേക്ക് പുഷ്പാഞ്ജലിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇതാ എന്റെ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ് പുറകിലെ മരം പിടിച്ച് കുലുക്കി. കുറെ പൂക്കളും ഇലകളൊക്കെ, വില്ലുപത്രാണെന്ന് പറയാ, അന്ന് വീണു. ഇനി നേദ്യം കൊടുക്കണം. അഭിഷേകം കഴിഞ്ഞു, പുഷ്പാഞ്ജലി കഴിഞ്ഞു. നേദിക്കാൻ എന്റെ കയ്യിൽ എന്തുണ്ട്? ലാലേട്ടൻ പറഞ്ഞ പോലെ ഒരു തണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്താണുള്ളത്? ആകെ ഉണ്ടായിരുന്നത് അദ്ദേഹം വേട്ടയാടിക്കൊണ്ടുവന്ന മാംസം ഉണ്ടായിരുന്നു, അത് നേദിച്ചു. എന്താണ് ഇതുവരെ കണ്ണു തുറക്കാത്തത് ഭഗവാനെ? നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കത്തിച്ചിട്ടല്ലേ ഭഗവാനെ അങ്ങേക്ക് ശീലം? കത്തിക്കവനെ. അങ്ങനെ എന്താ നിങ്ങൾ പറയാത്തത്? ഒരു തരി കോപം അദ്ദേഹത്തോട് ഭഗവാന് തോന്നിയില്ലെന്നാണ്. കാരണം ഭക്തിയുടെ പാരമ്യതയിലാണ് നിൽക്കുന്നത്. അങ്ങനെ എത്രയോ നാൾ ഉപാസിച്ചു ഭഗവാനെ. ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് നിർമാല്യം വാരൻ. അദ്ദേഹം തന്നെ തലേദിവസം കുലുക്കിയ ഈ മരത്തിന്റെ ഇലകളൊക്കെ മാറ്റാൻ വേണ്ടി അദ്ദേഹം ആ ശിവലിംഗത്തിന്റെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം കണ്ടത് ഭഗവാന്റെ വലത്തെ കണ്ണ് ബ്ലീഡ് ചെയ്യുന്നതാണ്. കാട്ടിൽ പോയി കുറെ പച്ചമരുന്നൊക്കെ അരച്ചു കൊണ്ടുവന്നു, ശിവലിംഗത്തിന്റെ കണ്ണിൽ പൊത്തിപ്പിടിച്ചു വെച്ചു, നിൽക്കുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി, എന്റെ ഭഗവാൻ ഇതാ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ ഭഗവാന് രക്തം പാഴായിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ ഭഗവാന് വലതും പറ്റുമോ? ആർക്ക്? കാലനെ നിഗ്രഹിച്ച ഈ ഭഗവാന്. ഇങ്ങനെ രക്തം പോയി കഴിഞ്ഞാൽ എന്റെ ഭഗവാൻ വലതും പറ്റുമോ എന്ന് കരുതി സ്വന്തം വലത്തെ കണ്ണ് അമ്പുകൊണ്ട്, കൂർത്ത അമ്പുകൊണ്ട് ഇങ്ങനെ ചൂഴ്ന്നെടുത്തിട്ട് ആ ശിവലിംഗത്തിന്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തു ആ വേടൻ. അപ്പൊ ബ്ലീഡിങ് നിന്നു. അപ്പൊ അയാൾ ആനന്ദം കൊണ്ട് നൃത്തം ചെയ്തു സ്വന്തം കണ്ണുപോയപ്പോ. ശിവലിംഗത്തിന്റെ ചുറ്റും നമശിവായ നമശിവായ എന്ന് ഉറക്ക ചൊല്ലിക്കൊണ്ട് അദ്ദേഹം ആ ഭഗവാന്റെ ചുറ്റും പ്രദർശനം ചെയ്തു. ഭഗവാൻ കരുതി ഇത്രേ, അത്ര അങ്ങോട്ട് സന്തോഷിക്കേണ്ട, ഭഗവാൻ രണ്ടാമത്തെ കണ്ണ്, ഇടത്തെ കണ്ണ് ബ്ലീഡ് ചെയ്യിച്ചു എന്നാണ്. അപ്പൊ അദ്ദേഹം, നമ്മളാണെങ്കിൽ എന്താ കരുതുക? അദ്ദേഹം കരുതിയത് ശിവൻ തന്റെ കൂടെ കളിക്കുന്നു എന്നാണ്. അദ്ദേഹം പറഞ്ഞു അത്രേ, ഭഗവാനെ അങ്ങേക്ക് എന്റെ രണ്ടാമത്തെ കണ്ണുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ പോരെ, ഇങ്ങനെ തമാശ കാണിക്കണമെന്ന്.
നേരത്തെ കളഞ്ഞ കൂർത്ത അമ്പെടുത്തിട്ട് വീണ്ടും കണ്ണ് ചൂഴ്ന്നെടുക്കാൻ ശ്രമിച്ചു എന്നാണ്. നമ്മൾ വിചാരിക്കുക അപ്പൊ വന്ന് ഭഗവാൻ കൈ കയറി പിടിക്കും, ചൂഴണ്ട കേട്ടോ, അങ്ങനെയല്ലേ? ആരും പിടിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം തന്നെ ഈ കൂർത്ത അമ്പ് പുറകിലേക്ക് പിടിച്ചു വലിച്ചു എന്നാണ്. മറ്റേ കണ്ണ് ഇൻഷൂർ ചെയ്തോണ്ടല്ല. അദ്ദേഹം ആലോചിച്ചു അത്രേ, ഈ കണ്ണും പോയി കഴിഞ്ഞാൽ ഞാൻ 2 കണ്ണും ഇല്ലാത്ത ആളാണ്. ഇയാൾക്ക് ഈ കണ്ണ് വെച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇയാളുടെ കണ്ണിന്റെ അവിടെ വേണമല്ലോ ഈ കണ്ണ് വെച്ചു കൊടുക്കാൻ, അല്ലാണ്ട് മൂക്കിന്റെ അവിടെ ചുണ്ടിന്റെ അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ നിർത്തിയില്ല. അദ്ദേഹത്തിന്റെ കണ്ണുള്ള സ്ഥലം എനിക്കറിയണം, എന്നിട്ടേ ചൂടാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഈ ഇടത്തെ കാല് പൊക്കിയിട്ട് അതിന്റെ പെരുവിരൽ കൊണ്ട് ശിവലിംഗത്തിന്റെ കണ്ണിൽ ചവിട്ടി. എന്നിട്ട് ആ കൂർത്തമ്പ് കൊണ്ട് കണ്ണ് ചൂഴ്ന്നെടുത്ത് ഭഗവാന്റെ ആ കണ്ണ് എവിടെയാണോ ഇരിക്കുന്നത് തന്റെ ഇടത്തെ കാലിന്റെ പാദത്തിന്റെ പെരുവിരലുള്ള ഭാഗത്ത് വെച്ചു കൊടുത്തു എന്നാണ്. ഏത് ശിവൻ കത്തിച്ചു അദ്ദേഹത്തെ? ഏത് ശിവനാണ് ശൂലം കൊണ്ട് കുത്തിയത് അദ്ദേഹത്തെ? അതുകൊണ്ട് ദയവായി ഭയം ഉണ്ടാക്കരുത്. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മോനെ നിന്നെപ്പോലെ ഒരു ഭക്തനെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. എനിക്ക് കണ്ണ് തന്നുകൊണ്ട് നീ കണ്ണപ്പൻ എന്ന പേരിൽ ഭാവിയിൽ അറിയപ്പെടട്ടെ. അർജുനന്റെ പുനർജന്മാണെന്ന് പറയുക. ഭഗവാൻ കിരാത വേഷത്തിൽ വന്ന സമയത്ത് അർജുനൻ ഭഗവാന്റെ തലയ്ക്ക് അടിച്ചു തറേ ഗാന്ധീവം കൊണ്ട്. പിന്നെ ഭഗവാനാണെന്ന് മനസ്സിലാക്കിയപ്പോ ഭഗവാനോട് മാപ്പ് പറഞ്ഞു, അങ്ങേ സേവിക്കാൻ ഒരു ജന്മം തരണേ. അങ്ങനെ ജനിച്ചതാണ് കണ്ണപ്പൻ എന്നാണ്. ഇന്നും ശിവന്റെ നായനാർമാരുടെ കോൺസെപ്റ്റും തമിഴിൽ പറയുമ്പോൾ അതിലൊരാളാണ് കണ്ണപ്പ നായനാർ. ഈ അടുത്തൊരു സിനിമ ഇറങ്ങിയിരുന്നു കണ്ണപ്പൻ എന്നുണ്ട്. നമ്മുടെ ലാലേട്ടനാണ് അതിൽ മഹാദേവനായിട്ട് അഭിനയിച്ചതൊക്കെ. നോക്കൂ, അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭഗവാനെ നമ്മൾ ഈ കോപത്തിന്റെ മേലങ്കി ചാർത്തിയിട്ട് ഭഗവാനെ അണിയിച്ചൊരുക്കാതിരിക്കുക. അദ്ദേഹം പരമശാന്തനാണ്. പക്ഷെ അച്ഛന്റെ ഉത്തരവാദിത്തമാണ് മക്കളെ നേർവഴിക്ക് നടത്തുക എന്നുള്ളത്. അതിന് അടിക്കേണ്ടി വന്നാൽ അടിക്കാനുള്ള സ്വാതന്ത്ര്യം, അടിക്കാനുള്ള അവകാശം അച്ഛനുണ്ട്. അത്രേ ഉള്ളൂ. ഒരച്ഛനും മക്കളും നശിച്ചു പോട്ടെ, ഈ ഒറ്റ അടി കൊണ്ട് മകൻ തീരട്ടെ എന്ന് കരുതിയിട്ട് അടിക്കാറില്ല. അടിക്കുന്നത് നന്നാവാനാണ്. അടി കിട്ടുമ്പോൾ ഓർക്കുക, എന്റെ അച്ഛൻ എന്നെ കൺസിഡർ ചെയ്യുന്നു, എന്റെ അച്ഛൻ എന്നെ കുറിച്ച് കൺസേൺ ആണ്, അതുകൊണ്ടാണ് എനിക്ക് അടി കിട്ടിയത്. ഞാൻ എന്തോ ആയിക്കോട്ടെ എന്ന് കരുതിയില്ലല്ലോ. വേണ്ട സമയത്ത് എന്നെ തിരുത്താൻ അദ്ദേഹം അടിച്ചല്ലോ, അടിച്ചതിന് നന്ദി പറയുക. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് കരഞ്ഞിട്ട് എന്നെ അടിച്ചൂല്ലേ, അത് വേണ്ട. ആ അടി പോലും അനുഗ്രഹമായിട്ട് കാണാൻ സാധിക്കാന്നാണ് ഞാൻ പറഞ്ഞത്. ദയവായി ആ രീതിയിലൊക്കെ നമ്മുടെ കുട്ടികൾക്കുള്ള ചിന്താഗതി കൂടി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. കാരണം അവർ നാളെ മഹാദേവനെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദി നമ്മൾ ഓരോരുത്തരുമാണ്. എനിക്ക് ശിവനെ പേടിയാണ് എന്ന് ആ കുട്ടിയെ കൊണ്ട് പറയിക്കാതിരിക്കുക. ഭഗവാൻ പരമസാത്വികനാണ്. നോക്കൂ, ഇവിടെ ഈ 2 ഭഗവാന്മാരും ഇവിടെ ഇത്രയധികം ചൈതന്യത്തോടു കൂടി ഉള്ളപ്പോൾ നമ്മൾ മറ്റ് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്ന ഉത്തമം തന്നെ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ഭഗവാനെ കാണാനായിട്ട് നിങ്ങൾ ആരും തിങ്കളാഴ്ചയും തിരുവാതിരയൊന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. തിങ്കളാഴ്ച ശിവന്റെ അമ്പലത്തിൽ പോവാം, ബാക്കിയുള്ള ദിവസമൊന്നും വേണ്ട, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, മക്കൾ എപ്പോഴും വന്ന് കാണുന്നതാണ് അച്ഛനും അമ്മയ്ക്കും സന്തോഷം. എല്ലാ ദിവസവും വരികയാണെങ്കിൽ അത്രയും സന്തോഷം. ഞാനൊക്കെ എപ്പോഴും എൻ്റെ വീട്ടിലുണ്ടാവണം എന്നാണ് എൻ്റെ അച്ഛനും അമ്മ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെ അച്ഛനും അമ്മ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്. എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. നമ്മളാരും നമ്മുടെ അച്ഛന്റെ നക്ഷത്രം രേവതിയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് രേവതി നക്ഷത്രത്തിൽ മാത്രമേ പോകുള്ളൂ എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഇരിക്കുന്നത് ഭഗവാനെ നമ്മുടെ അച്ഛനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്നും ചെന്ന് അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും അദ്ദേഹത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനായി നമ്മളുടേതായിട്ടുള്ള സമർപ്പണങ്ങൾ നടത്താനും നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നില്ലേ? നിങ്ങളൊരു കൂവളമാല കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഭഗവാന്. ഇതങ്ങോട്ട് എടുത്തിട്ട് നാളെ 17 Pro Max തരണേ ഭഗവാനെ എന്നല്ല. എന്റെ അച്ഛനെ എനിക്ക് ആ മാല ചാർത്തി കാണാൻ സാധിക്കുമെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ അച്ഛൻ ആ മാല ഇട്ട് കാണാൻ എന്ത് ഭംഗിയാണ്. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ അച്ഛന് അവിടെ ആ ശ്രീകോവിലിനകത്ത് ഇരിക്കുമ്പോൾ നല്ല വെളിച്ചത്തിൽ സന്തോഷമായിട്ടിരിക്കണം, അതിന് എന്റെ വക കൂടി ഒരു നെയ്ത്തിരി. അങ്ങനെ നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ, എത്ര ഭംഗിയാണ് ആ കോൺസെപ്റ്റ്. അല്ലാതെ എന്റെ ഈ നെയ്ത്തിരി ഭഗവാൻ സ്വീകരിച്ച് നാളെ എനിക്ക് ലോട്ടറി അടിപ്പിക്കുന്നു ഉള്ള ചിന്തകളിൽ നിന്ന് മാറാനാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും നമ്മൾ എന്ത് കൊടുക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും. ഗുരുവായൂരപ്പൻ നിങ്ങൾ ഉണ്ണിയായിട്ട് കണ്ടോളൂ. നിങ്ങളുടെ അച്ഛന്, നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ ഉണ്ണിക്കാണ് നിങ്ങൾ ഓരോ സമർപ്പണങ്ങളും കൊടുക്കുന്നത്. അവിടെ കണക്കുകൾക്ക് സ്ഥാനമില്ല. ഒരു വഴിപാട് നമ്മൾ ഇവിടെ കഴിക്കുമ്പോൾ ഭഗവാന്റെ ഉത്തരവാദിത്തമാണ് മക്കൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതിന് നമ്മൾ കമ്പൽ ചെയ്യേണ്ട ആവശ്യമില്ല ഭഗവാനെ. അദ്ദേഹം അറിഞ്ഞ് ചെയ്തോളൂ.
അദ്ദേഹത്തെ പോലെ അറിയാവുന്നവരായിട്ട് ആരാള്? അദ്ദേഹം ഇരിക്കുന്നത് ശരിക്കും എവിടെയാ? ഈ ശ്രീകോവിൽ ഇരിക്കുന്ന ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാ ഈ അഭ്യാസമൊക്കെ നടക്കുന്നത്. ഇവിടെ എന്നേക്കാൾ പ്രായം ചെന്ന കുറെ മുത്തശ്ശിമാരുണ്ട്. അവരൊക്കെ എപ്പോഴും ജപിക്കുന്ന ഒരു നാമുണ്ടല്ലോ, ഈ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം. 6 ചക്രങ്ങളെ കുറിച്ച് പറയും ശരീരത്തിൽ. ഷടാധാര പ്രതിഷ്ഠുള്ള ക്ഷേത്രങ്ങളിൽ പോലും ആ രീതി അവലംബിക്കാറുണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, അതിന്റെ മുകളിൽ സഹസ്രാരം. അതിൽ വിശുദ്ധി ഇവിടെ, വിശുദ്ധി ഇവിടെ അല്ലെ, അനാഹതം ഇവിടെ. ഈ 2 സ്ഥാനം ഇവിടെ. ആജ്ഞ, രുദ്രഗ്രന്ഥി നമ്മൾ വിളിക്കും. ലളിതാസഹസ്രനാമത്തിൽ പറയാറുണ്ടല്ലോ രുദ്രഗ്രന്ഥി ഭേദിനി. ഇവിടെയൊക്കെ മഹാദേവന്റെ സ്ഥാനം പറയും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ശിവന്റെ സ്ഥാനം പറയുന്നതാ, ഹൃദയത്തില്. ഈ ഹൃദയമാകുന്ന ഗുഹയിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ തന്റെ കയ്യിലുള്ള ഡമരു ഉടുക്ക് അത് മുഴക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നാണ് സങ്കല്പം. ആ ഡമരുവിന്റെ ഒച്ചയാണത്ര നിങ്ങളിങ്ങനെ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ കേൾക്കുന്ന ഡും 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 എന്നുള്ള ശബ്ദം. എന്ന് ഭഗവാൻ കൊട്ടി നിർത്തുന്നു. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഭഗവാനോട് പ്രാർത്ഥിക്കാം, കൊട്ടിക്കൊണ്ടേ ഇരിക്കണേ, എത്ര കൈ കുഴഞ്ഞാലും കൊട്ടിക്കൊണ്ടേ ഇരിക്കണേ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഭഗവാൻ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ശിവോഹം ഭഗവത്പാദർ എപ്പോഴും പറഞ്ഞിരുന്ന മന്ത്രമായിരുന്നു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള പത്മപാദന്റെ മടിയിൽ കിടക്കുന്ന സമയത്ത് ശങ്കര ഭഗവത്പാദർ പാടിയ ദശശ്ലോകി ഉണ്ട്. ഗുരുനാഥനോട് ചോദിക്കും ശിഷ്യൻ, ഇത്രയും നാൾ എന്റെ കൂടെ ഉണ്ടായിട്ടും ഗുരുനാഥ, അങ്ങ് യഥാർത്ഥത്തിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല, അങ്ങ് ആരാണെന്ന് പറഞ്ഞു തന്നാലും. ശങ്കരാചാര്യോട് ചോദിച്ചാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ശ്ലോകം ഓർമ്മയില്ല. അദ്ദേഹം പറയും, ഞാൻ മണ്ണല്ല, ഞാൻ മരമല്ല, ഞാൻ ആകാശമല്ല, ഞാൻ ഭൂമിയല്ല, ഞാൻ അഗ്നിയല്ല, ഞാൻ വായുവല്ല, ഞാൻ ജലമല്ല, ഞാനിതൊന്നുമല്ല, പിന്നെ ഞാൻ ആരാ? ഏകോ വശിഷ്ഠ ശിവക്കേവലോഹം, സർവ്വതും നശിച്ചാലും നശിക്കാത്ത ശിവനാണ് ഞാൻ എന്നാ പറഞ്ഞത്. എന്തൊക്കെ ഇല്ലാണ്ടായാലും എന്തവശേഷിക്കുന്നു? അത് ശിവനാണ്, അത് ഞാനാണെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ശിവോഹം എന്ന് പറഞ്ഞത്, ഞാൻ ശിവനാകുന്നു. അതാണ് നമ്മൾ എപ്പോഴും പറയാ. നമ്മൾ നാരായണോഹം എന്ന് പറയാറില്ല, എപ്പോഴും പറയാ ശിവോഹം, ഞാൻ ശിവനാകുന്നു. നമ്മളെല്ലാവരും ശിവനാണ്. ഈ വല്ലാരും മംഗലത്തപ്പൻ തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്നത്. ആ ഭഗവാനെ തിരിച്ചറിയാൻ നമുക്കൊരു രൂപം വേണം, ഒരു നാമം വേണം, അതിന് അലങ്കാരങ്ങൾ വേണം. അതാണ് ആ ശ്രീകോവിൽ നിങ്ങൾ കാണുന്നത്. ആ ഭഗവാൻ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അത് ഉറയ്ക്കാൻ സമയം വേണം. അതിനാണ് നിത്യമായിട്ടുള്ള ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം, സംസ്കാരം നമ്മൾ തുടർന്നു കൊണ്ടുപോകണമെന്ന് എല്ലാവരും പറയാറുള്ളത്. ഒരു കാലഘട്ടം വരുമ്പോൾ മനസ്സിലാവും ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ. അത് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ പ്രാക്ടീസ് ആവുന്നത് വരെ, അത് ഫലത്തിലാവുന്നത് വരെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതേ നിവൃത്തിയുള്ളൂ. സ്ഥിരമായിട്ട് ഭഗവാനെ ചെന്ന് കാണുക. വലിയ വലിയ മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും നമഃശിവായ എന്ന് ജപിക്കാൻ സാധിക്കാത്ത ആരാണ് നമ്മുടെ ഇടയിലുള്ളത്? പഞ്ചാക്ഷരം സാധിക്കുന്നത്ര നമ്മുടെ കുട്ടികളെ കൊണ്ട് നമഃശിവായ ജപിപ്പിക്കാൻ ഞാൻ എല്ലായിടത്തും പറയാറുള്ളതാണ്. നിങ്ങളുടെ ഏത് അഭീഷ്ടവും ഭഗവാന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ കരുതരുത് മൂകാംബികയ്ക്ക് മാത്രമാണ് അല്ലെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിക്ക് മാത്രമാണ് വിദ്യ തരാനുള്ള കഴിവെന്ന്. ഭഗവാൻ ദക്ഷിണാമൂർത്തിയാണ് മഹാദേവൻ. എന്റെ ചെറിയൊരു അഭ്യർത്ഥന, നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. എന്റെ ചെറിയൊരു അപേക്ഷയായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. ഈ പ്രദേശത്ത് ജനിക്കുന്ന കുട്ടികൾ, ഈതർ ബോയ് ഓർ ഗേൾ, ആ കുട്ടി ഒരു വറ്റ അന്നമെങ്കിലും ഈ ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവണം. അവിടെ ചോറൂണ് എന്തായാലും ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വറ്റ അന്നം ഈ തിരുമുമ്പിൽ ഇരുന്ന ആ കുട്ടി കഴിക്കണമെന്നാണ് എന്റെ നിർബന്ധം. 2, അവൻ എത്ര മുതിർന്നോ, ഇനിയിപ്പോ നിങ്ങൾ പനച്ചിക്കാട് പോയി, അല്ലെങ്കിൽ മൂകാംബിക പോയി, ചോറ്റാനിക്കര പോയി, തിരുവുള്ളക്കാവ് പോയി, വട്ടവർ നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോളൂ, ഒരു വട്ടമെങ്കിലും ഈ മുറ്റത്തിരുന്നു കൊണ്ട് ആ കുട്ടി ഹരിശ്രീ ഗണപതയെ നമാന്ന് എഴുതിയിരിക്കണം എന്നാണ് എന്റെ അപേക്ഷ. ഈ 2 കാര്യങ്ങൾ, ഒരു വറ്റ അന്നം, ആദ്യത്തെ അക്ഷരം, അതെല്ലാം കഴിഞ്ഞിട്ട് മതി. നിങ്ങൾക്ക് ഈ ഭഗവാൻ എല്ലാം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞ് ഓടി വന്നാൽ മതി, നോ പ്രോബ്ലം. പക്ഷെ ഒരു തവണയെങ്കിലും ചെയ്യണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ചെയ്യുന്നവരായിരിക്കും ഇവിടെ 90% പേരും. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ. ഒരു 10% പേർക്ക് ചിലപ്പോൾ ചിന്ത ഉണ്ടാവും, നമ്മുടെ ഭഗവാൻ ശിവനാണ്, അദ്ദേഹത്തിന് മൃത്യുഞ്ജയമാണ് താല്പര്യം, ദേവിക്കാണ് വിദ്യ, അങ്ങോട്ട് പോവാന്ന്. ദക്ഷിണാമൂർത്തിയാണ് ശിവൻ. ലോകത്തിലൊരു മുഴുവൻ ഗുരുനാഥൻ ഉണ്ടെങ്കിൽ ശിവനാണ്, ഓർത്തോളൂ. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമാന്നാണ്. ലോകത്ത് ഏതൊക്കെ ഗുരുനാഥന്മാരുണ്ടോ ആ ഗുരുനാഥന്മാർക്കൊരു ഗുരുനാഥൻ ഉണ്ടെങ്കിൽ അത് ശിവനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത് മുഴുവൻ. ഞാൻ ഈ വായിട്ടലക്കണ ഭാഷ വരെ
പാണിനി മഹർഷിയുടെ മുമ്പിൽ വെച്ച് ഭഗവാൻ ആ ലാഹോർ, ലോഹണപുരം എന്നാണ് ആ സ്ഥലത്തിന്റെ യഥാർത്ഥമുള്ള പേര്, ഇത് പാകിസ്ഥാനിലാണ്. അവിടെ പാണിനിയുടെ മുമ്പിൽ ഭഗവാൻ വന്ന് പ്രത്യക്ഷപ്പെട്ട് തന്റെ ഡമരു ആദ്യം 9 തവണയും അത് കഴിഞ്ഞ് 5 തവണയും ഭഗവാൻ മുഴക്കി. 14 തവണ 14 ശിവസൂത്രങ്ങൾ ഉണ്ടായി. ആ ശബ്ദങ്ങളിൽ നിന്നാണ് ലോകത്ത് നിന്ന് നമ്മൾ അറിയുന്ന എല്ലാ ഭാഷയും ഉണ്ടായിട്ടുള്ളത്. ഏത് ലാംഗ്വേജും. ഭഗവാനെയാണ് നിങ്ങൾ വൈദ്യനാഥൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ അസുഖം വന്നാൽ ഇദ്ദേഹത്തെ ആശ്രയിക്കൂ, മരുന്നും കഴിക്കണം, രണ്ടും വേണം. ഭഗവാൻ സാധിക്കാത്തതായിട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇന്നിപ്പോ എല്ലാവരും വിചാരിക്കണത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആയുസ് നീട്ടിക്കിട്ടാനുള്ള എന്തോ ഒരാള്, അങ്ങനെ മാത്രം കുറച്ച് കാണല്ലേ. മൃത്യുഞ്ജയം കഴിക്കാൻ മാത്രമുള്ള ഒരാള്, പിൻവിളക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരാള്, ആയുസ് നിയന്ത്രിക്കുന്ന ഒരാള്, അങ്ങനെ നിങ്ങൾ ഭഗവാനെ ചുരുക്കല്ലേ. ഞാൻ പറഞ്ഞു, വിദ്യ തരാൻ അദ്ദേഹത്തിന് ശേഷിയുണ്ട്. അദ്ദേഹമാണ് സപ്തർഷികളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഈ ജ്ഞാനമുദ്ര പിടിച്ചുകൊണ്ട് സകല അറിവും പറഞ്ഞു കൊടുത്തത്. വൈദ്യനാഥൻ ഭഗവാനാണ്, സകല ഔഷധങ്ങളുടെയും ദേവനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു പക്ഷഭേദമില്ല, എല്ലാവരും ഒരേപോലെ കാണുന്ന ആള്. ഗുരുവായൂരപ്പനും ഇല്ല, ആർക്കും ഇല്ല, നമ്മളാണ് ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന് മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രിയമാണ്. ഞാൻ കഥ കേട്ടിട്ടുള്ളത്, ഭഗവാൻ നാരായണൻ യോഗനിദ്രയിലായിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ മുഖത്ത് അനന്തൻ ഏത് സമയവും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്ര. അപ്പൊ അനന്തൻ ഇങ്ങനെ നോക്കണ സമയത്ത് ഭഗവാൻ നാരായണന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നിത്രേ. അയാൾ എന്തോ കാര്യമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. കുറെ സമയം കഴിഞ്ഞിട്ട് ഭഗവാൻ പൂർവ്വസ്ഥിതിയിൽ വന്ന സമയത്ത് അനന്തൻ ചോദിച്ചു അത്രേ, ഭഗവാൻ അങ്ങ് ഇത്രയും നേരം ഏറ്റവും അധികം സന്തോഷവാനായിട്ട് കാണപ്പെട്ടു, അങ്ങ് എന്താണ് അനുഭവിച്ചിരുന്നതെന്ന്. നാരായണൻ പറഞ്ഞു അത്ര, ഞാൻ കൈലാസത്തിൽ ഭഗവാൻ സാക്ഷാൽ മഹാദേവൻ താണ്ഡവം ചെയ്യുന്നത് ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അനന്തൻ പറഞ്ഞു, എനിക്കൂടെ അത് കാണാൻ താല്പര്യമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോഴാത്രേ ഭഗവാൻ പറഞ്ഞത്, പോയി ഭൂമിയിൽ ജനിച്ചിട്ട് വരൂ, അദ്ദേഹത്തിന്റെ എല്ലാ അനുഗ്രഹവും താങ്കൾക്ക് ഉണ്ടാവുന്നു. അദ്ദേഹമാണ് പതഞ്ജലിയായിട്ട് ജനിച്ചതെന്നാണ് സങ്കല്പം, യോഗയുടെ ആചാര്യൻ അനന്തൻ. അദ്ദേഹത്തിനായി കിട്ടിയത് അതൊക്കെ. ഇനിയിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ശിവനെ ഭജിച്ചാൽ ധനം ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം എല്ലാം എടുക്കുന്ന ആളാണേ. അങ്ങനെയുള്ള ചിന്തയുള്ള ആൾക്കാരുണ്ടോ? എല്ലാവരും ഉപേക്ഷിക്കുന്നവർക്ക് ശിവൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഞാൻ പൊതുവെ എല്ലായിടത്തും പറയാറുണ്ട്. എന്റെ നാട്ടിലാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ ശ്മശാനങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത്. ഐവർ മഠം എന്ന് വിളിക്കും, നിങ്ങൾ ചില ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. തിരുവല്ലാമല ഏറ്റവും കൂടുതൽ ശവസംസ്കാരം നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. നമ്മൾ അവിടെ ഗംഗയുടെ മണികർണികയുടെ ഒക്കെ തീരത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവണ ഒരു ഈ ജീവിതത്തിന്റെ ഒരു നിസ്വാർത്ഥത നമ്മൾ ഇങ്ങനെ അനുഭവിക്കില്ലേ, അതുപോലെ അനുഭവിക്കാൻ നിങ്ങളൊന്ന് ഐവർ മഠത്തിൽ വന്നാൽ മതി. കത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് മഹാത്മാക്കൾ പറയാറുണ്ട്, ത്രിമൂർത്തികളിൽ ഒരാൾ മാത്രമാണത്രേ നമ്മുടെ കൂടെ താമസിക്കുന്നത്. സത്യലോകത്ത് ബ്രഹ്മാവും വൈകുണ്ഠത്തിൽ വിഷ്ണുവും, കൈലാസത്തിൽ മാത്രമല്ല ഭഗവാൻ ഇരിക്കുന്നത്, ഭഗവാൻ ശ്മശാനവാസി കൂടിയാണെന്നാണ് സങ്കല്പം ശിവൻ. അതുകൊണ്ട് ഒരു ദിവസം നമ്മളെല്ലാവരും അങ്ങോട്ട് പോകാനുള്ളവരായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഭജിക്കുക എന്നുള്ള ഉത്തമമാണെന്ന് പറയും. കാരണം എല്ലാവരും ഉപേക്ഷിച്ചാലും നമ്മളെ ഉപേക്ഷിക്കാതെ നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്ത് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ്. ഒരിക്കലും റിലേറ്റീവ് മരിച്ചിട്ട് ഞാൻ നമ്മുടെ പാലക്കാട്ടത്തെ ഒരു കൾച്ചർ പറയാം കേട്ടോ, ഞാൻ എൻ്റെ നാട്ടിലത്തെ ആൾക്കാരെ മുഴുവൻ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ആ ചിന്താഗതിയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. നമ്മുടെയൊക്കെ ഒരു ധാരണ ഉണ്ട്, എല്ലാവരും എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാവും, എല്ലാ കാലത്തും നമ്മുടെ ഒപ്പം നമ്മൾ സ്നേഹിച്ച ആളുകൾ ഉണ്ടാവും. എനിക്കും ആ ചിന്ത ഉണ്ടായിരുന്നു. അത് ഗുരുവായൂരപ്പൻ മാറ്റി തന്നത് ഐവർ മഠത്തിൽ വെച്ചിട്ടാണെന്ന് ഞാൻ പറയാറുണ്ട് എല്ലായിടത്തും. ഒരു റിലേറ്റീവ് മരിച്ചിട്ട് അതിന്റെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഒരു ചിതയുടെ ഭാഗം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ അവിടെ കുറെ റിലേറ്റീവ്സ് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വേണം ചടങ്ങുകൾ ചെയ്യാൻ. അപ്പൊ ഞങ്ങളിങ്ങനെ ഈ 2 ഫാമിലിയും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഈ ചിതയ്ക്ക് തീ കൊടുത്തിയ ആളോട് ഒരു ബന്ധു വന്ന് പുറകിൽ നിന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഈ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇനി അങ്ങോട്ട് കത്തിക്കോളും, ഇനിയും നിന്ന് കഴിഞ്ഞാൽ ആംബുലൻസിന്റെ വാടക കൂടുന്നതാണ്. സിമ്പിളാണ്, അത്രേ ഉള്ളൂ. ഇത് മുഴുവൻ കത്തിത്തീർന്നിട്ടാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആംബുലൻസിന്റെ വാടക നിങ്ങൾ തന്നെ കൊടുക്കണം. ഇത് വരല്ലോ ഞാൻ കൊടുക്കാം, അത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പല ആളുകൾക്കും പല മഹാത്മാക്കളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മരണത്തിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ അങ്കിൾ, ആന്റി, അച്ഛ, അമ്മ,
ചേട്ടാ എന്നൊക്കെ വിളിച്ച ആൾക്കാർ ഒരു പേരിലേ നമ്മൾ വിളിക്കുള്ളൂ, പ്രേതം എന്നാണത്. എല്ലാവരും അങ്ങനെ വിളിക്കുള്ളൂ. പക്ഷെ നമ്മൾ ദഹിപ്പിക്കപ്പെട്ട സ്ഥലത്ത് ഒരാൾ നമുക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കും. വെറുതെ അല്ല പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞത്, ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റി ഇടണം തിരുവൈക്കം വാഴും ശിവശംഭോന്ന്. അദ്ദേഹം ഉണ്ടാവുള്ളൂ എന്നുള്ള ഭാവമാണ്. അതുകൊണ്ടാണ് പണ്ട് എല്ലാവരും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കാശിക്ക് വരുന്നത്. ഉറപ്പാണ് അദ്ദേഹം ഉപേക്ഷിക്കില്ല. കാരണം അദ്ദേഹം അച്ഛനാണ്. അച്ഛനൊരിക്കലും മക്കളെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ പിതൃഭാവം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ പിതാവായിട്ട് കാണുക എന്നുള്ളത് നിവൃത്തിയുള്ളൂ, അല്ലാതെ ഭഗവാൻ മാത്രം എന്നുള്ളതല്ല. മഹാദേവൻ എൻ്റെ അച്ഛനാണെന്ന് ഈ നെഞ്ചിൽ കൈവച്ച് പറയാൻ നമുക്ക് എന്ന് സാധിക്കുന്നുവോ അപ്പൊ കണക്കുകൾ തീർന്നു. അച്ഛനും മക്കളും തമ്മിൽ കണക്കുകളില്ല. നമ്മൾ ആരെങ്കിലും ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ചോറ് വിളമ്പി തരുമ്പോ സ്വത്ത് എഴുതി തരണട്ടോ എന്ന് പറഞ്ഞ് ചോറ് വിളമ്പി കഴിഞ്ഞാലും കഴിക്കൂ? ഇല്ലല്ലോ. അവിടെ കണക്കുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. നമ്മുടെ ക്ഷേത്രം അഭിവൃദ്ധിപ്പെടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ അമ്പലം വലുതാക്കേണ്ടത് ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. പുറത്തുനിന്ന് ആരും വരില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഈ ക്ഷേത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതേ നിവൃത്തിയുള്ളൂ. അതിനുവേണ്ടി നിങ്ങളാലാവുന്ന എന്തും ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാം. എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ കൊടുക്കുന്ന സമർപ്പണം. അങ്ങനെ കാണൂ നിങ്ങളതിനെ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ല ഭക്ഷണം കഴിച്ച് ചോരാത്ത കെട്ടിടത്തിനകത്ത് ഏറ്റവും കൂടുതൽ വിളക്കുകളുടെ അകമ്പടിയോടുകൂടി സർവ്വ അലങ്കാരങ്ങളോടും കൂടി ഏറ്റവും കൂടുതൽ മാലകളൊക്കെ ചാർത്തിക്കൊണ്ട് ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളെ കാത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭാവത്തിൽ ഞങ്ങൾക്ക് ഈ ക്ഷേത്രം എല്ലാ കാലത്തും ഇവിടെ വേണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോൾ ഉണ്ടാവുന്നോ അപ്പൊ കണക്ക് തീർന്നു. സർവ്വ കണക്കും തീർക്കുന്നവനാണ് ഭഗവാൻ. അദ്ദേഹത്തിന് യാതൊരു കണക്കുമില്ല ഒരാളുടെ കാര്യത്തിലും. കണക്കുകൾ നമ്മൾ ചെയ്ത കണക്കുകൾ നമ്മൾ തന്നെ അനുഭവിക്കുന്നതിൽ നിവൃത്തിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ അമ്പലത്തെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള ഇടപെടലുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അങ്ങനെ ചെയ്യുമ്പോൾ പൈസ എവിടെ നിന്നാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനൊക്കെ പൈസ വേണ്ടേ? അച്ഛനാണെന്ന് കരുതിയിട്ട് പൈസ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ശിവനെ ഭജിച്ചാൽ ധനം കിട്ടില്ല എന്ന് കരുതുന്ന ആൾക്കാരുണ്ടോ? ആരെങ്കിലും? ശിവനെ ഭജിച്ചു കഴിഞ്ഞാൽ ആകെ ഈ ആയുസ്, ധനം എന്ന് പറഞ്ഞാൽ അത് മഹാലക്ഷ്മി അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ, ഇവരെയൊക്കെ ഭജിച്ചാലാണ്, ഇന്നിപ്പോ ചാത്തൻ സ്വാമിയുടെ പേരൊക്കെ നിങ്ങൾ പറയുമായിരിക്കും ചിലപ്പോ, അവരെയൊക്കെ ഭജിച്ചു കഴിഞ്ഞാലാണ് പണം കിട്ടുള്ളൂ. ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മൃത്യുവിന്റെ ദേവൻ. ഞാൻ ഒരിക്കൽ വാരണാസി പോയ സമയത്ത് അവിടെ ഒരു പ്രഭുജീനെ കണ്ടു. അപ്പൊ ഞാനിരുന്ന് ഇങ്ങനെ പൈസ എണ്ണുകയായിരുന്നു. അതായത് അമ്പലത്തിൽ വഴിപാട് കഴിച്ചിട്ട് ബാക്കി കിട്ടിയ പൈസ അവിടെ ഗംഗയുടെ തീരത്ത് നിന്ന് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം നിന്നോട് ചോദിച്ചു, നിന്റെ കയ്യിലുള്ള പൈസ തീർന്നു പോയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് ബാക്കിയുണ്ട്, കുഴപ്പമില്ല. അപ്പൊ അദ്ദേഹം കൈ ചൂണ്ടിയിട്ട് അവിടെ മഹാദേവന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൈ ചൂണ്ടി അദ്ദേഹം പറഞ്ഞു, അവനോട് ചോദിക്കുക, അവൻ തരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഇതേപോലെ ചോദിച്ചു. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃത്യുഞ്ജയനല്ലേ. നമ്മൾ ഈ ധനമൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തോട് ചോദിക്കുക? ധനം ചോദിച്ചാൽ തരുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാന്നുണ്ട് അദ്ദേഹം അവിടെ വെച്ച് എനിക്കൊരു കഥ പറഞ്ഞു തന്നു. ഗംഗയുടെ തീരത്തുള്ള ഒരുപാട് സാധു സന്യാസിമാര് നാടോടി കഥയായിട്ട് പറഞ്ഞു കൊടുത്തൊരു കഥ എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് പറഞ്ഞൊരു കഥയുണ്ട്. ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് വലിയ പരാധീനതകൾ ഉണ്ടായിരുന്നു, വലിയ പ്രയാസമായിരുന്നു. പല സ്ഥലത്തുനിന്നും അദ്ദേഹം കടം വാങ്ങി, ഒരുപാട് പണം. അദ്ദേഹത്തിന് ദാരിദ്ര്യം കൂടി വന്നുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല കുറെ കാലം. അപ്പൊ ഈ കടം വാങ്ങിയ ആൾക്കാരൊക്കെ വീട്ടിൽ വന്ന് ബഹളം തുടങ്ങി. അങ്ങനെയാണല്ലോ നമ്മുടെ പണ്ടിപ്പോ ഓപ്പറേഷൻ കുബേരയൊക്കെ ഉണ്ടായ കാലം ഒന്നുമല്ല, അതിന് മുമ്പാണ്. അപ്പൊ ഈ ബഹളം തുടങ്ങിയ സമയത്ത് അവർ പറഞ്ഞു, ഇത്രാം തീയതിക്കുള്ളിൽ പൈസ തന്നില്ലെങ്കിൽ നിന്റെ വീട് ഞാൻ കത്തിക്കുന്ന പറഞ്ഞു. അയാളും ഭാര്യയും കുട്ടികളും ഇരുന്ന് കരയാൻ തുടങ്ങിയെന്നല്ലാണ്ട് വേറെന്താ ചെയ്യുക? അവർക്ക് കുടുംബപരമായിട്ടുള്ള സ്വത്തോ ഇദ്ദേഹത്തിനുള്ള ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു പണം എന്നൊക്കെ പറഞ്ഞാൽ തുച്ഛമായുള്ള വരുമാനമാണ്. കുട്ടികൾക്കാണെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ പോലും പൈസ ഇല്ല. ഒരിക്കലും രാത്രി ഭാര്യ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഈ ഒരു ഗതി വന്നല്ലോ, നമ്മുടെ വീട് ഇതാ കത്തി തീരാൻ പോവാണ് ഏതാനും ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോവാണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നാളേക്കുള്ളിൽ ഞാൻ ഇതിന് പരിഹാരം ഉണ്ടാക്കും. ആരെ കൊന്നിട്ടാണെങ്കിലും ആരുടെ എന്ത് മോഷിച്ചിട്ടാണെങ്കിലും
ഞാൻ പണം കൊണ്ടേ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ ആ വീട് വിട്ട് ഇറങ്ങിയതാണ്. ഗതികേടുണ്ട്. അദ്ദേഹം ദൂരേക്ക് സഞ്ചരിച്ചു അത്രേ, ഒരു രാത്രി മുഴുവൻ. ആ ഗ്രാമത്തിന്റെ അടുത്തൊരു കള്ളനെ അദ്ദേഹം പരിചയപ്പെട്ടു. ആ രാത്രിയിൽ അദ്ദേഹം പറഞ്ഞു അത്രേ, തന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലായി, തന്നെ സഹായിക്കണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്, എന്റെ കയ്യിലുള്ള പണമൊക്കെ ചെലവായി പോയി. ഞാൻ ഈ പണമൊക്കെ ഉണ്ടാക്കിയത് ആ നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ആ ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് സ്വത്തുണ്ട്. ഞാൻ അത് രാത്രി പോയി മോഷ്ടിക്കും. ഈ ഗ്രാമത്തിന്റെ അതിർത്തി ഭാഗത്തൊരു വ്യാപാരി ഉണ്ട്, അയാൾക്ക് വിൽക്കും, അയാൾ പണം തരും. നീ ഒരു കാര്യം ചെയ്യും, നാളെ ഇവിടത്തെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി അവിടെ ഉള്ള സ്വത്തും വകയൊക്കെ നോക്കി വെക്കുക, ആഭരണങ്ങളൊക്കെ എത്ര ഉണ്ട് എന്നൊക്കെ നോക്കി വെക്കുക. രാത്രി അതേ ക്ഷേത്രത്തിൽ കക്കാൻ കയറുക. ഇന്നിപ്പോ ആ രീതിയൊക്കെ നടക്കുന്ന ആളുകളുണ്ട്. ആ വിറ്റ അല്ലെങ്കിൽ ആ കട്ടെടുത്തിട്ടുള്ള മുതലുമായിട്ട് ഈ വ്യാപാരിയെ നീ പോയി കണ്ടാൽ മതി, ഞാൻ വേണ്ട ഏർപ്പാടുണ്ടാക്കാന്ന് അദ്ദേഹം പറഞ്ഞു. ഇയാളുടെ ഗതികേട് മനസ്സിലാക്കിയിട്ട് ഇയാൾ രാവിലെ എണീറ്റും, അമ്പലത്തിൽ പോകേണ്ടതല്ലേ, ബ്രാഹ്മണനാണ്, അദ്ദേഹത്തിന് സന്ധ്യാവന്ദനാദികളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം സ്വത്ത് അന്വേഷിച്ച് പോയത് ഒരു ശിവന്റെ അമ്പലത്തിലായിരുന്നു അത്ര. അപ്പൊ അദ്ദേഹത്തിന് മഹാദേവന്റെ ശിവലിംഗത്തിലേക്ക് നോക്കിയിട്ട് തോന്നി ഇത്ര, എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടെങ്കിൽ ഇയാൾക്ക് ഊരി കൊടുക്കായിരുന്നു. ഇയാളുടെ അടുത്ത് ഒന്നുമില്ല, ആകെ ഒരു കൂവളമാലയുണ്ട്, ഒരു പിൻവിളക്കും ഉണ്ട്, കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഞാൻ സ്വർണം തേടി വന്ന് നിന്റെ അടുത്തായി പോയല്ലോ ശിവനെ, അദ്ദേഹം പറഞ്ഞു എന്നാണ്. എനിക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കി തരണം ഭഗവാനെ എന്ന് പറഞ്ഞ് പഞ്ചാക്ഷരം ജപിച്ചിട്ട് പ്രദക്ഷിണം ചെയ്യുന്ന വഴിയിൽ അദ്ദേഹം ക്ഷേത്രത്തിലെ ഉരുളികൾ കണ്ടു, വാർപ്പ് പാത്രങ്ങളൊക്കെ കണ്ടു. അദ്ദേഹത്തിന് തോന്നി, ഇതെങ്കിലും ഇത് മോഷ്ടിച്ച് വിൽക്കാം, ഇതെങ്കിലും ഇത് കിട്ടിയാൽ മതി. ഏതൊക്കെ വാതിലുണ്ട്, ഏതിലൂടെയൊക്കെ ഓടാം എന്നുള്ള അതിന്റെ പ്ലാനൊക്കെ രാവിലെ തന്നെ തയ്യാറാക്കി. പാവം അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ആദ്യമായിട്ട് പോവാണ്. രാത്രി ആവാൻ വേണ്ടി കാത്തിരുന്നു, ആ ആൽത്തറയിൽ തന്നെ ഇരുന്നു. തിരുമേനി നട അടച്ച് പോയ സമയത്ത് അദ്ദേഹം ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിലെ സ്വത്ത് മോഷ്ടിക്കാനായി ക്ഷേത്രത്തിനകത്തേക്ക് കയറി. അദ്ദേഹം ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്തേക്ക് നോക്കിയപ്പോൾ അതികഠിനമായിട്ടുള്ള ഇരുട്ടാണ് അതിനകത്ത്. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, ഇതാണ് ഏറ്റവും പറ്റിയ സമയം, ഇരുട്ടാണ്, ആരും ഇല്ലാത്ത സമയം, പോയി വേണ്ടത് പതുക്കെ പതുക്കെ എടുത്തു കൊണ്ടുവരാമെന്ന് കരുതി അമ്പലത്തിനകത്തേക്ക് പോയ സമയത്ത് എന്തോ ഒന്ന് അദ്ദേഹത്തിന്റെ കാലിൽ തട്ടി ഒരു പാത്രം വീണില്ല എന്നുള്ള ഭാവത്തിൽ നിന്നു. അപ്പൊ അയാൾക്ക് മനസ്സിലായി, ഇവിടെ പലയിടത്തായിട്ട് പലതൊക്കെ വെച്ചിട്ടുണ്ട്, എന്റെ കാല് തട്ടിയിട്ട് ഇനിയിപ്പോ എന്തിന്റെങ്കിലും ശബ്ദം കേട്ടിട്ട് നാട്ടുകാരൊക്കെ ഓടി വന്ന് എന്നെ തല്ലി കൊന്നു കഴിഞ്ഞാൽ എന്റെ ഭാര്യ മക്കളും പോലും അറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വെളിച്ചം, ഒരു വിളക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തോണ്ട് അമ്പലത്തേക്ക് വരാം, എന്നാൽ കാര്യം തട്ടിത്തറയാത്ത പ്രശ്നമൊന്നുമില്ല, എവിടെയാണ് ഓരോന്ന് വെച്ചിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് കാണാനും പറ്റും. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോ ഗംഭീരായിട്ട് അമ്പലത്തിന് മുമ്പിൽ ദീപസ്തംഭം കത്തുന്നുണ്ട്. അതിന്റെ അടുത്തേക്ക് പോയി അതിനൊരു 2 തിരി കൂട്ടിപ്പിടിച്ചിങ്ങോട്ട് എടുത്തു. അദ്ദേഹം ആ അമ്പലത്തിനകത്തേക്ക് വീണ്ടും അതിന്റെ വെളിച്ചത്തിൽ കയറി ചെന്നു. അദ്ദേഹം തന്റെ വലത്തെ കാലെടുത്ത് അമ്പലത്തേക്ക് വെച്ചില്ല, അദ്ദേഹത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഒരു കാറ്റടിച്ചിട്ട് ഈ 2 തിരിയും കെട്ടു. നല്ല ഭാഗ്യമുള്ള സമയമായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, ഇനിയും വീണ്ടും ഇരുട്ടത്ത് പോകണ്ടെന്ന് കരുതി വീണ്ടും ഈ വിളക്കിൽ നിന്ന് ആ തിരി കത്തിക്കാനായിട്ട് അദ്ദേഹം ദീപസ്തംഭത്തിന്റെ അടുത്തേക്ക് പോയി, കത്തിച്ചു. ഇപ്രാവശ്യം അമ്പലത്തിന്റെ അകത്തേക്കൊന്നും കൊണ്ടുവന്നില്ല, ദീപസ്തംഭത്തിന്റെ അവിടുന്ന് 2 കാല് വെച്ചപ്പോഴേക്കും കാറ്റടിച്ചൊരു ദീപസ്തംഭവും കെട്ടു, വിളക്കും കെട്ടു. അയാൾ ഭഗവാനെ നോക്കിയിട്ട് പറഞ്ഞു, നീ എന്നെ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാൻ തുടങ്ങുകയാണെങ്കിൽ വലിയ കഷ്ടമാണ്. എന്റെ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മോഷ്ടിക്കുന്നത്, അതിനു വേണ്ടി നീ എനിക്കൊരു വെളിച്ചം താ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ചാമ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ട് അദ്ദേഹം ഈ തീ ഉണ്ടാക്കാൻ തുടങ്ങി. എന്തൊക്കെയോ കൂട്ടി ഇങ്ങനെ ഉരസി കത്തിക്കാൻ തുടങ്ങി. ഏതൊക്കെയോ സമയത്ത് ഇത് കത്തും, തിരിയും കത്തും, പക്ഷെ അദ്ദേഹം അത് എടുത്തു പോകുമ്പോഴേക്കും വീണ്ടും കെടും. ഇങ്ങനെ അദ്ദേഹം കത്തിച്ചും കെട്ടും സമയം പോയത് അദ്ദേഹം അറിഞ്ഞില്ല എന്നാണ്. പിന്നെ അവസാനം അദ്ദേഹം കക്കാൻ വന്നൊക്കെ അയാൾ മറന്നു, അയാൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പോയാന്നുള്ള അവസ്ഥയായി. ഇത് കത്തി കിട്ടിക്കഴിഞ്ഞാൽ ഗംഭീരായിരുന്നു. ഏതോ ഒരു സമയത്ത് അദ്ദേഹം എന്റെ ശിവനേന്ന് വിളിച്ചുകൊണ്ട് കത്തിച്ച സമയത്ത് ആ തിരി കത്തിത്ര, അത് കെട്ടതുമില്ല എന്നാണ്. ആ തിരിയുടെ വെളിച്ചത്തിൽ അദ്ദേഹം കണ്ടു എവിടെയാണ് ഉരുളി വെച്ചിരിക്കുന്നതല്ല, ആ ഭഗവാന്റെ സ്വരൂപത്തെ അദ്ദേഹം ആ വെളിച്ചത്തിൽ നേരിട്ട് കണ്ടു എന്നാണ് ആ കഥയിൽ പറഞ്ഞത്. ഭഗവാൻ തൃശൂലം കയ്യിലേന്തിയിട്ട് ചന്ദ്രകലാധരനായിട്ട്
ആ കള്ളന്റെ, ആ ബ്രാഹ്മണന്റെ, ആ സാധുവിന്റെ മുമ്പിൽ ദർശനം കൊടുത്തു. നമ്മുടെ മുമ്പിലുള്ള ശിവനാണെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ വരികയാണല്ലേ ദുഷ്ട. അദ്ദേഹം തന്റെ കയ്യിലുള്ള തൃശൂലം ആ ഭൂമിയിൽ കുത്തിവെച്ചിട്ട് ആ കള്ളനെ ഇങ്ങോട്ട് ആലിംഗനം ചെയ്തു, കെട്ടി അങ്ങോട്ട് പിടിച്ചു തറ. എന്നിട്ട് അദ്ദേഹം ആ കള്ളന്റെ ചെവിയിൽ പറഞ്ഞു തറ, എന്റെ ഉണ്ണി, ഞാൻ ഇരുട്ടിലായ സമയത്ത് നീ എനിക്കൊരു തിരി തെളിയിച്ചല്ലോ. അത്രേ ഉള്ളൂ ഭഗവാൻ. അത്ര സിമ്പിളാണ് ഭഗവാൻ. ഞാൻ ഇരുട്ടിലായ സമയത്ത് എനിക്ക് തിരി തെളിയിക്കാൻ നീയല്ല ഉണ്ടായുള്ളൂ. എന്നിട്ട് ഭഗവാൻ കണ്ടിന്യൂ ചെയ്തതാണ്, നീ ആഗ്രഹിച്ചത് എന്റെ വെറും സ്വത്ത്, എന്റെ ഇവിടെ ഉള്ള തുച്ഛമായിട്ടുള്ള ഒട്ടുപാത്രങ്ങൾ. ഈ തിരി തെളിയിച്ച ആ ഒറ്റ ഫലത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിധിയും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സ്വത്തും ഞാനിതാ നിന്റെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് വെക്കുന്നു. നിനക്ക് എന്റെ സുഹൃത്ത് ഭാവം ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാണ്. അദ്ദേഹമാണ് അത്ര പിന്നീടുള്ള ജന്മത്തിൽ ആരായിട്ട് ജനിച്ചത്? കുബേരൻ എന്ന് വിളിക്കും അദ്ദേഹത്തെ. അദ്ദേഹത്തിന്റെ പൂർവജന്മ കഥയായിട്ട് ഈ കഥ പറഞ്ഞു കേൾപ്പിച്ചു. അദ്ദേഹമാണ് കുബേരനായിട്ട് ജനിച്ചതെന്ന്. എന്തിന്? ശിവന്റെ അമ്പലത്തിൽ കക്കാൻ കയറിയിട്ട് അറിയാണ്ട് ഒരു തിരി തെളിയിച്ചപ്പോ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു നാളെ വന്നിട്ട് കത്തിക്കണം എന്നല്ലേ. അമ്മോ, അപകടമാണ് ഇങ്ങനത്തെ ഓരോന്നൊക്കെ പറയണതേ. ചാൽ മേൽപ്പത്തൂരിനോട് പണ്ട്, മേൽപ്പത്തൂരിന്റെ ഏട്ടൻ മാതൃത്വത്തിനോട് പണ്ട് എഴുത്തച്ഛൻ പറഞ്ഞല്ലോ, മത്സ്യം തൊട്ട് കൂട്ടിക്കോളൂ. ആ അവസ്ഥയാവരുത്. ഞാൻ പറഞ്ഞത്, ഭഗവാനെ ഭക്തിയോടുകൂടി ഉപാസിക്കുന്ന ഏതൊരു ഭക്തനാണെങ്കിലും ആ ഭക്തനോട് ഭഗവാൻ ഉണ്ടാവുന്ന വികാരം എന്ന് പറയുന്നത് കോപമല്ല, സ്നേഹമാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ അദ്ദേഹം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ദയവായി അദ്ദേഹത്തിനെ വെറും മൃത്യുവിന്റെ ദേവനായിട്ട് മാത്രം ചുരുക്കാതിരിക്കുക. മേൽപ്പത്തൂര് പറയുന്നുണ്ടല്ലോ, തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരെ അന്തഭാഗ്യം. അതിന്റെ ഇടയിൽ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ബ്രഹ്മതത്വം. നാരായണീയത്തിന്റെ 1-ാമത്തെ ശ്ലോകത്തിൽ സന്ദ്ര ആ ഭാഗത്ത് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ബ്രഹ്മതത്വം എന്നൊരു വാക്കുണ്ട് അതിൽ. ആ ബ്രഹ്മതത്വം തന്നെയാണ് ശിവൻ, ആ ബ്രഹ്മതത്വം തന്നെയാണ് നാരായണൻ. മഹാദേവന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ശിവന് ഏറ്റവും പ്രിയമാണ് വിഷ്ണുവിനോട്, വിഷ്ണുവിനും ഏറ്റവും പ്രിയമാണ് ശിവനോട് ഞാൻ പറഞ്ഞു. ശിവന്റെ ഹൃദയമാണ് വിഷ്ണു, വിഷ്ണുവിന്റെ ഹൃദയമാണ് ശിവൻ എന്നൊക്കെയുള്ള ശ്ലോകമൊക്കെ ഉണ്ട്. എന്നാൽ ഇവര് തമ്മിൽ തന്നെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ടാണ്, രണ്ടുപേരുടെയും ഭക്തന്മാർക്ക് വേണ്ടിയിട്ട്. ഭാഗവത്തിൽ കഥ പറയും. നിങ്ങൾ എത്ര പേര് ഗുരുവായൂർ കൃഷ്ണാട്ടത്തില് ബാണയുദ്ധം എന്നുള്ള കഥ നടത്തിയുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ബാണയുദ്ധം ഇല്ല. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവാനൊക്കെ പൊതുവിൽ ഗുരുവായൂരുള്ള ഒരു വഴിപാടാണ് ബാണയുദ്ധം. ബാണൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകളായിരുന്നു ഉഷ. നിങ്ങൾ ഇടയിൽ ആരൊക്കെങ്കിലും അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ മനസ്സിലായിക്കോളൂ, അത് ബാണൻ എന്ന് പറയുന്ന അസുര രാജാവിന്റെ മകളായിരുന്നു ഉഷ. എന്റെ അമ്മയുടെ പേര് ഉഷ എന്നാണ്. ഉഷ ഒരു ദിവസം രാത്രി സ്വപ്നം കണ്ടു, ഏറ്റവും സുന്ദരനായിട്ടുള്ള ഒരു കുമാരൻ തന്നെ വിവാഹം കഴിക്കുന്നതായിട്ട്. രാവിലെ ഞെട്ടി ഉണർന്നപ്പോൾ ഉഷയ്ക്ക് തോന്നി, ഈ കുമാരനെ തന്നെ കല്യാണം കഴിക്കണം. മാട്രിമോണി ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, ഇതിന്റെ മുഖം ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ ഇനിയിപ്പോ അവസ്ഥ? ഇനി വീണ്ടും സ്വപ്നം കാണണ്ടേ? അപ്പൊ ആ കാലത്ത് മറ്റേ ഈ പോർട്രേറ്റ് ഒക്കെ വരച്ചു കൊടുക്കുന്ന ഒരു സുഹൃത്ത് ഉഷയ്ക്ക് ഉണ്ടായിരുന്നു, ഒരു ചിത്രകാരി. അവളുടെ പേര് ചിത്രലേഖ എന്നാണ്. ചിത്രലേഖയോട് ഉഷ പറഞ്ഞു, എനിക്ക് ഒരു കുമാരനെ ഇഷ്ടമാണ്, ഞാൻ അയാളെ സ്വപ്നം കണ്ടിട്ടുണ്ട്, എനിക്ക് അയാളുടെ ഫോട്ടോ വരച്ചു തരണം. അപ്പൊ കണ്ണ് ഇങ്ങനെയാണ് ഇരിക്കണത്, മൂക്ക് ഇങ്ങനെയാണ് ഇരിക്കണത്, ചുണ്ട് ഇങ്ങനെ ഇരിക്കണത്, വിവരണമൊക്കെ കൊടുത്തപ്പോ ആദ്യം ചിത്രലേഖ ഒരു ചിത്രം വരച്ചത് ഭഗവാൻ കൃഷ്ണന്റെ ചിത്രമായിരുന്നു. അത് കാണിച്ചു കൊടുത്തു. ഇയാളെയാണോ കണ്ടത്? ഉഷ പറഞ്ഞു, ഏതാണ്ട് ഇയാളെയൊക്കെ പോലെ തന്നെ ഉണ്ട്, പക്ഷെ ഇത്ര പ്രായമല്ല, കുറച്ചുകൂടെ യങ്ങാണ്. അപ്പൊ ഭഗവാന്റെ മകനായിട്ടുള്ള പ്രദ്യുമ്നന്റെ ചിത്രം വരച്ചു കൊടുത്തു. ഇയാളെയാണോ കണ്ടത്? കുറച്ചും കൂടെ സിമിലാരിറ്റി ഉണ്ട്, പക്ഷെ കുറച്ചും കൂടെ ഒന്ന് പ്രായം കുറച്ചോളൂ. അങ്ങനെ ഭഗവാന്റെ പേരക്കുട്ടിയായിട്ടുള്ള അനിരുദ്ധന്റെ ചിത്രം വരച്ചു കൊടുത്തു. എക്സാക്ട് മാച്ച് ആണെന്ന് പറഞ്ഞു. ഇയാളെ ഞാൻ കണ്ടത്. ചിത്രലേഖയ്ക്ക് ഇത്തിരി ജാലവിദ്യയൊക്കെ അറിയാവുന്നതുകൊണ്ട് രാത്രിക്ക് രാത്രി ഈ ചിത്രലേഖ ദ്വാരകയിൽ ചെന്ന് അന്തപ്പുരത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഈ അനിരുദ്ധനെ പൊക്കി എടുത്തിട്ട് ഉഷയുടെ അന്തപ്പുരത്തെ കൊണ്ട് എടുത്തോളൂ. അങ്ങനെയുള്ള കൂട്ടുകാരികളൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ ഈ ഉഷയുടെ ഈ ഒരു അന്തപ്പുരത്തിൽ അനിരുദ്ധൻ താമസിക്കുന്നുണ്ട് എന്ന്
ഉഷയുടെ അച്ഛനായിട്ടുള്ള ബാണാസുരൻ അറിഞ്ഞു. ബാണാസുരന്റെ പ്രത്യേകത, അദ്ദേഹം നോക്കൂ, മഹാദേവന്റെ ഒരു പ്രത്യേകതയും കൂടിയാണത്. അദ്ദേഹത്തിന്റെ പേര് കേട്ട ഭക്തന്മാരൊക്കെ അസുരന്മാരാണ്. അദ്ദേഹത്തിന്റെ ഭക്തന്മാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഒന്നാമത്തെ സ്ഥാനം ഞാൻ മാർക്കണ്ഡേയന് പലപ്പോഴും കൊടുക്കാറില്ല. ഞാൻ ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുക സാക്ഷാൽ രാവണൻ, ബാണൻ. ഇവരൊക്കെ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തരായിരുന്നു. ബാണാസുരന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം രാവിലെ എണീച്ചിട്ട് ഗംഗയുടെ തീരത്ത് ചെന്ന് ഗംഗയുടെ മണൽത്തരികൾ കൊണ്ട് 1000 ശിവലിംഗങ്ങൾ കൈകൊണ്ട് കുഴച്ചുണ്ടാക്കത്രേ. ഈ 1000 ശിവലിംഗങ്ങളിലും അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ട് പൂജ കഴിക്കും. പൂജ കഴിഞ്ഞാൽ ഈ 1000 ശിവലിംഗങ്ങൾ കൊടുത്ത് അദ്ദേഹം ഗംഗയിൽ നിമഞ്ജനം ചെയ്യും, ഒഴുക്കും. നമ്മൾ ഈ ഗണപതി പൂജ കഴിഞ്ഞാൽ ഒഴുക്കില്ലേ, അതേപോലെ ആ ശിവലിംഗങ്ങളെയാണ് ബാണലിംഗങ്ങൾ എന്ന് വിളിക്കുക. കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ബാണലിംഗം ഇരിക്കുന്ന ജില്ല എൻ്റെ നാട്ടിലാണ്. എവിടെ അറിയാം നിങ്ങൾക്ക്? വീടൊരുങ്ങി നാടൊരുങ്ങി കൽപ്പാത്തി, അവിടെ ആ കൽപ്പാത്തിയിലാണ് ഈ ബാണലിംഗം ഇരിക്കണത്. ബാണൻ പൂജിച്ച ശിവലിംഗം എന്നാണ് അർത്ഥം. അപ്പൊ ആ ബാണലിംഗത്തിന്റെ ഒരു പാരമ്പര്യം, ബാണന്റെ ശിവഭക്തി എന്ന് പറഞ്ഞതായിരുന്നു. ഓരോ ദിവസവും 1000 ശിവലിംഗങ്ങൾ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച് അതിൽ പൂജ കഴിച്ച് അത് നിമഞ്ജനം ചെയ്യും. പിറ്റേ ദിവസം ആദ്യം ഉണ്ടാക്കും. അങ്ങനെയുള്ള ബാണൻ ഈ അനിരുദ്ധനെ പിടിച്ച് കെട്ടിയിട്ടു. മകളുടെ അന്തഃപുരത്തിൽ അതിക്രമിച്ച് കടന്നു എന്ന് പറഞ്ഞിട്ട് തന്റെ പേരക്കുട്ടിയെ ബാണാസുരൻ ബന്ധിച്ചു എന്നുള്ളത് ദ്വാരകയിൽ ഭഗവാൻ അറിഞ്ഞു. കൃഷ്ണൻ ഭഗവാൻ കാര്യമായിട്ട് ചൂടാവാനൊന്നും പോയില്ല. പക്ഷെ ആ അനിരുദ്ധനോട് ഏറ്റവും കൂടുതൽ വാത്സല്യം ഉണ്ടായിരുന്ന ബലരാമസ്വാമി, അദ്ദേഹത്തിന് വലിയ കോപം ഉണ്ടാവുകയും ഉടനെ തന്നെ ദ്വാരകയുടെ സൈന്യം മുഴുവൻ ബാണനുമായിട്ട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടെന്ന് അദ്ദേഹം കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ദ്വാരകയുടെ സൈന്യം ഈ രാമകൃഷ്ണന്മാരോടൊപ്പം ബാണന്റെ രാജധാനി ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പ്രഭാഷണങ്ങളൊക്കെ പറയാറുണ്ട്, ഈ ബാഹുബലി സിനിമയിൽ മറ്റേ സാധനം കൊണ്ട് നോക്കില്ലേ, അതുപോലെ ബാണാസുരൻ ഈ മട്ടുപ്പാവിൽ നിന്ന് നോക്കിയപ്പോ കണ്ടത് ദ്വാരകയുടെ സൈന്യം തന്നെ ആക്രമിക്കാൻ വരുന്നതും അതിന്റെ ഒത്ത നടുക്ക് കൃഷ്ണനും രാമനും നിൽക്കുന്നതുമാണ്. പകുതി ജീവൻ പോയി. ഇവരൊക്കെ വന്ന് ആക്രമിച്ചാൽ എന്റെ രാജ്യവും ഞാനും ബാക്കി ഉണ്ടാവില്ലല്ലോ, എന്നെ സഹായിക്കാൻ ആരാണുള്ളത് എന്ന് അദ്ദേഹത്തിന് തോന്നി. ഒരാളുടെ മുഖം മാത്രമാണ് അകത്തേക്ക് വന്നുള്ളൂ. എന്നും ചെന്ന് ഭജിച്ചിരുന്ന ഈ വല്ലാരിമംഗലത്തപ്പന്റെ മുഖം മനസ്സിൽ വന്നു എന്നാണ്. പ്രാർത്ഥിച്ചു, ഭഗവാനെ, സാക്ഷാൽ കൃഷ്ണൻ നാരായണൻ ഇതാ എന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നു, അങ്ങ് എന്നെ സഹായിക്കില്ലേ? പറയുമ്പോ നോക്കൂ, ഞാൻ എത്ര വട്ടം വർണ്ണിച്ചു ശിവനും വിഷ്ണുവും തമ്മിലുള്ള ബന്ധം, ശിവനും വിഷ്ണുവും തമ്മിലുള്ള സൗഹൃദം അതൊരു വസ്തുവാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ സ്വന്തം ഭക്തന് വേണ്ടി ബാണാസുരന്റെ സൈന്യത്തിൽ നിന്നുകൊണ്ട് കൃഷ്ണനോട് യുദ്ധം ചെയ്ത ശിവനെ നിങ്ങൾക്ക് ഭാഗവത്തിൽ കാണാം. ആർക്ക് വേണ്ടിയിട്ട്? ഏറ്റവും പ്രിയപ്പെട്ട ആളോട് തല്ലുകൂടുന്നു. ആർക്ക് വേണ്ടി? ഒരു ഭക്തന് വേണ്ടിയിട്ട്. സ്വന്തം ഭക്തന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ഭഗവാന് സ്വന്തം കാര്യം പോലും സെക്കൻഡറി ആണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തോ ആയിക്കൊള്ളട്ടെ, എന്റെ ഭക്തൻ എന്നെ വിളിച്ചാൽ എനിക്ക് എങ്ങനെ പോവാതിരിക്കാൻ സാധിക്കും എന്നാണ് ഭഗവാൻ ചോദിച്ചത്. ആ യുദ്ധമൊക്കെ ഗംഭീരമായിട്ട് ഭാഗവത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്, ബാണയുദ്ധം. അതാണ് നിങ്ങൾ കൃഷ്ണാട്ടം നടത്തുക ഗുരുവായൂർ. മാനവേദൻ കോഴിക്കോട് സാമൂതിരി അദ്ദേഹം കൃഷ്ണഗീതി എഴുതിയ സമയത്ത് മാനവേദന്റെ ശങ്കരനാരായണ സ്തുതി എന്ന് പറഞ്ഞൊരു സ്തുതിയുണ്ട്. കൃഷ്ണാട്ടം 8 കഥകളാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അവതാരം, കാളിയമർദ്ദനം, കംസവധം, ഒപ്പം തന്നെ രാസക്രീഡ, സ്വയംവരം, ബാണയുദ്ധം, വിവിധവധം, സ്വർഗാരോഹണം. ഇത്രയാണ്. ഈ 8 കഥ നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, 8 കഥയും തൊഴുത ഫലം വേണം. ബാണയുദ്ധം കൃഷ്ണാട്ടുള്ള സമയത്ത് ഗുരുവായൂർ പോവുക. ശങ്കരനാരായണ സ്തുതി മാത്രം നടക്കുന്ന സമയത്ത് അവിടെ ചെന്ന് നമസ്കരിച്ചാൽ 8 കഥയും കേട്ട ഫലാണെന്നാണ്. 8 കഥ വെച്ചാൽ ബാണയുദ്ധം കഴിഞ്ഞിട്ട് ഭഗവാൻ കൃഷ്ണനും ശിവനും ആലിംഗനം ചെയ്യുന്ന ഒരു രംഗം ഉണ്ടായി നമുക്ക്. ശിവൻ പോയിട്ട് കൃഷ്ണനെയും, കൃഷ്ണൻ പോയിട്ട് ശിവനെയും കെട്ടിപ്പിടിക്കും. ആ സമയത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു കീർത്തനം ശങ്കരനാരായണ സ്തുതി എന്ന് വിളിക്കും, മാനവേദന്റെ കൃതിയാണ്. അത് ചൊല്ലുന്ന സമയത്ത് അവിടെ കൂടിയിരുന്ന ആൾക്കാരൊക്കെ മമ്മിയൂരപ്പനെയും ഗുരുവായൂരപ്പനെയും നമസ്കരിക്കുന്നത് കാണാം നിങ്ങൾക്ക് അവിടെ ഒറ്റടിക്ക്. എല്ലാ കൃഷ്ണാട്ടവും തൊഴുത ഫലാണെന്നാണ് സങ്കല്പം. അത്രയധികം കണക്റ്റഡ് ആയിട്ടുള്ള 2 പേരാണ് ഇവിടെ ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. പരസ്പരം ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും.
ഇത് കഥകളിൽ പലതും രണ്ടായിട്ട് പറയും. അപ്പൊ നോക്കൂ, യമനെ ഭഗവാൻ വധിച്ചു മാർക്കണ്ഡേയന് വേണ്ടിയിട്ട് എന്ന് ശിവപുരാണത്തിൽ പറയും. ഭാഗവത്തിൽ പറയും അജാമിളൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനെ യമദൂതന്മാരുടെ കയ്യിൽ നിന്ന് വിഷ്ണു രക്ഷിച്ചു. രണ്ടും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. ഒരു ഭാഗത്ത് മാർക്കണ്ഡേയൻ നമശിവായെന്ന് ജപിച്ചു, അജാമിളൻ നാരായണ എന്ന് വിളിച്ചു. രണ്ടിടത്തും യമദൂതന്മാരെ തടഞ്ഞ് തന്റെ ഭക്തന്മാരുടെ ജീവൻ രണ്ടുപേരും രക്ഷിച്ചു. ഒന്നെന്നെയാണ്. കൊട്ടിയൂര് നിങ്ങൾ കേട്ടു ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറയുന്ന വിശേഷപ്പെട്ട ചടങ്ങ് അല്ലെ? സതിയുടെ ദേഹത്യാഗം ഉണ്ടായിട്ട് ക്രോധവും വിഷമവും ഒക്കെയുള്ള ആ മഹാദേവനെ വിഷ്ണു കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു എന്നാണ്, ഹഗ് ചെയ്തു. ഇന്നും കുറുമാത്തൂർ ഇല്ലത്തെ അദ്ദേഹത്തിന് മഹാവിഷ്ണുവിന്റെ സ്ഥാനമാണ്. ആ പൂജ ചെയ്യുന്ന സമയത്ത് രോഹിണി ആരാധന ദിവസം അദ്ദേഹം അർച്ചന കഴിഞ്ഞാൽ ആ ശിവലിംഗത്തിനെ കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കുന്നത് കാണാം. ആലിംഗന പുഷ്പാഞ്ജലി വെച്ചാൽ ശിവന്റെ കോപത്തെയും വിഷമത്തെയും തണുപ്പിക്കാനായിട്ട് നാരായണൻ ചേർത്ത് പിടിച്ചു എന്നാണ്. ഇത് തന്നെ നിങ്ങൾക്ക് വേറെ കാണാം. നരസിംഹാവതാരം ഉണ്ടായ സമയത്ത് നരസിംഹാവതാരത്തിന്റെ കോപത്തെ ശമിപ്പിക്കാനായിട്ട് ഭഗവാൻ ശരഭാവതാരം എടുത്തു. ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. നോക്കൂ, ഈ പാലാഴി മഥന സമയത്ത് മന്ദരപർവ്വതം താഴേക്ക് പോയ സമയത്ത് ഭഗവാൻ വിഷ്ണു കൂർമ്മമായിട്ട് വന്നു. കാളകൂടം വന്ന സമയത്ത് ഭഗവാൻ നീലകണ്ഠനായിട്ട് മാറി. നിങ്ങൾ ഓരോ സ്ഥലത്ത് നോക്കിയാലും ഇതൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റും. ഏതോ ഒരു പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കും ഇത് രണ്ടും ഒരു വസ്തു തന്നെയാണ്. മാനവേദൻ ശങ്കരനാരായണ സ്തുതി എഴുതിയ സമയത്ത് അദ്ദേഹം മനസ്സിൽ കണ്ടു അത്ര കൃഷ്ണനും ശിവനും ആലിംഗനം ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം അത് ചിത്രത്തിലാക്കാൻ നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് രണ്ടായിട്ട് കണ്ടില്ല അത്ര, ഒറ്റ ജ്യോതിസ് കണ്ടു എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഒറ്റ വെളിച്ചം, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെയാണ് നിങ്ങൾക്ക് ഇവിടെ രണ്ടുപേരെയും ഒരുമിച്ച് പോയി തൊഴാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. എത്രയോ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ശിവന്റെ അമ്പലത്തിൽ നിന്ന് വിഷ്ണുവിന്റെ സഹസ്രനാമം ജപിക്കാൻ പാടുമോ? ഇവിടെ വിഷ്ണു ഉണ്ടല്ലോ, നിങ്ങൾക്ക് ജപിക്കാലോ. അന്യമന്ത്രേചനം ദോഷമുണ്ട്. അത് മറ്റ് സ്ഥലങ്ങളിൽ, അത് ഇല്ലാത്ത ഭാഗത്ത് നമുക്ക് ഭേദഭാവം ഇല്ല. നമ്മുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മളെല്ലാവരും സമചിത്തതയോടുകൂടി ഒരു ഈശ്വരനെ തന്നെ പല പേരിൽ ആരാധിക്കുന്ന സംസ്കാരം തുടരുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ ആ സംസ്കാരത്തിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ആദ്യത്തെ മുൻഗണന എപ്പോഴും നമ്മുടെ ദേശക്ഷേത്രങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ 6 മണിക്കൂർ പോയി തൊഴുന്ന ഗുരുവായൂരപ്പൻ നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോ എന്റെ നാട്ടിലെ അമ്പലത്തിൽ പോകണമെന്ന് അദ്ദേഹം പറയുന്നു അല്ലെ? നോക്കൂ, ഞാനിത് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. ഗുരുവായൂരപ്പന്റെ പരദേവതാസ്ഥാനത്തുള്ള ഭഗവതിയാണ് എടത്തിരിയത്താവ് ഭഗവതി. ആ ഭഗവതിക്ക് എല്ലാ കൊല്ലവും ഗുരുവായൂരപ്പൻ താലപ്പൊലി നടത്തുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട്. ദേവസ്വം വക താലപ്പൊലി എന്ന് വിളിക്കും. രണ്ടെണ്ണം, ഒന്ന് പിള്ളേര് താലപ്പൊലി, ഗുരുവായൂർ പ്രദേശത്തുള്ള ആൾക്കാർ നടത്തുന്ന താലപ്പൊലി. 2 ദേവസ്വം വക താലപ്പൊലി. അത് ആരും നടത്തുന്നത്? ഗുരുവായൂരപ്പൻ നടത്തുന്നത്. സ്വന്തം നാട്ടിലെ അമ്പലം നോക്കാൻ ഗുരുവായൂരപ്പൻ നമ്മളോട് പറയുന്നു. സ്വാമിയുടെ അടുത്ത് ഉള്ള ആളാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. നോക്കൂ, ഭഗവാൻ ആരാധിച്ചിരുന്ന ഭഗവതിയാണ് നിങ്ങൾ മാളികപ്പുറത്ത് പോയി തൊഴുന്നത്. അല്ലാണ്ട് കാമുക സങ്കല്പത്തിനൊന്നും ഇവിടെ അടിസ്ഥാനമൊന്നുമില്ല. പിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്നൊന്നും ആരോടും പറഞ്ഞിട്ടുമില്ല. മധുര മീനാക്ഷിയാണ് എന്നാണ് പന്തളം രാജോടൊന്നും പറയുന്നത്. അവരുടെ പരദേവതയാണ്. ഭഗവാൻ തന്റെ അവതാര ഉദ്ദേശം പൂർത്തിയായിട്ട് ആ സന്നിധാനത്ത് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവുമ്പോൾ ഭഗവാന് നിർബന്ധമായിരുന്നു താൻ ആരാധിച്ചിരുന്ന ഭഗവതിയും തന്നെ കാണാൻ വരുന്ന ആളുകൾ കാണണം. മാളികപ്പുറത്ത് അമ്മയായിട്ട് ആ ഭഗവതി നമ്മുടെ കൂടെ ഇരിക്കുന്നു. ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് എന്താ? സ്വന്തം പൈതൃകത്തെ, സ്വന്തം സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചവരാണ് ഗുരുവായൂരപ്പനും അയ്യപ്പസ്വാമിയും ഒക്കെ. നമ്മളും അവരുടെ ഭക്തരാണെങ്കിൽ ആദ്യം പിന്തുടരേണ്ടത് ആ രീതിയാണ്. ഭഗവാനെ കാണാനുള്ള യാത്ര 41 ദിവസം വ്രതം എടുത്ത് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ദേശക്ഷേത്രത്തിൽ കെട്ടി നിറച്ചിട്ടാണ്, അല്ലെങ്കിൽ വീട്ടിൽ കെട്ടി നിറച്ചിട്ടാണ്. ആദ്യത്തെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം വീടും പിന്നീട് ദേശക്ഷേത്രമാണ്. അങ്ങനെയാണ് അതിന്റെ ഫ്ലോ. ആദ്യം വീട്, അവിടെ ഒരു പരദേവത, പരദേവത, അത് കഴിഞ്ഞ് സ്വന്തം നാട്ടിലെ ക്ഷേത്രം, അത് കഴിഞ്ഞേ ഉള്ളൂ മഹാക്ഷേത്രം. ഞാൻ എല്ലായിടത്തും പറയാറുള്ള കാര്യമാണ്, ഞാൻ ഗുരുവായൂരപ്പനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ ഗുരുവായൂരപ്പനെ അടുത്തറിയാൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ ഗുരുവായൂരപ്പനെ അറിഞ്ഞ ഒരാളൊന്നുമല്ല. ഒരു 20 വർഷമായിട്ടാണ് ഞാനും ഗുരുവായൂരപ്പൻ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ ജനിച്ചപ്പോ തൊട്ട് ഞാൻ എൻ്റെ തറവാട്ടിന്റെ പരദേവതയുടെയും എൻ്റെ ദേശത്തെ ദേവതയുടെയും മകനാണ്. ഗുരുവായൂരപ്പനെ ഞാൻ തെരഞ്ഞെടുത്തതാ. കഥ കേട്ടും ഐതിഹ്യം കേട്ടും ഭാഗവതം കേട്ടും സീരിയൽ കണ്ടും എനിക്ക് തോന്നി എനിക്ക് ഗുരുവായൂരപ്പനോടാണ് ഇഷ്ടം. ഞാൻ ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ തെരഞ്ഞെടുക്കാതെ എൻ്റെ കൂടെയുള്ള 2 പേരാണ് എൻ്റെ പരദേവതയും എൻ്റെ ദേശദേവതയും. എൻ്റെ ചോയ്സ് അല്ല, എനിക്ക് മാറ്റാൻ പറ്റില്ല.
അത് ഫിക്സ്ഡ് ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. ഈ പ്രദേശത്ത് വന്ന് ജനിക്കുന്ന ഓരോരുത്തർക്കും ഈ ഭഗവാൻ ഫിക്സ്ഡ് ആണ്. ഈ ഭഗവാനെ മാറ്റിയിട്ടൊന്നുമില്ല. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം. നിങ്ങൾക്ക് കുറച്ചു കാലം ഗുരുവായൂരപ്പനെ ഭജിക്കാം, കുറച്ചു കാലം മുരുകനെ ഭജിക്കാം, കുറച്ചു കാലം ദേവിയെ ഭജിക്കാം. അത് നിങ്ങളുടെ താല്പര്യം. പക്ഷെ ഈ മണ്ണിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ ഈ ദേശക്ഷേത്രത്തിന്റെ ഒരു പ്രജയായി നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറി. നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ ക്ഷേത്രം. ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ആരാധനാലയം മാത്രമല്ല ക്ഷേത്രം, നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് ക്ഷേത്രം. ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമാക്കി മാറ്റാൻ നിങ്ങൾ വിചാരിച്ചാലാണ് സാധിക്കുള്ളൂ. നിങ്ങളെ കൊണ്ട് അത് പൂർണ്ണമായിട്ടും സാധിക്കും. നിങ്ങൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ ആ ഒരു പ്രതീതിയാണ്. ഇവിടെ വന്ന് ഇങ്ങോട്ട് കയറി ഇരുന്ന സമയത്ത് നിങ്ങൾ ഈ ഭഗവാനെ നന്നായി നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ ആ ഒരു പൈതൃകം നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ. കുട്ടികളുടെ പങ്കാളിത്തമാണ് എപ്പോഴും ക്ഷേത്രങ്ങളിൽ കുറവ് കാണുന്നത്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ഇപ്പൊ വിഷ്ണു കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കട്ടെ. എല്ലായിടത്തും ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ഉണ്ടാവും. ഒപ്പം എല്ലായിടത്തും ഞാൻ പോകുന്ന സമയത്ത് മാതൃസമിതി ഉണ്ടാവാറുണ്ടാവും. വളരെ നല്ല കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു? എന്തുകൊണ്ട് നമുക്ക് കുട്ടികളുടെ കൂടി ഒരു സമിതി അല്ലെങ്കിൽ കുട്ടികളുടെ കൂടി ഒരു പങ്കാളിത്തമുള്ള ഒരു സദസ്സ് ക്ഷേത്രത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല? അതല്ലേ കൂടുതലായിട്ട് വേണ്ടത്? അവരേതെങ്കിലും ഒരു ദിവസം, ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തിങ്കളാഴ്ച ആണെങ്കിൽ തിങ്കളാഴ്ച, അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രം വരുന്ന ദിവസമാണെങ്കിൽ അങ്ങനെ. ഇവിടെ ഇപ്പൊ വിഷ്ണു ഉള്ളതുകൊണ്ട് വ്യാഴാഴ്ചയെങ്കിൽ വ്യാഴാഴ്ച, അല്ലെങ്കിൽ രോഹിണിയോ അഷ്ടമിയോ ഏതെങ്കിലും വരുന്ന ദിവസം ഏതാണായിക്കോട്ടെ, ഒരു കുട്ടികളുടെ കൂടി പങ്കാളിത്തത്തിലുള്ള ഒരു ആധ്യാത്മികമായിട്ടുള്ള സദസ്സുകൾ ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കപ്പെടുമ്പോഴാണ് മഹാദേവനും ഗുരുവായൂരപ്പനും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. കാരണം ഈ ക്ഷേത്രം ഇന്നേക്കോ നാളേക്കോ വേണ്ടിയിട്ടുള്ളതല്ല, ഇത് നൂറ്റാണ്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡെപ്പോസിറ്റാണ്. നമ്മളൊക്കെ പോയാലും ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടാവും. ഈ ദേവിമാരും ഉണ്ടാവും, ഗണപതി ഉണ്ടാവും, ശാസ്താവ് ഉണ്ടാവും, എല്ലാവരും ഇവിടെ ഉണ്ടാവും. ആർക്ക് വേണ്ടിയിട്ട്? നമ്മുടെ എത്രയോ തലമുറകൾക്ക് വേണ്ടിയിട്ട്. ആ തലമുറകൾക്ക് ഒരു ആപത്ത് വരുമ്പോ, ഒരു സന്തോഷം വരുമ്പോ ഓടി വരാൻ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടാവേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മറ്റാരും ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതാണ് ഞാനത് റിപ്പീറ്റ് ചെയ്തത്. നിങ്ങൾ ആരും ചെയ്യാത്തോണ്ടല്ല. കുട്ടികൾ കേൾക്കുന്നുണ്ട് കുറച്ച് പേര്, അവർ കേൾക്കട്ടെ എന്ന് കരുതിയിട്ടാ. അവരുടെ ഒരു ഭക്തി, അവരുടെ ഒരു ഭഗവാനോടുള്ള മനോഭാവമൊക്കെ മാറട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറെ കഥകളൊക്കെ പറഞ്ഞത്. ആ മനോഭാവമൊക്കെ മാറി ഭയമൊന്നുമില്ലാതെ ഞാനൊരു കൂവളമാല നേർന്നിട്ട് അത് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്റെ കാലൊടിക്കുന്ന ആളാണ് ശിവൻ എന്നുള്ള കോൺസെപ്റ്റ് ആ കുട്ടികൾ പുറത്തു വരട്ടെ. ഞാൻ എന്റെ ഭഗവാനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ കൂടെ വന്ന് നിന്ന് എന്റെ ഭാഗത്താണ് ന്യായം എന്നുണ്ടെങ്കിൽ എന്റെ ഒപ്പം നിൽക്കുന്ന മഹാദേവനെ കാണാൻ ആ കുട്ടികൾക്ക് സാധിക്കട്ടെ. അതിന് ആദ്യത്തെ ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് അല്ല ഉണ്ടാവേണ്ടത്, നമ്മുടെ ഭാഗത്ത് നിന്നാണ്. നമ്മൾ പകർന്നു കൊടുക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പശ്ചാത്തലവും ഇവിടെ ഉണ്ട്. ഒന്നിന്റെ ഒരു കുറവ്. ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് ശ്രീത്തിന്റെ എന്റെ കൂടെ ഉള്ള ആളുടെ അവിടെ പറഞ്ഞു, എത്ര നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇങ്ങോട്ട് കയറുന്നത് ചെയ്തത്. വെച്ചാൽ ഇവിടെ വരുമ്പോ തന്നെ ഒരു സമാധാനം കിട്ടുന്നത്. ഇന്നിപ്പോ എല്ലാവരും ഇന്നർ പീസ് എവിടെയെന്ന് കരുതിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം നാട്ടിൽ അങ്ങനെ ഇന്നർ പീസ് കിട്ടുന്ന സ്ഥലങ്ങൾ കാണാതിരിക്കുമ്പോഴാണ് എന്ത് കുത്തിവെച്ചാലാണ് ഇന്നർ പീസ് കിട്ടുക എന്ന് ആൾക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ ഓപ്പറേഷൻ തുഫാനൊക്കെ വേണ്ടി വരുന്നത്. സമാധാനം അന്വേഷിച്ച് എവിടെയും പോകേണ്ട ആവശ്യമില്ല. സ്വന്തം നാട്ടിൽ സമാധാനം ഉണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ മതി. അവിടെ എന്തോ പൂജയൊക്കെ നടക്കണു, കുറച്ച് മണിയടി ശബ്ദമൊക്കെ കേൾക്കാം, പലപ്പോഴും ഇത്തിരി പായസമൊക്കെ കിട്ടുന്നൊരു സ്ഥലം, അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അതാണ് നമ്മളുടെ അടിസ്ഥാനം എന്നുള്ള ഭാവത്തിൽ ഉണ്ടാവണം. നോക്കൂ, ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് കൊണ്ട് ക്ഷേത്രം, അത് ശരീരത്തിന്റെയും മനസ്സിന്റെയും. എല്ലാവരും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ അമ്പലത്തിലേക്ക് വന്നിട്ടാണെങ്കിലും എത്രയോ തവണ അങ്ങിത് കാണുന്നില്ലേ ഭഗവാൻ എന്ന് ചോദിക്കാത്തവരാരാളുള്ളത്? എന്റെ ഈ വിഷമം അങ്ങ് കാണുന്നില്ലേ? എന്തിനാണ് എന്നെ ഇങ്ങനെ നരകിപ്പിക്കുന്നത്? എത്രയോ ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ത്രാണനം കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലും കൂടിയാണെന്നുള്ള ചിന്ത ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എളുപ്പമല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിന് പ്രാക്ടീസ് വേണമെന്ന് ഞാൻ പറഞ്ഞു. ആ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം സ്വന്തം നാട്ടിലെ അമ്പലമാണെന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങളെ ഇവിടെ ആരും പിടിച്ചു മാറ്റില്ല. നിങ്ങളെ ഇവിടെ ആരും ഉന്തിത്തള്ളി വിടില്ല. നിങ്ങളോട് ആരും ഇവിടെ മതി മതി എന്ന് പറയില്ല. ഇത് നിങ്ങളുടെ അമ്പലമാണ്. നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. നട്ടുച്ചയ്ക്ക് 1 മണിക്ക് വന്നിട്ട് നാളെ ഉറക്കൊന്നും പറയരുതേ, ഇതെന്റെ അമ്പലമാണ്. പക്ഷെ നിങ്ങൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം. നോക്കൂ, നമ്മുടെയൊക്കെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം വീടുകളായിരുന്നു, ഇപ്പോഴും ആണ്. പക്ഷെ
നമ്മുടെ വീടുകളിലൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ ഒക്കെ ഇന്ന് വളരെയധികം കുറവാണ്. അതുകൊണ്ടാണ് പല ആളുകളും ഇന്ന് യൂട്യൂബ് നോക്കിയിട്ട് എങ്ങോട്ട് ആദ്യത്തെ തിരി തെളിയിക്കണം, ഏത് വ്രതം എടുത്താൽ ഏത് ഫലം ഉണ്ടാവും എന്നൊക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തിൽ അറിവ് സമ്പാദിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവരോടൊക്കെ സംസാരിച്ചു. അവരെന്നോട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എനിക്കെന്തെങ്കിലും വിശേഷം ഉണ്ടായതുകൊണ്ടല്ല. നിങ്ങളൊന്ന് ചോദിച്ചാലും അവർ പറഞ്ഞുതരും. ചോദിക്കാതിരിക്കുന്നതാണ് പ്രശ്നം. നിങ്ങൾ നാളെ നിങ്ങളുടെ കുട്ടിയെ കൊണ്ട് ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ഒരു ഉണ്ണിയപ്പം വഴിപാട് കഴിച്ചിട്ട് ആ ഉണ്ണി ഗണപതിക്ക് ആ ഉണ്ണിയപ്പം നേദിക്കാനായിട്ട് ആ ശ്രീകോവിലിനകത്തേക്ക് കയറ്റിയിട്ട് തിരിച്ച് തിരുമേനി അത് എടുത്തുകൊണ്ട് വരുമ്പോ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ തോളിൽ ചെന്ന് തോണ്ടിയിട്ട് ചോദിക്കും, അങ്ങോട്ട് പോയപ്പോഴും പത്തപ്പം ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോഴും പത്തപ്പം ഉണ്ടല്ലോ, അപ്പൊ ഭഗവാൻ ഒന്നും കഴിച്ചില്ലേ? കാലങ്ങളായിട്ട് ഇവിടെ എങ്ങനെ കുട്ടിയെ? അതല്ല അതിനുള്ള മറുപടി. എന്താണ് ക്ഷേത്രത്തിലെ നേദ്യ സംസ്കാരം എന്ന് നിങ്ങൾ ചോദിക്കുക, അവർ പറഞ്ഞുതരും. പറയാതിരിക്കുന്നതല്ലല്ലോ, അവർ അറിഞ്ഞ് ഇങ്ങനെ പറയാൻ തയ്യാറായി നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കാത്തതല്ലേ തെറ്റ്? ഞാനിപ്പോ നിങ്ങളോട് വെറുതെ ഒരു ചുമ്മാ തമാശക്ക് ചോദിക്കാം കേട്ടോ, തമാശക്ക് കൂട്ടിയാൽ മതി. നമ്മൾ ഈ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ആക്കണത് എന്തിനാ? ആരെങ്കിലും ഒരാൾ എനിക്ക് പറഞ്ഞു തരൂ. ആരൊക്കെയോ അങ്ങനെ ആക്കി കണ്ടു, അപ്പൊ ഞാനും 2 കൈയും ആയിക്കോട്ടെ. പണ്ടേ ഇങ്ങനെ അവസാനിപ്പിക്കാൻ കേട്ടോ, ഗുരുവായൂര് ശബരിമല സീസൺ സമയമാണ്. അപ്പൊ ഈ അന്യ സംസ്ഥാനത്തു നിന്നുള്ള മലയാളി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മലയാളി പിന്നെ പ്രബുദ്ധ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ പാവപ്പെട്ട തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിനൊക്കെ വരുന്ന സ്വാമിമാർ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാ, പാവങ്ങളാ. അപ്പൊ ഞങ്ങളിങ്ങനെ ഈ എടത്തിരുത്ത് ഭഗവതിർ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക, 2 പേരുണ്ട്. അപ്പൊ ഒരു ഗുരുസ്വാമി മുമ്പിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടറിയാം, അദ്ദേഹത്തിന് കുറെ മാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം എടത്തിരുത്ത് ഭഗവതി തൊടാനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ, അക്കാലത്ത് ഗുരുവായൂർ പ്രദേശങ്ങളിലൊക്കെ കോട്ടരുമ നല്ലോണം ഉണ്ടായ ഒരു കാലമായിരുന്നു. ഒരു സാധനം, ഇവിടെ എന്തായാലും പറയുക, വണ്ട് പോലത്തെ ഒരു സാധനം ഇല്ലേ, ഒരു പ്രാണി, അത് ചെവിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സുഖമാണ് അത്. അപ്പോ ആ പറഞ്ഞ സാധനം ഇങ്ങനെ പാറി വന്നിട്ട് ഈ പാവ സ്വാമിയുടെ ദേഹത്തിരുന്നു. ഞാനിങ്ങനെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന നല്ല കൗതുകം, അത്യാവശ്യം കാണാനും കൊള്ളാം അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ ഇരുന്ന കോട്ടരുമ കണ്ടപ്പോൾ ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഇതാ ഇവിടെ ഒരു പാത്തിട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനൊരു അടി അടിച്ചു. ഈ അടി അടിച്ച സമയത്ത് അത് പാറിയിട്ട് നേരെ ഭഗവതിയുടെ ഒരു തൂക്കുവിളക്ക് അദ്ദേഹം നിൽക്കുന്നതിന്റെ അപ്പുറത്തുണ്ട്, അതിൽ പോയി വീണു. ഞങ്ങൾ നോക്കുമ്പോ അതിങ്ങനെ മലർന്ന് കിടന്ന് ചക്രശ്വാസം വലിക്കുക, കൈയും കാലോട്ട് അടിക്കുക. ജീവൻ വേണേ ഭഗവാനെ. അപ്പൊ അയാള് പാവം സ്വാമിയല്ലേ, ഈ മാലട്ട കാലത്ത് എന്റെ ഒരു കൈ കൊണ്ടുള്ള അടി കൊണ്ട് ഒരു പാവം സാധു ജന്തുവിന്റെ പ്രാണം പോണ്ടാന്ന് കരുതി അദ്ദേഹം തന്റെ ഇടത്തെ കൈ ഇങ്ങനെ എടുത്തിട്ട് അതിന്റെ ഈ അഗ്രഭാഗം കൊണ്ട് ആ എണ്ണയിൽ നിന്ന് ഈ വണ്ടിനെ എടുത്തിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇട്ടു. അദ്ദേഹം കൈ തുടച്ച് അദ്ദേഹം നേരെ മുമ്പിക്കും പോവുകയും ചെയ്തു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അദ്ദേഹത്തിന്റെ പുറകിൽ വന്ന 12 സ്വാമിമാരും ഗംഭീരായിട്ട് ഒരു സ്വാമി കാണിച്ചത് കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം അവർ പറഞ്ഞത്. സനാതനധർമ്മം ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാനുള്ള ഒന്നല്ല. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഈ ധർമ്മം നിലനിൽക്കുന്നത് അറിവിന്റെ മുകളിലാണ്. അറിവാണ് ഇതിന്റെ കേന്ദ്രം. നമ്മളിപ്പോഴും പറയുമല്ലോ, സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനം എന്താ? വേദം എന്ന് പറയും. ആ വേദം എന്താ? അത് അറിവാണ്. ആ അറിവിനെ വ്യാസൻ 4 ആക്കി രസിച്ചു എന്നൊക്കെ നിങ്ങൾ കരുതിക്കോളൂ. ബേസ് അറിവാണ്. നമ്മുടെ ധർമ്മത്തിൽ ഈശ്വരൻ വേറെ, നമ്മൾ വേറെ എന്നില്ല. ഞാൻ പറഞ്ഞു, ശിവോഹം എന്ന് നമ്മൾ പറയുന്നു. അത് തന്നെയാണ് ഭഗവാൻ 41 ദിവസം വ്രതം എടുത്ത് ചെല്ലുമ്പോൾ നിങ്ങളോട് പറയുന്നത്. നീ എന്ത് അന്വേഷിച്ചു വന്നോ അത് നീ തന്നെയാകുന്നു. ഈ സനാതന ധർമ്മത്തിന്റെ ബ്യൂട്ടിയാണ്. നിങ്ങൾക്ക് ഇവിടെ ഈശ്വരൻ വേറെ നമ്മൾ വേറെ ആ ഏർപ്പാടില്ല. നമ്മളും ഈശ്വരനും ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്ന ലോകത്തൊരു ധർമ്മം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ ജീവിക്കുന്ന സനാതന ധർമ്മമാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നു. അതിൽ അഭിമാനിക്കുക. എന്തൊക്കെയോ പൂജയൊക്കെ നടക്കണ ഈ ഹിന്ദു മതത്തിൽ പ്ലീസ് അങ്ങനെ കരുതരുത്. നിങ്ങൾ ഈ വന്ന് ജനിക്കുന്ന സംസ്കാരം ഏറ്റവും ശ്രേയസ്കരമാണ്. അതിനെക്കുറിച്ച് അറിയുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ചെറിയ പ്രാണിയിലും ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്ന സംസ്കാരമാണ് നമ്മുടെ. അതിന്റെ അടിസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞു അറിവാണ്. 2 ധർമ്മമാണ്. ആ ധർമ്മത്തെയാണ് ഭഗവാൻ വാഹനാക്കിയിട്ടുള്ളത്. ഋഷഭം, നന്ദി. ആ ധർമ്മത്തിന്റെ മുകളിലാണ് നമ്മളൊക്കെ ഇങ്ങനെ ഈ അഭ്യാസങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. ക്ഷേത്രത്തെ സംസ്കരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാവുന്നതിലൂടെ, ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നതിലൂടെ നമ്മളും യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഗുരുവായൂരൻ പറഞ്ഞതുപോലെ ധർമ്മ സംസ്ഥാപനം തന്നെയാണ്.
നമ്മുടെ വിചാരം ഇങ്ങനെ വെള്ള കുതിരയിൽ കുറെ കാലം കഴിഞ്ഞാൽ ഏതോ ഒരു സിനിമയിൽ ഇപ്പൊ കാണിച്ചതുപോലെ മറ്റേ ദിബിയ പതുകോണിന്റെ മകനായിട്ട് കൽക്കി ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് എന്റെ ഫ്രണ്ട്. അതുപോലെയല്ല, കൽക്കി എന്ന് വരും, എല്ലാം കൽക്കി ചെയ്തോളും എന്ന് കരുതി കൈയും കെട്ടിയിരിക്കാൻ നമ്മുടെ ധർമ്മം നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളിലുള്ള ഭഗവാനെ തിരിച്ചറിയാനും നമ്മൾ പണിയെടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ക്ഷേത്രമാണ് പലരുമംഗലത്തുള്ളത്. ഇവിടെ വരാൻ സാധിച്ചതിലുള്ള അതിയായിട്ടുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. ഭഗവാനോട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം. നിങ്ങളുടെ സ്വന്തം അച്ഛനാണ്. അച്ഛനോട് ചോദിക്കുന്നതിൽ ഫോർമാലിറ്റീസ് വേണ്ട. അച്ഛാ എനിക്കിത് വേണം, അത്രേ വേണ്ടുള്ളൂ. നിങ്ങളൊരു 1000 ശ്രീരുദ്രൻ ജപിച്ചിട്ട് ഭഗവാനെ അസുഖം മാറ്റി തരണേ, അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ആവാം. ഭഗവാനെ അച്ഛാ എനിക്ക് എന്റെ കാലുകൊണ്ട് നല്ല വേദനയുണ്ട്, ഒന്ന് മാറ്റി തരണമെന്ന് പറയാം. നിങ്ങളുടെ താല്പര്യമാണ്. അറിവുള്ളവർ അങ്ങനെ ചെയ്യട്ടെ. അറിവിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവർ പ്രാരംഭഘട്ടത്തിലൂടെ സഞ്ചരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഭഗവാനെ ഭജിക്കണം എന്നുള്ളതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആരുമല്ല. എങ്കിൽ പോലും ഈ ഒരു പോയിന്റൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ ഭഗവാൻ നാളെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചോദിക്കും? എനിക്കറിയാൻ താല്പര്യമുണ്ട്. പണ്ടൊരു മുത്തശ്ശി പറഞ്ഞതുപോലെ പേരക്കുട്ടിയുടെ 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 കല്യാണത്തിന് സ്വർണത്തിന്റെ തളികയിൽ പാൽപ്പായസം കുടിക്കാൻ സാധിക്കണേ ഭഗവാനെ. അയമ്മയ്ക്ക് 90 വയസ്സുണ്ട്. എന്നിട്ട് അയമ്മ പറഞ്ഞു എന്റെ പേരക്കുട്ടിയുടെ 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 കല്യാണം കാണാൻ എനിക്ക് പറ്റണം. അങ്ങനെയൊക്കെ ചോദിക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ കേട്ടു. രസകരമായിട്ടുള്ള ചില വരങ്ങളൊക്കെ ചോദിച്ച കുട്ടികളുണ്ട്. എന്റെ കണക്ക് ടീച്ചർക്ക് പ്രാന്താവണേ ടീച്ചറെ. അങ്ങനെ എന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ഏട്ടാ കണക്ക് മാഷ്ക്ക് പ്രാന്താവാൻ എന്താ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്. അതാണ് കേട്ട് വളരണതേ. വീട്ടില് വൈകുന്നേരമായി കഴിഞ്ഞാൽ അടിയാണ്. ഒന്ന് നമ്മുടെ വീട്ടിലുള്ള അടി പോരാത്തതിന് ചാനലിലുള്ള അടി വേറെ. അപ്പൊ അതുകൊണ്ട് എന്ത് ഭഗവാനോട് ചോദിക്കണം? ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂരം പറഞ്ഞ പോലെ ഗുരുവായൂരപ്പന്റെ കയ്യിൽ നിന്ന് വേണോ ഗുരുവായൂരപ്പനെ വേണോ? അതാണ് നമ്മുടെ ചോയ്സ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏതർ യു ക്യാൻ ചൂസ് ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ കയ്യിൽ നിന്ന്. രണ്ടും നമുക്ക് താല്പര്യമുണ്ട്, നമുക്ക് രണ്ടും വേണം. പക്ഷെ ഗുരുവായൂരപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് അതിന് നമുക്ക് അർഹത ഉണ്ടാവണം, ഒന്നാമത്തെ കാര്യം. 2, അത് ഭഗവാൻ തരുന്നത് സന്തോഷത്തോടു കൂടി വേണം, പിടിച്ചു വാങ്ങാൻ നിൽക്കാതിരിക്കുക. ഭക്തി മാത്രം ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നില്ല. ആവശ്യമുള്ളത് ചോദിച്ചോളൂ. രസകരമായിട്ട് ചോദിച്ചൊരു വിദ്വാന്റെ കഥ കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രഭാഷണം അവസാനിപ്പിക്കും. എനിക്ക് അതുകൂടെ പറഞ്ഞു. കാരണം ഈ മൂവാറ്റുപുഴ എന്ന് പറയുന്ന ഈ ഭാഗം ഈ എറണാകുളത്തിന്റെയും ഇടുക്കിയുടെയും കോട്ടയത്തിന്റെയും ഒക്കെ ഒരു സംസ്കാരമുള്ള ഒരു സ്ഥലമുണ്ട്. പണ്ട് ഖരപ്രകാശൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അയാളുടെ ജോലി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അയാൾ വലിയ രാജാവൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം രാവിലെ എണീറ്റ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള പൂക്കൾ മരത്തിന്റെ മുകളിൽ നിന്ന് അദ്ദേഹം തന്നെ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് ശിവനെ പൂജിക്കും. അപ്പൊ കുറെ ദിവസം ഇങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ സമയത്ത് മഹാദേവൻ സ്വയം അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അത്രേ, ഖരപ്രകാശ പൂജയൊക്കെ ഗംഭീരമായിട്ടുണ്ട്, കുറെ ദിവസമായി ഞാനിത് പറയണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എന്നെ ഇത്രയും നാൾ നന്നായിട്ട് പൂജിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു വരം ചോദിച്ചോളൂ, അത് തന്നിട്ട് പോവാം. ലോട്ടറിയാണ് കിട്ടിയിരിക്കുന്നത്, സൂപ്പർ ലോട്ടോ. അപ്പൊ അദ്ദേഹം സ്ഥിതപ്രജ്ഞനായതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ അങ്ങയിൽ ഭക്തി ഉണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട. പഞ്ചാക്ഷരം ചൊല്ല എന്നും സാധിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. എന്നും ഇങ്ങനെ അങ്ങയെ പൂജിക്കാൻ സാധിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ഒന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള വരങ്ങളൊന്നും ചോദിക്കണ്ട, ഇതൊക്കെ അല്ലെങ്കിലും താൻ ചെയ്യുന്ന എനിക്കറിയാം, എന്തെങ്കിലും കാര്യപ്പെട്ടൊരു വരം ചോദിച്ചോളൂ. ആ സമയത്ത് ഖരപ്രകാശൻ ആലോചിച്ചിട്ട് ഭഗവാനോട് ഒരു വരം ചോദിച്ച കഥ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ കഥ. ഖരപ്രകാശൻ അങ്ങനെ 2 കൈയും കൂപ്പിയിട്ട് ശിവന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അത്രേ, ഭഗവാനെ അങ്ങയ്ക്ക് എന്തെങ്കിലും തന്നേ മതിയാവുന്നുണ്ടെങ്കിൽ അങ്ങൊരു കാര്യം ചെയ്യും. എന്റെ ഈ 2 കാലുകൾ അങ്ങ് സ്വർണത്തിന്റെ ആക്കി തരണേന്നാണോ പറഞ്ഞത്? ഇന്നത്തെ വില വെച്ച് അങ്ങനെയും പറയാം. എന്റെ ഈ 2 കാലുകളും അങ്ങ് ഒരു വ്യാഘ്രത്തിന്റെ, ഒരു പുലിയുടേതുപോലെ ആക്കി തന്നാലും ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഭഗവാനെ നമുക്ക് ഈ മനുഷ്യക്കാര് മാറ്റിയിട്ട് അങ്ങ് എന്താക്കിക്കോളൂ, ഇത് പുലിയുടേതുപോലെ ആക്കിക്കോളൂ. ഭഗവാൻ പറഞ്ഞു, ഖരപ്രകാശ പണ്ടൊരുത്തിന് വരം കൊടുത്ത പിന്നെ ഇമാതിരി വരങ്ങളൊന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല. അതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും ചോദിച്ചോളൂ. ഇങ്ങനെ പൂച്ചട പോലെ ആവണം, പുലിയുടെ പോലെ ആവണം എന്നൊന്നും പറയാതിരിക്കൂ. പൈസ വേണോ, മോക്ഷം വേണോ, അമൃത് വേണോ, കൈലാസിക്ക് കൊണ്ടോണോ, റെഡിയാണ്. നല്ല വല്ല വരവും ചോദിക്കുന്ന പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങക്ക് എന്തെങ്കിലും തന്നേ തീരുന്നുണ്ടെങ്കിൽ ഇത് തരിക.
അല്ലാതെ എനിക്കൊന്നും വേണ്ട. അപ്പൊ അദ്ദേഹം ചോദിച്ചു അത്രേ, ഭഗവാൻ ശരി, ഇപ്പൊ അത് തരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത് എന്തിനാണ് ഇങ്ങനെ ഈ പുലിയുടെ പോലെ ഈ കാലൊക്കെ ആക്കിയിട്ട് തനിക്ക് എന്താ ഈ ഏർപ്പാട്? അദ്ദേഹം ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, ഭഗവാനെ എന്നും രാവിലെ അങ്ങേക്ക് പൂക്കൾ പറിക്കാനായിട്ട് ഞാൻ പോകുന്ന സമയത്ത് ഏറ്റവും ശുദ്ധമായിട്ടുള്ള പൂക്കൾ എടുക്കാനാണ് ഞാൻ താല്പര്യപ്പെടാറ്. ഈ വണ്ട്, പൂമ്പാറ്റ, ഷഡ്പദങ്ങളൊക്കെ വന്ന് ഈ താഴത്തെ കൊമ്പിലുള്ള പൂക്കളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടാവും. ഏറ്റവും നല്ല പൂക്കളൊക്കെ ഉള്ളത് എവിടെയാ? മരത്തിന്റെ മുകളിലാ. അപ്പൊ അതിന്റെ മുകളിലേക്ക് വരിഞ്ഞു കയറണമെന്നുണ്ടെങ്കിൽ എന്റെ കാലം എങ്ങനെയാവണം? ക്ലച്ചസ്. അപ്പൊ എന്റെ കാലം അങ്ങ് ഇങ്ങനെ ആക്കി തരികയാണെങ്കിൽ എനിക്ക് ഈ മരത്തിന്റെ മുകളിൽ കയറാൻ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നല്ല പൂക്കൾ എടുത്ത് അങ്ങേ പൂജിക്കാലോ, ഈ വരം മതി എന്നാ പറഞ്ഞത് അദ്ദേഹം. അതാണ് ഖരപ്രകാശൻ. ശിവൻ തൊട്ട് മുമ്പിൽ വന്നപ്പോൾ പോലും ശിവനെ പൂജിക്കാനുള്ള വളഞ്ഞ വഴി കണ്ടുപിടിച്ച ആളാ. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ വ്യാക്രപാദൻ എന്നായി പിന്നീട് അദ്ദേഹത്തിന്റെ പേര്. ആ വ്യാക്രപാദപുരമാണ് ഏത് വ്യാക്രപാദപുരം ഏതാ? ഖരമഹർഷി ഒരേ സമയം 3 ശിവലിംഗങ്ങൾ ഒരുമിച്ച് പ്രതിഷ്ഠിച്ചു. ഒന്ന് വലത്തെ കൈകൊണ്ട് പ്രതിഷ്ഠിച്ചു, ഒന്ന് രണ്ടാമത്തെ ഇടത്തെ കൈകൊണ്ട് പ്രതിഷ്ഠിച്ചു, ഒന്ന് വായ കൊണ്ട് കടിച്ചിരുത്തി അവിടെ പ്രതിഷ്ഠിച്ചു. വലത്തെ കൈകൊണ്ട് പ്രതിഷ്ഠിച്ചത് അതേതാ സ്ഥലം? വലത്തെ കൈകൊണ്ട് പ്രതിഷ്ഠിച്ചത് വൈക്കം, ഇടത് കൈകൊണ്ട് അതിപ്പോ നിങ്ങൾ എല്ലാവരും പറയുമല്ലോ. കടിച്ചിരുത്തിയത് കൊണ്ട് കടുത്തുരുത്തി, അല്ലെ? അങ്ങനെയൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ച ആൾക്കാരുണ്ട് എന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ വന്ന് നാളെ പുലിയുടെ പോലെ കാലാവണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഭഗവാനോട് ഭക്തിയോടുകൂടിയുള്ള പ്രാർത്ഥനകൾ നടത്താൻ നമുക്ക് സാധിക്കട്ടെ. പല ആൾക്കാരും ഉണ്ട്. പണ്ട് ചിദംബരത്ത് ഭഗവാനോട് വന്നിട്ട് ഒരു രാജാവ് എല്ലാ ദിവസവും വന്ന് കരയിത്രേ, ഈ എന്ന് പറഞ്ഞ് കരയും. എന്താണെന്ന് വെച്ചാൽ അയാൾ പറയൂല. രാത്രി ഒരു ദിവസം വന്നിട്ട് ഭഗവാൻ സ്വപ്നത്തിൽ പറഞ്ഞത്രേ, വല്ല ആവശ്യം ഉണ്ടെങ്കിൽ മുഖത്തേക്ക് പറയണം, അല്ലാണ്ട് രാവിലെ വന്ന് മനസ്സിന്റെ മൂടുകളായിരുന്നു. എല്ലാ ദിവസവും രാവിലെ വരിക, വന്ന് കരയുക, പോവുക. ചോദിച്ചു എന്തിനാ കരയണേന്ന്. അപ്പൊ അദ്ദേഹം ഭഗവാനോട് പറഞ്ഞ ആവശ്യം നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് തോന്നും. അദ്ദേഹം ശിവനോട് പറഞ്ഞത്രേ, ഭഗവാൻ അങ്ങ് എത്ര നാളായിട്ട് ഈ വലത്തെ കാല് പൊക്കി നിൽക്കണു, അങ്ങേക്ക് ഇതൊന്ന് താഴെ വെച്ചിട്ട് ഇടത്തെ കാല് പൊക്കിക്കൂടായിരുന്നു. പിറ്റേ ദിവസം പോയപ്പോ അദ്ദേഹത്തിനെ സ്വാന്തനിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ആ രൂപത്തിൽ നിന്നു കൊടുത്തുന്നാണ് കഥ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരാളെയാണ് ഇന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിക്കുന്നു പറഞ്ഞ് നിങ്ങൾ പേടിപ്പിക്കണത്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ആ ശിവനെ. അതുകൊണ്ട് നിങ്ങൾ ഏത് റോൾ മോഡൽ വേണമെങ്കിലും എടുത്തോളൂ. നിങ്ങൾക്ക് മറ്റേ കൈലാസ്നാഥനിലെ ശിവനെ സങ്കല്പിച്ചിട്ടാണ് നിങ്ങൾ തോന്നണമെങ്കിൽ ആവാം. ഞാൻ മോശമൊന്നും പറയില്ല. ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഗുരുവായൂരപ്പനെ കണ്ടിരുന്നത് നിതീഷ് ഭരദ്വാജിലായിരുന്നു. അയാളെ കാണുമ്പോൾ എനിക്ക് ഗുരുവായൂരപ്പനാണ് ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് ഭാവത്തിലും നിങ്ങൾക്ക് ഭഗവാനെ കാണാം. ആ കാണുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനം എപ്പോഴും ഈ ക്ഷേത്രമാവട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്.